ആകാശത്ത് അപ്രതീക്ഷിതമായി കാർമേഘം ഉരുണ്ടുകൂടുന്നത് കണ്ട് പെട്ടെന്ന് അയലിട്ട വസ്ത്രങ്ങൾ എടുക്കുകയായിരുന്നു ഉഷാദേവി. അല്ലെങ്കിലും വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് കാസർഗോഡൻ ഗ്രാമങ്ങളിൽ നട്ടപ്പൊരി വെയിലുള്ള ഏപ്രിൽ മാസത്തിലും കാലം തെറ്റി പെയ്യുന്ന മഴ പതിവാണ്. ഉഷ മുറ്റത്തു നിന്ന് ഉമ്മറക്കോലായിലേക്ക് കയറിയതും ആർത്തലച്ചു വന്ന മഴ മണ്ണിൽ പതിക്കാൻ തുടങ്ങി. മകൻ കോളേജിൽ നിന്ന് 4 ദിവസത്തെ ടൂർ പോയതുകൊണ്ട് എടുത്ത വസ്ത്രങ്ങൾ അവന്റെ മുറിയിൽ കൊണ്ടുവയ്ക്കാമെന്ന ധാരണയിൽ അവർ മകൻ നിരഞ്ജന്റെ മുറിയിലേക്ക് നടന്നു. വസ്ത്രങ്ങൾ കസേരയുടെ മുകളിൽ വെച്ച് തിരിഞ്ഞപ്പോഴാണ് മേശപ്പുറത്ത് വെച്ച മകന്റെ ഡയറി അവർ കണ്ടത്. ഇത് നീരുവിന്റെ ഡയറിയാണല്ലോ. ഓനെന്താ ഇത് ഈടെ മേശപ്പുറത്ത് വെച്ചിട്ട് പോയത്? സാധാരണ ആരെയും കാണിക്കാതെ കുത്തിക്കുറിക്കുന്ന ഡയറിയാണല്ലോ. ഉഷ മനസ്സിൽ പറഞ്ഞു നിർത്തിയതും ഹാളിൽ TV കാണുന്നുണ്ടായ നിരഞ്ജന്റെ അനിയൻ ധീരവ് അകത്തേക്ക് ഫോണും പിടിച്ച് അമ്മയെന്ന് വിളിച്ച് കയറി വന്നതും ഒന്നിച്ചായിരുന്നു. എന്തിനാടാ ഇങ്ങനെ തൊള്ളകിരണേ? നിന്റെ വിളി കേട്ട് ഞാനങ്ങ് പേടിച്ചു. ഇതാ ഫോൺ, അമ്മയുടെ മൂത്തമോൻ വിളിക്കണ്. തീരെ താല്പര്യമില്ലാത്ത മട്ടിൽ ധീരവ് പറഞ്ഞു. ആര്? നീരുവോ? ഓനവിടെ എത്തിയാപ്പോ? ആകാംക്ഷയോടെ ഉഷ ഫോൺ വാങ്ങിക്കൊണ്ട് പറഞ്ഞു. ആവോ, എനിക്കെങ്ങനെ അറിയലേ എന്ന് പറഞ്ഞ് TV-യിൽ എന്തോ പരിപാടി കണ്ട് മുഴുകിയ ധീരവ് അതോടെ ഹാളിലേക്ക് വലിഞ്ഞു. മോനെ ധീരു, എടാ നീ അവിടെ എത്തിയാ? ആ അമ്മ എത്തി. കാലത്ത് പുറപ്പെട്ടതല്ലേ, ഇവിടെ എത്തിയ ഒരു കുളിയും കഴിഞ്ഞു. എന്നിട്ടാണ് ഞാൻ അമ്മയെ വിളിക്കണത്. എടാ പരിചയമില്ലാത്ത സ്ഥലാന്ന്, വെള്ളം മാറി കുളിച്ച് നിനക്ക് നീരിറങ്ങണ്ട. മര്യാദയ്ക്ക് തോർത്തെടുത്ത് തലയിലെ വെള്ളം ഉണക്കാൻ നോക്ക്. ഓ തുടങ്ങിയ അമ്മ, ഞാൻ കൊച്ചു കുട്ടിയല്ലാന്ന് അറിയില്ലേ? എടാ നീയും ധീരവും എനിക്കും നിന്റെ അച്ഛൻ എപ്പോഴും കൊച്ചുകുട്ടി തന്നെയാ. അതൊക്കെ പോട്ടെ, ഞാനിപ്പോ നിന്റെ മുറിയിലാന്ന്. പെട്ടെന്ന് മഴ വന്നപ്പോ അഴയുന്നെടുത്ത തുണിയെല്ലാം അകത്ത് കൊണ്ടുവെക്കാൻ വന്നതാ. അപ്പോഴാ നീ ഈയിടെയായി എന്നും കുത്തിക്കുറിക്കുന്ന ഡയറി മേശമേല് കണ്ടത്. അത് കേട്ടതും നിരഞ്ജനൊന്നും ഞെട്ടി. അയ്യോ, അപ്പോ ഞാനത് മേശവലിപ്പി വെച്ച് പൂട്ടിയില്ലേ എന്റെ മുത്തപ്പാ, അവൻ മനസ്സിൽ ഓർത്തു. നീരു, നീ എന്താ ഒന്നും മിണ്ടാത്തേ? അമ്മേ, അത് തുറക്കാനൊന്നും നിൽക്കണ്ട. ആ ധീരുവ് കണ്ടാ പിന്നെ അത് മതി. പിന്നെ ഒന്നും പറയണ്ട. എന്റെ തലയിണക്കടിയിൽ മേശവലിപ്പിന്റെ താക്കോലുണ്ട്. അമ്മ ഡയറി അതിനെടുത്ത് വെച്ച് പൂട്ടിയിട്ട് താക്കോൽ അമ്മയുടെ കൈ വെച്ചോ. ശരി. പിന്നെ നല്ലോണം ശ്രദ്ധിക്കണേ മോനെ. കാലത്ത് നീ ഇറങ്ങിപ്പോയി തൊട്ട് അച്ഛൻ വല്ലാത്ത ടെൻഷനിലാന്ന്. ഇതാ ഇപ്പൊ നല്ല കൂത്ത്. അതിന് ഞാനിവിടെ സ്ഥിരമായി പോയതൊന്നുമല്ലല്ലോ. 4 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങ് എത്തിയില്ലേ. പിന്നെ എന്തിനാപ്പ ഈ ടെൻഷൻ? എന്നാലും എനിക്ക് നീ ഇല്ലാത്തോണ്ട് എന്തോ ഒരു വല്ലായ്മ. അമ്മേ, സാറ് വിളിക്കുന്നുണ്ട്. ഞാൻ അച്ഛൻ പണി കഴിഞ്ഞ് വന്നിട്ട് വിളിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഡയറി മാറ്റിവെക്കാൻ മറക്കണ്ട. കോള് കട്ടായതും ഉഷ വീണ്ടും ചിന്തയിലാണ്ടു. എന്താപ്പാ ഇതിൽ മാത്രം ഇതിലുള്ളത്? അങ്ങനെ മനസ്സിൽ പറഞ്ഞപ്പോഴാണ് ഉഷ കഴിഞ്ഞ ദിവസത്തേക്ക് ഓർമ്മകളെ കൊണ്ടുപോയത്. കഴിഞ്ഞ ദിവസം താൻ അവന്റെ മുറിയിൽ ചെല്ലുമ്പോൾ അവൻ ഡയറിയിൽ എന്തോ എഴുതുകയായിരുന്നു. തന്റെ നിഴലുവട്ടം കണ്ടതും ചെക്കൻ പെട്ടെന്ന് എല്ലാം പൂട്ടിവെച്ച് ഞാനൊന്നറിയില്ലെന്ന രാമനാരായണ എന്ന മട്ടിലെ എഴുപ്പു. പോരാത്തതിന് ഒരു വളിച്ച ചിരി. എന്റെ മുത്തപ്പാ, ഇതിനു മാത്രം എന്താ ഈ ഡയറിയിലുള്ളേ എന്നും പറഞ്ഞ് കയ്യിലെ ഈർപ്പം സാരിത്തലപ്പിൽ തോർത്തി ഉഷ വിറയാർന്ന കൈകൾ കൊണ്ട് ആ ഡയറി കയ്യിലെടുത്തു. ശേഷം പതുക്കെ അതിന്റെ താളുകൾ മറിക്കാൻ തുടങ്ങി. അതിന്റെ ആദ്യ പേജ് ശൂന്യമായിരുന്നു. രണ്ടാമത്തെ പേജിൽ വലിയ അക്ഷരത്തിൽ ആലേഖനം ചെയ്ത വാക്കുകൾ കണ്ടതും ഉഷ വല്ലാതായി. അവൾ അലീന. ഉഷയുടെ നാവ് മന്ത്രിച്ചു. എന്റെ ദൈവമേ, ഇതാരായി അലീന? നീരു ഇതുവരെ ഈ പേര് ഇവിടെ പറഞ്ഞിട്ടില്ലാലോ. ഓന്റെ കൂടെ പഠിക്കണ ഒരുവിധം പെൺപിള്ളേരൊക്കെ എനിക്കറിയാം. ഈ പേര് എന്റെ മുത്തപ്പാ. ഉഷ നെഞ്ചത്ത് കൈവച്ചു. ആ മാതൃഹൃദയത്തിലേക്ക് പല ആവലാതികളും കടൽ തിരമാലകൾ പോലെ ഉയർന്നു വന്നു. പിറയാർന്ന കൈകൾ കൊണ്ട് ഉഷ അടുത്ത പേജ് മറിക്കാൻ തുടങ്ങി. അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന അക്ഷരങ്ങൾക്ക് പിറകെ ഉഷയുടെ നാവും മനസ്സും യാത്ര ചെയ്യാൻ തുടങ്ങി. ലോകമെമ്പാടും മഹാമാരി വ്യാപിച്ച COVID-19 പശ്ചാത്തലത്തിൽ കേരളം ലോക്ക്ഡൌൺ ആയിരിക്കുന്ന സമയമായതിനാൽ സൈക്കോളജിസ്റ്റും ക്രിമിനോളജിസ്റ്റുമായ പോളി എന്ന പോൾ വർഗീസും അദ്ദേഹത്തിന്റെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഭാര്യ കാവ്യയും കണ്ണൂരിലുള്ള തറവാട്ട് വീട്ടിൽ ചെറിയ ചെറിയ കൃഷിപ്പണിയിലും മുറ്റത്ത് മനോഹരമായ പൂന്തോട്ടം ഒരുക്കുന്ന ജോലികളുടെ തിരക്കിലുമായിരുന്നു. കേസുകളും അന്വേഷണങ്ങളും തൽക്കാലം മാറ്റിവെച്ച് കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന കുറച്ചു സമയം അവരും മറ്റുള്ളവരെ പോലെ ചില്ലറ ജോലിയും യൂട്യൂബ് നോക്കി പുതിയ പുതിയ പാചക പരീക്ഷണങ്ങളിലും സ്ഥിരമായി ഏർപ്പെട്ടു. ഒരു ഞായറാഴ്ച കാവ്യയുടെ അടുത്ത സുഹൃത്തായ അഡ്വക്കേറ്റ് ദീപ്തി ശങ്കർ രാവിലെ അവരുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. സുഹൃത്ത് എന്നതിലുപരി ഒരു കാലത്ത് ദീപ്തി കാവ്യയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരെയായിരുന്നു. കാവ്യയുടെ കയ്യിൽ നിന്നും പ്രമാദമായ ഒരു കേസിന്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു ദീപ്തി കാലത്ത് തന്നെ വന്നത്. ദീപ്തിയെ കണ്ടയുടൻ കാവ്യ അവളെ സൽക്കരിക്കുന്നതിൽ വ്യാപൃതയായി.
ചായ കുടിച്ചുകൊണ്ട് പോളിയും ദീപ്തിയും കാവ്യയും ഏറെ നേരം കുടുംബവിശേഷങ്ങൾ പങ്കുവച്ചും പഴയ ഏതോ കേസിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തും സമയം ചെലവഴിക്കാൻ തുടങ്ങി. പറഞ്ഞു വന്നതിനിടയിൽ പോളി ചോദിച്ചു, ഏതാണ് ഈ കേസ്? ആരാ പ്രതി? ഇത് നിമിഷ എന്ന യുവതിയുടെ മരണമാണ്. കൃത്യം പറഞ്ഞാൽ 2 മാസങ്ങൾക്ക് മുമ്പ്, അതായത് ഒക്ടോബർ 14-നാണ് ഭർത്ത വീട്ടിൽ യുവതിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളം കോരുന്നതിനിടെ അബദ്ധത്തിൽ കാൽത്തെറ്റി വീണതെന്നായിരുന്നു വീട്ടുകാർ പറഞ്ഞത്. അങ്ങനെയാണ് ആദ്യമൊക്കെ പോലീസും വിവരമറിഞ്ഞ് തടിച്ചുകൂടിയ നാട്ടുകാരും കരുതിയത്. എന്നാൽ ഭർത്താവും എഞ്ചിനീയറുമായ സനീഷിന്റെ പരസ്പര വിരുദ്ധമായ മൊഴിയിൽ അത് ആത്മഹത്യയല്ല, മറിച്ച് കൊലപാതകമാണെന്ന് പോലീസിന് മനസ്സിലായി. കൊലയാളി ഭർത്താവ് തന്നെയല്ലേ? എന്താ കാരണം? സ്വത്ത്, ഗാർഹിക പീഡനം? യെസ്, അതൊക്കെ തന്നെ. പീഡനം, സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ. കിണറ്റിൻകരയിലെ അഴയിൽ അലക്കി ഉണക്കാനിട്ട വസ്ത്രമെടുക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങിയ നിമിഷയെ ഭർത്താവ് സനീഷ് കിണറ്റിൽ തള്ളിയിട്ടു. അതേസമയം അവളുടെ നിലവിളി പുറത്തു കേൾക്കാതിരിക്കാൻ നല്ല ശബ്ദത്തിൽ TV ഓൺ ചെയ്ത് വെക്കുകയും ചെയ്തു. വലിയ ജനവാസമില്ലാത്തൊരു സ്ഥലമായിരുന്നു ഈ സംഭവം നടന്ന പ്രദേശം. ആർത്തലച്ച് നിലവിളിച്ചാലും പുറത്തുനിന്ന് അങ്ങനെയാരും കേൾക്കില്ല. രക്ഷിക്കണേ എന്ന് ആ പാവം ആവുന്നത്ര കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു. എങ്ങനെയെങ്കിലും ആരെങ്കിലും ഓടി വന്നാലോ എന്നോർത്ത് ഒടുവിൽ സനീഷ് തന്നെ നിമിഷയ്ക്ക് കിണറ്റിൽ നിന്ന് പിടിച്ചു കയറ്റാൻ കയറിട്ട് കൊടുത്തു. അവൾ എങ്ങനെയൊക്കെയോ പിടിച്ച് മുകളിലേക്ക് കയറി വന്നു. പക്ഷേ കയറ് വലിച്ചെടുത്ത കൈകൊണ്ട് വീണ്ടും അയാൾ അവളെ കിണറ്റിലേക്ക് തന്നെ തള്ളിയിട്ടു. ആ വീഴ്ചയെ തലപോയി കിണറ്റിലെ പാറയിലിടിച്ചു. അതായിരുന്നു പോസ്റ്റ്മോർട്ടം അനുസരിച്ച് മരണകാരണം. പോളിനറിയാം ഈ സ്ഥലം. നിങ്ങളുടെ അന്വേഷണ ജീവിതഘട്ടത്തിലെ നാഴികക്കല്ലായ അലീന എന്ന സ്റ്റാഫ് നഴ്സിന്റെ സ്ഥലം. ആയമ്പാറക്കാവ്. അവിടെയാണ് ഈ നിമിഷ എന്ന പെൺകുട്ടിയുടെ മരണം നടന്നത്. ഓ, ആയമ്പാറക്കാവ്. ഞാൻ ഓർക്കുന്നു ദീപ്തി. അതൊരു വല്ലാത്ത കേസായിരുന്നു. ചില സമയങ്ങളിൽ എന്റെ സമനില തെറ്റിച്ച കേസ്. അതെനിക്കറിയാലോ. പോലീസിനും ഫോറൻസിക് വിദഗ്ധർക്കും കണ്ടെത്താൻ കഴിയാത്ത തെളിവുകൾ കണ്ടെത്തി പ്രതിയെ പൂട്ടിയ സൈക്കോളജിസ്റ്റും ക്രിമിനോളജിസ്റ്റുമായ പോൾ എന്ന പോൾ വർഗീസിന്റെ അന്വേഷണ കാലഘട്ടത്തിലെ പൊൻതൂവലായിരുന്നല്ലോ അത്. കൂടാതെ തന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റും. ആ ഫോറൻസിക് വിഭാഗത്തിൽ കാവ്യയുണ്ടായിരുന്നു അല്ലേ? അവിടെ വെച്ച് പോളിനെ പരിചയപ്പെടുന്നു. പിന്നീട് 1-2 കേസുകളിൽ ഒരുമിച്ച് ജോയിൻ ചെയ്തു. പിന്നെ പ്രണയമായി, ഒളിച്ചോട്ടമായി, മതവികാരത്തെ വെല്ലുവിളിച്ച് ഒടുക്കം കല്യാണം കഴിഞ്ഞ് ഇന്നിവിടെ എത്തി നിൽക്കുന്നു അല്ലേ? പഴയ ഓരോ കാര്യങ്ങൾ ഓർക്കുന്ന വേളയിൽ അവർ അലീന എന്ന നഴ്സിന്റെ കൊലപാതകത്തെക്കുറിച്ചും ഓർത്തെടുത്തു. 1-2 വർഷം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കണ്ണൂർ നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സായിരുന്നു അലീന. അവിവാഹിതയും 26 വയസ്സിനുടമയുമായ വെളുത്തു മെലിഞ്ഞ ശാലീന സുന്ദരിയായ പെൺകുട്ടി. കണ്ണൂർ നഗരത്തിന്റെ അല്പം ഉൾഭാഗത്താണ് ആയമ്പാറക്കാവ് എന്ന സുന്ദരമായ നാട്ടിൻപുറത്താണ് അലീനയുടെ വീട്. കാവിൽ നിന്ന് 1 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്തു വേണം അലീനയ്ക്ക് നഗരത്തിലെ ഹോസ്പിറ്റലിലെത്താൻ. രാവിലെ 7 മണിക്കാണ് അലീനയുടെ ഡ്യൂട്ടി ടൈം. 5:45 കഴിയുമ്പോൾ അവൾ വീട്ടിൽ നിന്നിറങ്ങും. ചെറിയ പാടവും അത് കഴിഞ്ഞുള്ള ഒരു ചെറിയ തോടും തോടിനു കുറുകെയുള്ള മരത്തിന്റെ ഒരു പാലവും കയറിയിറങ്ങി വേണം കവലയിലെത്താൻ. പാലമിറങ്ങി തോടിന്റെ കരപിടിച്ചു നടന്നാൽ കവലയിലെത്തും. അപ്പോഴേക്കും 6 മണിക്കുള്ള കുടജാദ്രി എന്ന ബസ് വരും. ഇതാണ് അലീനയുടെ പതിവ് യാത്ര. വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലെത്താൻ കഷ്ടിച്ച് 10 മിനിറ്റ്. അവളുടെ നാടാണ് ആയമ്പാറക്കാവ്. നേഴ്സായതുകൊണ്ട് തന്നെ അവളെ അറിയാത്തവർ ആരും തന്നെ ആ നാട്ടിലില്ലായിരുന്നു. അവളുടെ അച്ഛൻ പൈലിയും നാട്ടിലെ ഒരു പരോപകാരിയാണ്. പതിവായി നടന്നു പോകുന്ന വഴികൾ. അവൾ ടൗണിലേക്ക് പോയതും സ്കൂളിൽ പോയതും കോളേജിൽ പോയതും നഴ്സിംഗ് പഠിക്കാൻ പോയതും തുടർന്ന് ജോലിക്ക് പോയതും എല്ലാം ആ വഴി തന്നെയാണ്. അതുകൊണ്ട് അവൾക്ക് സുപരിചിതമായിരുന്നു ആ വഴികളും നാടും നാട്ടുകാരും പാടവും തോടും കവലയും എല്ലാം. പൈലിച്ചായന്റെ മകളെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു എന്ന് സ്പഷ്ടം. അങ്ങനെ ഒരു ജൂലൈ മാസത്തിന്റെ തുടക്കത്തിൽ രാവിലെ പതിവ് പോലെ ഹോസ്പിറ്റലിലേക്ക് പോയ അലീന വൈകുന്നേരമായിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല. കാലത്തിറങ്ങാൻ നേരം വന്ന ചാറ്റൽ മഴയ്ക്ക് തന്നെ അവൾ ജോലിക്ക് വീട് വിട്ടിറങ്ങിയതാണ്. എത്താനുള്ള നേരം കഴിഞ്ഞിട്ടും അവളെ കാണാതെ വീട്ടുകാർക്ക് ആദിയായി. പ്രായമായ അച്ഛൻ, അമ്മ മേരിയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഉണ്ടായിരുന്ന ഒരു ചേച്ചി വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലായിരുന്നു താമസം. ബന്ധുക്കളും അയൽവാസികളുമായി കുറച്ചുപേരും കാര്യം അറിഞ്ഞതോടെ തലങ്ങും വിലങ്ങും അന്വേഷണം തുടങ്ങി. അങ്ങ് തിരുവമ്പാടിയിൽ നിന്ന് ചേച്ചിയും ഭർത്താവും വന്നതിന് ശേഷം ഇനിയും കാത്തിരുന്നാൽ അബദ്ധമായി പോകുമെന്നുറപ്പിച്ച് അന്ന് രാത്രി തന്നെ 10 മണിയോടുകൂടി അവർ ആയമ്പാറ പോലീസിൽ വിവരം അറിയിച്ചു. കേസ് ഫയൽ ചെയ്യേണ്ട താമസം. പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്
അന്നത്തെ ദിവസം അലീന ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല എന്ന ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. രാവിലെ പതിവ് പോലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയ അലീന ഹോസ്പിറ്റലിൽ അന്നത്തെ ദിവസം ജോയിൻ ചെയ്തിട്ടില്ല എന്ന് ഹോസ്പിറ്റൽ തെളിവ് നിരത്തി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി. ഹോസ്പിറ്റലിലെ കൂടെയുള്ള സഹപ്രവർത്തകരെ ഡിവൈഎസ്പി ജോസഫ് വടക്കൻ ചോദ്യം ചെയ്തുവെങ്കിലും കാര്യമായി തുമ്പൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് അലീനയുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്താൻ വടക്കൻ തുനിഞ്ഞത്. കാണാതായതിന്റെ തലേ ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പതിവ് പോലെ പോയതല്ലാതെ മറ്റൊരു കഥയും സഹപ്രവർത്തകരായ നഴ്സുമാർക്ക് പറയാനുണ്ടായിരുന്നില്ല. ജോലിക്കെന്ന് പറഞ്ഞ് കാലത്ത് വീട് വിട്ടിറങ്ങിയ അലീന എന്ന നഴ്സിന് പിന്നീട് എന്ത് സംഭവിച്ചു? ആ ചോദ്യശരം വടക്കന്റെ തലയിൽ ഭാരം കൂട്ടി. സർ, ഇത് കാണാതായ അലീനയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ്. ശുഭ്രവസ്ത്രധാരിയായ ഏതാണ്ട് അലീനയുടെ പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയെ ജോസഫിന് നേരെ ചൂണ്ടിക്കാട്ടി SI ശരൺ പറഞ്ഞു. പേരെന്താണ്? റിൻസി എന്നാണ് സാറേ. റിൻസി എത്ര വർഷമായി ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു? 2 വർഷമായി സർ. കാണാതായ അലീനയുടെ അടുത്ത കൂട്ടുകാരികളിൽ ഒരാളാണ് താനും അല്ലേ? ഈ അലീനയ്ക്ക് ബോയ് ഫ്രണ്ട് അങ്ങനെ ആരെങ്കിലുമായി അടുപ്പുണ്ടായിരുന്നോ? ഇല്ല സർ. FBയിൽ കുറച്ച് ഫ്രണ്ട്സ് ഉള്ളതല്ലാതെ അവൾക്ക് അങ്ങനെ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല സർ. ഓക്കെ, അങ്ങനെ ആഴത്തിലുള്ള റിലേഷൻ ഒന്നുമില്ല അല്ലേ? ഓക്കെ. അവസാനമായി എപ്പോഴാണ് നിങ്ങൾ തമ്മിൽ കണ്ടത്? മിനിഞ്ഞാന്ന് വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ചാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത്. ഓവർ ഡ്യൂട്ടി ആയിരുന്നു. പോരാത്തതിന് എനിക്ക് നല്ല ക്ഷീണവും. പിന്നെ ഓരോന്ന് പറഞ്ഞ് നടന്ന് ടൗണിലെ ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി പതിവ് പോലെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുപോയി. ഞങ്ങൾ രണ്ടുപേരും 2 ബസ്സിൽ പോകുന്നവരായിരുന്നു. അവൾ അയമ്പാറ റൂട്ട് ബസ്സിൽ കയറുന്നതാണ് ഞാൻ ഒടുക്കം കണ്ടത്. അന്നത്തെ ദിവസം ഡ്യൂട്ടിക്ക് വന്ന അലീനയുടെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ എന്തെങ്കിലും ഭാവവ്യത്യാസങ്ങളുണ്ടായിരുന്നോ? ഇല്ല സർ, അങ്ങനെയൊന്നുമില്ല. പതിവ് പോലെ ഒരുപാട് സംസാരിച്ചും ജോലി ചെയ്തുമൊക്കെയാണ് വൈകുന്നേരം ഞങ്ങൾ പിരിഞ്ഞത്. പിന്നെ പറഞ്ഞില്ലേ സർ, അന്നത്തെ ദിവസം ഹോസ്പിറ്റൽ കേസ് കൂടുതലായിരുന്നു. എന്തായിരുന്നു അന്ന് ഇത്രമാത്രം കേസ്? അത് സാറേ, ഒരു സ്കൂൾ വാൻ അപകടത്തിൽപ്പെട്ട് കുറച്ച് കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് അന്നായിരുന്നു. ആ, ഓക്കെ ശരിയാണ്, ഞാൻ ഓർത്തില്ല. റിൻസിയോട് ചോദ്യങ്ങൾ ചോദിച്ചു പോകാൻ നേരം ജോസഫിനെ ഒരു പ്രായം ചെന്ന സ്ത്രീ പിറകിൽ നിന്ന് വിളിച്ചു. ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിലെ ഒരു ചേച്ചിയായിരുന്നു അത്. അപ്പോഴാണ് അമ്മയെന്ന വിളി കേട്ട് വായനയിൽ മുഴുകിയിരുന്ന ഉഷ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നതും പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും. നോക്കിയപ്പോൾ ഇളയ മകൻ ധീരവ് വാതിൽ പടിക്കൽ നിൽക്കുന്നു. എന്താ മോനെ? അല്പം പതർച്ചയോടെ ഉഷ ചോദിച്ചു. പണി കഴിഞ്ഞ് അച്ഛൻ വന്നു. ഓ, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോപ്പാ. നീ എന്തേ എന്നോട് വന്ന് അച്ഛൻ വന്നത് പറയാഞ്ഞേ? ഞാൻ TV കാണുമായിരുന്നു. അച്ഛൻ വന്നപാടെ മേല് കഴുകി ഉമ്മറത്തേക്ക് കയറിയപ്പോഴാണ് ഞാൻ കണ്ടത് തന്നെ. നീ നിന്റെ ഒരു ഒടുക്കത്തെ TVയും എടുത്തത് കിണറ്റിലെറിന്റെ സമയം കളഞ്ഞു. ഓ, എന്നാ പിന്നെ എടുത്ത് കിണറ്റിലിട്. അതോടെ അമ്മയുടെ കണ്ണീർ സീരിയൽ കാണൽ നിൽക്കോലോ. എടാ, നീ എന്നോട് തൊള്ള കീറാണ്ട് അപ്പുറത്തെ തൊടിയിൽ നിന്ന് കുറച്ച് കപ്പ പറിച്ചോണ്ട് വാ. ടോർച്ചെടുത്തു. ഓ, ആയിക്കോട്ടെ. അതും പറഞ്ഞ് ധീരവ് തുള്ളിക്കൊണ്ട് പുറത്തേക്ക് പോയി. ഉഷ നിരഞ്ജന്റെ ഡയറി തുടർന്ന് വായിക്കാനുള്ള പേജിൽ അടയാളം മടക്കി വെച്ച് അത് മേശവലിപ്പിൽ വെച്ച് സാരിത്തലപ്പ് കൊണ്ട് മുഖമൊപ്പി ഹാളിലേക്ക് നടന്നു. ഹാളിലേക്ക് കടക്കുമ്പോഴേക്ക് നീരുവിന്റെ അച്ഛൻ ചന്ദ്രൻ കുളി കഴിഞ്ഞ് തലമുടിയിലെ ഇറനുണക്കി തോർത്ത് അയലിടുകയായിരുന്നു. ചന്ദ്രേട്ടാ, ഇതെന്താ വന്നിട്ട് എന്നെ വിളിക്കാഞ്ഞേ? അതാണല്ലോ പതിവ്. ഓ, പണി കഴിഞ്ഞ് ആകെ വിയർത്ത് കുളിച്ചിരുന്നു. പിന്നെ പുറത്ത് കോലായിൽ ഉണക്കാനിട്ട തോർത്ത് കണ്ടതും കുളിക്കാനുള്ള വെള്ളം കോരാൻ കിണറ്റിൻകരയിലോട്ട് പോയി. എന്നാ പിന്നെ ഞാൻ ചോറെടുത്ത് വെക്കാം എന്നും പറഞ്ഞ് ഉഷ അടുക്കളയിലേക്ക് പോയി. അപ്പോഴും ഉഷയുടെ മനസ്സിൽ ആയമ്പാറ കാവിലെ അലീനയ്ക്ക് എന്ത് സംഭവിച്ചു എന്നായിരുന്നു. ചമ്മന്തിക്കുട്ടി അത്താഴം കഴിക്കുന്നതിനിടെ ചന്ദ്രൻ ചോദിച്ചു. ഉഷേ, നീരു വിളിച്ചോ? വിളിച്ചു, വൈകിട്ട്. ഞാനത് ചന്ദ്രേട്ടനോട് പറയാൻ വരുവാ. ഓനില്ലാത്തോണ്ട് ഈ വീട് ഉറങ്ങിയ പോലെയായി. എന്തോ ഒരു വല്ലായ്മ. എനിക്കങ്ങനെ തന്നെ. സാരമില്ല, ഓൻ സ്റ്റഡി ടൂർ കഴിഞ്ഞ് 4 ദിവസമാകുമ്പോൾ ഇവിടെ എത്തോലോ. നിങ്ങൾ വന്നിട്ട് ഓനെ വിളിക്കാന്ന് വെച്ച് നിന്നതാ ഞാൻ. വേണ്ട, സമയം വൈകിയില്ലേ, നമുക്ക് കാലത്തോനെ വിളിക്കാം. അത്താഴശേഷം ചന്ദ്രനും ധീരുവും TVയിലെ വാർത്ത കാണുന്നതിലും ഉഷ അടുക്കള പണിയിലും വ്യാപൃതയായി. എന്തൊക്കെയോ പണികൾ കാട്ടിക്കൂട്ടി ഉഷ അടുക്കളയിലെ ലൈറ്റ് അണച്ച് ഹാളിലൂടെ നീരുവിന്റെ മുറിയിലേക്ക് ബാക്കി വായിക്കാൻ വെച്ച കഥ വായിക്കാൻ വെപ്രാളപ്പെട്ട് നടന്നു. ഉഷേ, തനിക്ക് സീരിയൽ കാണണ്ടേ? ചന്ദ്രൻ ചോദിച്ചു. വേണ്ട ചന്ദ്രേട്ടാ, ഞാൻ നീരുവിന്റെ മുറിയിൽ അയൽ കിടന്ന കുപ്പായം മടക്കി വെക്കട്ടെ. എടാ ധീരു, അച്ഛന് കുടിക്കാൻ വേണേ വെള്ളം എടുത്തു കൊടുക്കണോട്ടോ എന്നും പറഞ്ഞ് ഉഷ തിരിഞ്ഞു നടന്നു.
സാധാരണ 9 മണിക്ക് അച്ഛനോട് യുദ്ധം നടത്തി സീരിയൽ കാണുന്ന അമ്മയ്ക്ക് ഇന്നിത് എന്തു പറ്റി? ഇതറിയാതെ ധീരവ് അമ്പരന്നു. മുറിയിലെത്തിയ ഉഷ ലൈറ്റ് തെളിച്ച് മേശവലിപ്പിൽ നിന്ന് വർദ്ധിച്ച ആകാംക്ഷയോടെ ഡയറി കയ്യിലെടുത്തു. ശേഷം അവർ കട്ടിലിൽ ചെന്നിരുന്നു. പതുക്കെ നേരത്തെ മടക്കി വെച്ച അടയാളം മാറ്റിവെച്ച് ഉഷ അത് തുടർന്ന് വായിക്കാൻ തുടങ്ങി. എന്താണ്? സാറേ, കഴിഞ്ഞ ദിവസം ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. എന്തു പ്രശ്നം? അലീന മോള് രാവിലെ കൗണ്ടറിൽ വന്നിരുന്നു. എൻ്റെ അടുത്ത് ഒരു ചായ പറഞ്ഞു. കൂട്ടത്തിലൊരു പഴംപൊരി അവളെടുത്ത് കഴിക്കാനും തുടങ്ങി. ആ സമയം 2 ചെറുപ്പക്കാർ അവളെ അന്വേഷിച്ചു വന്നു. അവർ മാറി നിന്ന് കുറച്ചു നേരം സംസാരിക്കുന്നത് കണ്ടു. ആദ്യമൊക്കെ സൗമ്യമായിട്ടായിരുന്നു സംസാരിച്ചത്. വല്ല ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആവുമെന്ന് ഞാൻ കരുതി. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഉച്ചത്തിൽ തർക്കിക്കുന്നത് കണ്ടു. അലീന മോള് കൈകൊണ്ട് പറ്റില്ല എന്നൊക്കെ ആംഗ്യം കാണിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. വാക്കുതർക്കം ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കുമെന്നായപ്പോൾ അവർ അപ്പോൾ സ്വയം തിരിച്ചുപോയി. കാണാതായതിന്റെ തലേ ദിവസം രാവിലെ അല്ലേ? ഏകദേശം എത്ര മണിയായിട്ടുണ്ടാവും? ഒരു 11:30 കഴിഞ്ഞു കാണും സാറേ. ശരൺ, ആ കോഫി കൗണ്ടറിന് മുന്നിലെ CCTV ചെക്ക് ചെയ് വേഗം. അത് കഴിഞ്ഞ് എന്തുണ്ടായി? അത് കഴിഞ്ഞ് അവൾ എന്തൊക്കെയോ ദേഷ്യത്തിൽ സംസാരിച്ചു കൊണ്ടുവന്ന് കസേരയിലിരുന്നു. പിന്നെ ആരെയോ ഫോണിൽ വിളിച്ചു. എന്തായിരുന്നു സംസാരിച്ചു എന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ? ഒന്ന് ഓർത്തു നോക്കിയേ. അതവൾ പറഞ്ഞത്, നോ, നിങ്ങൾ എന്തു പറഞ്ഞാലും ഇത് റിപ്പോർട്ട് ചെയ്യും, ഇതിനൊന്നും കൂട്ടുനിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല, അങ്ങനെ എന്തൊക്കെയാണ് സാറേ പറഞ്ഞത്. കൂടുതലൊന്നും അങ്ങ് വ്യക്തമായില്ല. ശരൺ, സൈബർ സെല്ലിലെ തന്റെ കൂട്ടുകാരൻ രാകേഷിനെ വിളിച്ച് അലീനയുടെ നമ്പറിൽ നിന്ന് അന്നത്തെ ദിവസം രാവിലെ 11:30 ശേഷം പോയ കോൾ ആരുടേതാണെന്ന് ട്രേസ് ചെയ്യണം. കൂടാതെ അന്ന് അലീനയുടെ ഫോണിൽ നിന്ന് പോയ എല്ലാ ഔട്ട് ഗോയിങ് ഇൻകമിംഗ് കോൾസിന്റെ ഡീറ്റെയിൽസ് എടുക്കണം. പെട്ടെന്ന് വേണം. യെസ് സർ. ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം ജോസഫ് അടക്കൻ CCTV ചെക്ക് ചെയ്യുന്നിടത്തേക്ക് പോയി. ആ CCTVയിൽ വളരെ വ്യക്തമായി ആ ചെറുപ്പക്കാരുടെ മുഖം തെളിഞ്ഞു. അവരെക്കുറിച്ചുള്ള ഊർജിതമായ അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് ശേഷം ജോസഫ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. അടുത്ത ദിവസം അലീനയുടെ നമ്പറിൽ നിന്ന് പോയ മുഴുവൻ കോളുകളുടെയും ഡീറ്റെയിൽസുമായി ശരൺ വന്നു. രാവിലെ 11:30 ശേഷം പോയ കോളിന്റെ വിവരം കിട്ടിയ ഉടൻ ജോസഫ് ജീപ്പ് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിലെ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ കോളായിരുന്നു അത്. ജോസഫ് നഴ്സിംഗ് സൂപ്രണ്ടിന്റെ മുറിയിൽ കയറി അവരെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യുന്ന വേളയിലാണ് ക്രിമിനോളജിസ്റ്റായ പോൾ ഹോസ്പിറ്റലിലെത്തിയത്. ജോസഫ് വിളിച്ചിട്ടായിരുന്നു പോൾ അവിടെ എത്തിച്ചേർന്നത്. ശരൺ സാർ, ജോസഫ് സാർ എന്തേ? സാർ അകത്തുണ്ട്. ഇവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ടിനെ ചോദ്യം ചെയ്യാണ്. പെൺകുട്ടിയെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ഇല്ല പോൾ, വീണ്ടും വീണ്ടും നഴ്സുമാരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാ പെൺകുട്ടി ഫേസ്ബുക്കിലൊക്കെ വളരെ ആക്റ്റീവാണ്. കണ്ടില്ലേ? പോൾ നോക്ക്. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നഴ്സുമാരിൽ ഒരാളുടെ ഫോണിൽ ശരൺ അലീനയുടെ ഫേസ്ബുക്ക് പോളിനെ കാണിച്ചു. ഫോൺ വാങ്ങിയതിനു ശേഷം പോൾ ചോദിച്ചു, ഇത് ആരുടെ ഫോണാണ്? എന്റെയാ സാറേ, കൂട്ടത്തിലൊരു പെൺകുട്ടി പറഞ്ഞു. ഫേസ്ബുക്കിൽ അലീനയുടെ പ്രൊഫൈൽ ഒന്ന് എടുക്കാവൂ? എടുത്തുതരാം സാർ. കൂട്ടുകാരിയുടെ ഫോണിൽ നിന്നും അലീനയുടെ പ്രൊഫൈൽ എടുത്ത ശേഷം പോൾ അത് കുറേ നോക്കി. ഫോൺ തിരികെ കൊടുത്ത് പോൾ തന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് വിളിച്ചു. രാകേഷ്, ഒരു ID തരാം, അതൊന്ന് ചെക്ക് ചെയ്ത് ആവശ്യമുള്ള ഡീറ്റെയിൽസ് തരണം. സൂപ്രണ്ടിന്റെ മുറിയിൽ നിന്നും ഇറങ്ങി വന്ന ജോസഫ് പോളിനെയും കൂട്ടി ജീപ്പിലേക്ക് കയറി. എന്താ സാർ ഏറ്റവും പുതിയ വിവരങ്ങൾ? അലീനയെ കാണാതായതിന്റെ തലേ ദിവസം ഹോസ്പിറ്റലിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു സൂയിസൈഡ് കേസ് അവിടെ വന്നിരുന്നു. നമ്മുടെ VK ബിൽഡേഴ്സിന്റെ ഉടമ ഡേവിഡ് കോശിയുടെ ബന്ധുവിന്റെ ഭാര്യയായിരുന്നു സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച ആ യുവതി. എന്നിട്ട് ആശ്രയിക്കെന്തെങ്കിലും? ഇല്ല പോൾ, ഒരു ചെറിയ പരിക്ക്. കയ്യിലെ ഞരമ്പ് കട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഹോസ്പിറ്റലുമായി അടുത്ത ബന്ധം പുലർത്തിയ അവർ നഴ്സിംഗ് സൂപ്രണ്ടുമായി സംസാരിച്ചും മറ്റും ഡിസ്ചാർജ് വാങ്ങി പെട്ടെന്ന് വീട്ടിലോട്ട് പോകാൻ ഒരുങ്ങി. പക്ഷേ ആ യുവതിയെ ട്രീറ്റ്മെന്റ് ചെയ്ത അലീനയ്ക്ക് അതൊരു മർഡർ അറ്റംപ്റ്റ് ആണോ എന്ന് സംശയം തോന്നി. അവരുടെ ശരീരത്തിൽ അങ്ങിങ്ങായി മർദ്ദനമേറ്റ പാടുകൾ കണ്ട അലീന അത് നഴ്സിംഗ് സൂപ്രണ്ടിനെ അറിയിച്ചു. എന്നാൽ സൂപ്രണ്ടിന്റെ ഭാഗത്ത് തണുത്ത പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇത് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ അലീന തീരുമാനിച്ചിരിക്കണം. ആ സമയത്തായിരിക്കാം രാവിലെ VK ബിൽഡേഴ്സ് ഉടമ ഡേവിഡിന്റെ 2 ഗുണ്ടകൾ അലീനയെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നതും വിവരങ്ങൾ പുറത്തു പറയാതിരിക്കാൻ പണം ഓഫർ ചെയ്തതും. പക്ഷേ അവളത് നിരസിച്ചെന്ന് മാത്രമല്ല, അത് പോലീസിൽ അറിയിക്കാൻ തുനിഞ്ഞിരിക്കും. ആ CCTV ദൃശ്യങ്ങളിൽ അവരോട് കയർത്ത് സംസാരിക്കുന്നതിൽ നിന്നും അത് സ്പഷ്ടമാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് VK ബിൽഡേഴ്സ് ഉടമ ഡേവിഡിനെ കാണാൻ, പിന്നെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച ആ യുവതിയുടെ വീട്ടിലേക്കും, അല്ലേ? യെസ്, തീർച്ചയായും. അവർ അറിയാതെ അലീന എന്ന നഴ്സിന് ഒന്നും സംഭവിക്കില്ല.
ജോസഫ് ജീപ്പിന്റെ വേഗത കൂട്ടി. പോൾ അപ്പോഴും ജോസഫ് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു തൃപ്തി വരാതെ എന്തോ ചിന്തിച്ചിരിക്കുമായിരുന്നു. പോൾ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. VK ബിൽഡേഴ്സ്, ഡേവിഡ്, സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച സ്ത്രീ, ഈ യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് എന്റെ മനസ്സ് പറയുന്നു. പോൾ, എന്താ താനീ പറയുന്നേ? ഇത്രയും തെളിവുകളുണ്ടായിട്ടും അന്വേഷിക്കാതെ പിന്മാറാണോ? കാണാതായത് ഒരു പെൺകുട്ടിയെയാണ്, നഗരത്തിലെ നഴ്സിനെയാണ്. അന്വേഷിക്കേണ്ടെന്നല്ല, എനിക്കെന്തോ അലീനയ്ക്ക് മറ്റെന്തോ സംഭവിച്ചിരിക്കാം എന്ന് തോന്നുന്നു. അത് കേട്ട് ജോസഫ് അപ്പോൾ തന്നെ അമിത വേഗത്തിലായ ജീപ്പ് ബ്രേക്കിട്ട് നിർത്താൻ തുടങ്ങി. ഡേവിഡ് കോശിയുടെ വീട്ടിലേക്കുള്ള യാത്ര പാതി വഴിയിൽ അവസാനിപ്പിച്ച് പോളും ജോസഫും ജീപ്പ് ഒരു ചായക്കടയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തി. പോളൊന്നും മുൻകൂട്ടി കാണാതെ അങ്ങനെ പറയില്ല എന്ന് ജോസഫിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഒന്നിലേലും കുറെ കാലായാലോ സഹയാത്രികരായിട്ട്. പതുക്കെ ജോസഫ് ഒരു സിഗരറ്റിന് തീ കൊളുത്തി ജീപ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ശേഷം പോളിനെ നോക്കി. പോൾ, കിട്ടിയ തെളിവുകൾ വെച്ച് അവിടേക്ക് പോകണ്ട എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നേ? സർ, ഡേവിഡ് കോശിയുടെ എസ്റ്റേറ്റ് വീട്ടിലേക്ക് SI ശരണിനെയോ മറ്റോ പറഞ്ഞയച്ച് അന്വേഷിക്കുന്നതാകും നല്ലത്. അതേസമയം നമുക്ക് ഈ യാത്ര അലീനയുടെ നാടായ ആയമ്പാറ കാവിലേക്ക് തിരിക്കാം. ജീപ്പിൽ നിന്ന് ഇറങ്ങിയ ശേഷം പോൾ മറുപടി പറഞ്ഞു. പോൾ, അവിടെ ഞങ്ങൾ പോയതാണ്. വീട്ടുകാരുടെയും ചില ബന്ധുക്കളുടെയും അയൽവാസികളുടെയും സാഹചര്യം മൊഴി എടുത്തിട്ടുമുണ്ട്. ഇനിയിപ്പോ വീണ്ടും പോകണോ? വേണം സർ, പോയേ തീരൂ. രാവിലെ അലീന വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പുറപ്പെട്ടിരുന്നോ എന്ന് വീണ്ടും അന്വേഷിക്കണം. വീട്ടുകാരോട് ഒരിക്കൽ കൂടി നമുക്ക് വിശദമായി സംസാരിക്കണം. കൂട്ടത്തിൽ അലീനയുടെ മുറിയും പരിശോധിക്കണം. ശരി, പോളിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകാം. സിഗരറ്റ് കുറ്റി താഴെയിട്ട് ബോട്ട് കൊണ്ട് ചവിട്ടി ചതച്ച് ജോസഫ് വണ്ടിയിൽ കയറി. കൂടെ പോളും കയറി. ജോസഫ് ഫോണെടുത്ത് SI ശരണിനെ വിളിച്ചു. എത്രയും പെട്ടെന്ന് DK ബിൽഡേഴ്സ് ഉടമ ഡേവിഡിന്റെയും പിന്നെ അന്ന് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന അയാളുടെ ബന്ധുവിന്റെ വീട്ടിലും അന്വേഷിക്കാൻ ഉത്തരവിട്ടു. ശേഷം അവർ അലീനയുടെ നാടായ ആയമ്പാറ കാവിലേക്ക് യാത്ര തിരിച്ചു. കണ്ണൂരിന്റെ നഗരത്തിൽ നിന്നും തെല്ലുമാറി ഏതാണ്ട് കാസർഗോഡ് ബോർഡറിന് തൊട്ടടുത്ത് ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശമാണ് ആയമ്പാറ കാവ്. കാവും തൊടിയും കുടവും ഒരു തെയ്യക്കാലത്തിന്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും സമ്പൽ സമൃദ്ധിയിൽ പ്രകൃതി രമണീയമായ സ്ഥലം. ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന പാടവും നെൽവയലുകളും തെങ്ങിൻ തോപ്പുകളും ചെറിയ പുഴയും കുഞ്ഞു കുഞ്ഞു തോടുകളുമൊക്കെ സമ്മിശ്രമായുള്ള ഒരു ഗ്രാമം. കൂടുതലും കൃഷിക്കാരായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്നത്. തനി നാട്ടിൻ പുറത്തുകാർ. നഗരത്തിൽ നിന്ന് 10-20 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ ഗ്രാമം. വൈകുന്നേരം 4 മണിയോട് അടുക്കാറായപ്പോൾ ജോസഫിന്റെ വാഹനം അലീനയുടെ നാടായ ആയമ്പാറ കാവിലേക്ക് കയറി. 4 ആള് കൂടുന്ന ഒരു ചെറിയ കവലയിൽ ജീപ്പ് ഒതുക്കി നിർത്തിയതിനു ശേഷം ജോസഫ് പോളിനോട് പറഞ്ഞു. പോളെ, ആ കാണുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നാണ് അലീനയെന്നും ഹോസ്പിറ്റലിലേക്ക് ബസ് കയറാറ്. പോള് വണ്ടിയിൽ നിന്നും ഇറങ്ങി പതുക്കെ ആ ബസ് സ്റ്റോപ്പിൽ ലക്ഷ്യമാക്കി നടന്നു. DYSP ജോസഫ് വടക്കൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി അയാളെ അനുഗമിച്ചു. നടന്നപ്പോൾ ആ കവലയുടെ മധ്യത്തിൽ ചെന്ന് നിന്ന് ചുറ്റും തന്റെ കണ്ണുകൾ കൊണ്ട് ക്ഷണം നേരം വീക്ഷിച്ചു. ഒരു പെട്ടിക്കടയും അതിനോട് ചേർന്ന ചെറിയൊരു ഷെഡ് പോലെ കെട്ടിയ ഒരു ബസ് സ്റ്റോപ്പും പിന്നെ ഒരു പലചരക്ക് കടയും ചെറിയൊരു ചായക്കടയും ഒരു തുന്നൽ കടയും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ജോസഫ് അടുത്തു വന്ന് അലീന വീട്ടിൽ നിന്ന് പതിവായി നടന്നു വരാറുള്ള പാടവരമ്പത്തെ വഴി പോളിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. നമുക്കും ഈ വഴിയൊന്ന് നടന്ന് അലീനയുടെ വീട്ടിലേക്ക് പോകാം, അല്ലേ ജോസഫ് സാറേ? പോള് ജോസഫിനെ നോക്കി തെല്ലു കൗതുകത്തോടെ പറഞ്ഞു. അയ്യോ, എന്തിനാണ് ഇത്ര സാഹസികത? വണ്ടിയെടുത്ത് ഈ റോഡ് വഴി ചുറ്റിപ്പോയാൽ നമുക്ക് അലീനയുടെ വീടിനടുത്തുള്ള വായനശാലയിലെത്താം. അവിടെ വണ്ടി റോഡ് സൈഡിൽ നിർത്തി കഷ്ടിച്ച് ഒരിടവഴി നടന്നാൽ അലീനയുടെ വീട്ടിലെത്താം. ഇതുവഴി 10-15 മിനിറ്റ് നടക്കാനുണ്ട്. അത് ക്ലേശകരല്ലേ? ഈ വണ്ടിയെടുത്ത് ചുറ്റിപ്പോവാണെങ്കിലും കുറച്ച് സമയം എടുക്കുമല്ലോ. ആ സമയം കൊണ്ട് നമുക്ക് ഈ തോട്ടിൻകരയിലൂടെ പാടത്തുകൂടെ 1-2 പറഞ്ഞ് ആസ്വദിച്ച് നടന്നു പോവാന്നേ. ഇതൊക്കെ ഒരു രസമല്ലേ ജോസഫ് സാറേ? അലീന അവളുടെ ഫേസ്ബുക്കിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട് ഈ വഴികളെക്കുറിച്ചും അവളുടെ യാത്രകളെ എന്നും അനുഗമിക്കാനുള്ള പുലർക്കാല കിളികളെക്കുറിച്ചും ഈ പരന്നു കിടക്കുന്ന പാടവരമ്പിനെ കുറിച്ചൊക്കെ. അതൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാം. ഒപ്പം അലീന അവസാനമായി നടന്നു എന്ന് ഞാനും സാറും ഈ ലോകവും വിശ്വസിക്കുന്ന ഈ വഴികളെ എനിക്കൊന്ന് അടുത്തറിയുകയും വേണം. പോളിന്റെ ചടുലമായ വാക്കുകളിലെ ചില അർത്ഥങ്ങൾ മനസ്സിലായിട്ടാകാം ജോസഫ് പിന്നെ അതിനെ എതിർക്കാൻ പോയില്ല. പോൾ ആ വഴിയിലൂടെ അലീനയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. ജോസഫ് അയാളുടെ കൂടെ നടന്നു. അവർ പാടവരമ്പത്തുകൂടി നടക്കുന്നത് കണ്ട് നാട്ടുകാരും പാടത്ത് പണി കഴിഞ്ഞു പോകുന്നവരുമൊക്കെ അവരെ നോക്കി നിന്നു. ഗതകാലത്തിന്റെ വശ്യതകൾ ഓരോന്നും വിട്ടുപോകാതെ മനസ്സിലെത്തിക്കുന്ന
ഒരിക്കൽ മനസ്സിൽ പതിഞ്ഞാൽ വിസ്മരിക്കാത്ത നാട്ടുവഴികൾ. തോട്ടിൻകരയിലൂടെയുള്ള യാത്രയിൽ വിശാലമായി നീണ്ടു നിവർന്നു കിടക്കുന്ന പറമ്പുകളിലെ തെങ്ങിൻ തോപ്പുകളുടെയും മരക്കൂട്ടങ്ങളുടെയും വിടവിൽ കൂടി ഇരമ്പിയെത്തുന്ന തണുത്ത കാറ്റ് പോളിൽ ആളിക്കത്തിക്കൊണ്ടിരുന്ന ഉഷ്ണത്തെ തലോടാൻ തുടങ്ങി. തോട്ടിൻകരയോട് ചേർന്നുള്ള വലിയ പറമ്പിൽ അടുത്തടുത്തല്ലാത്ത രീതിയിൽ ഇടവിട്ട് കിടക്കുന്ന ചെറിയ ചെറിയ വീടുകൾ എല്ലാം പോൾ സസൂക്ഷ്മം നോക്കി നടന്നു. നടന്ന് തോട്ടിൻകരയിൽ നിന്നും തോടിനു കുറുകിയുള്ള മരപ്പാലത്തിലേക്ക് അവർ കയറി. മഴക്കാലമായതോടെ തോട്ടിലെ വെള്ളം ശക്തിയായി ഒഴുകുന്നുണ്ടായിരുന്നു. ആർത്തലച്ചൊഴുകുന്ന വെള്ളത്തിൽ പോലും ഒരു താളാത്മകത പോള് കണ്ടു. പാലം കഴിഞ്ഞ് അവർ ആ പാടത്തുകൂടി നടന്നു. വിശാലമായ പച്ച പുതച്ച പാടങ്ങളുടെ നാട്. വെയിൽ തട്ടി പച്ചയുടെ പല വർണ്ണഭേദങ്ങൾ പകർന്ന് തിളങ്ങി നിൽക്കുന്ന നെൽപ്പാടങ്ങൾ. പാടശേഖരങ്ങളുടെ വരമ്പുകളിലും അങ്ങിങ്ങായി നിൽക്കുന്ന കണ്ടൽക്കാടുകളുമായി ആയിരക്കണക്കിന് കിളികൾ പാറിപ്പറന്ന് നടക്കുന്ന ആ സായാഹ്ന കാഴ്ച വിസ്മയകരവും ആരെയും മോഹാലസ്യപ്പെടുത്തുന്നതുമായിരുന്നു. അങ്ങകലെ ഒട്ടനവധി വീടുകൾ കാണാം. ഒരിടവഴിയിൽ കൂടി പോളും ജോസഫും അലീനയുടെ വീട്ടുമുറ്റത്തേക്ക് നടന്നെത്തി. വീട്ടുകാരും ബന്ധുക്കളും അയൽവാസികളും അവിടെ തടിച്ചുകൂടി നിന്നിരുന്നു. കൂടി നിന്നവരുടെ മുഖത്തേക്ക് പോളൊന്നു നോക്കി. അലീനയെ കാണാത്തതിന്റെ കാരണക്കാർ പോലീസാണ് എന്ന മട്ടിലായിരുന്നു ചിലരുടെ ഗൗരവം നിറഞ്ഞ നോട്ടം. പെൺകുട്ടിയെ കാണാഞ്ഞിട്ട് 48 മണിക്കൂർ എടുത്തിട്ടും ഇതുവരെ പോലീസിനോ ആർക്കും ഒരു വിവരവും കിട്ടിയില്ലല്ലോ എന്ന് ചിലർ അടക്കം പറയുന്നതും പോളും ജോസഫും കേട്ടു. അന്വേഷണം പല വഴിക്ക് നടക്കുന്നു എന്ന് മറ്റു ചിലർ. ഇതൊരു നാട്ടിൻപുറമായതുകൊണ്ടും കൂടി നിന്നവരുടെ മാനസികാവസ്ഥ അറിയാവുന്നതുകൊണ്ടും പോൾ അതിന് മറുപടി കൊടുക്കാൻ നിന്നില്ല. പോള് പതുക്കെ ചെരുപ്പഴിച്ച ശേഷം ഉമ്മറത്തേക്ക് കയറി അലീനയുടെ കസേരയിൽ തലയ്ക്ക് കൈയും വെച്ച് കുനിഞ്ഞിരുന്ന അപ്പനോട് ചോദിച്ചു, എത്ര മണിക്കാണ് അലീന അന്നത്തെ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഒരു 5:45 ആയി കാണും സാറേ. പതിവായി ആ സമയത്താണ് മോൾ ഇവിടെ നിന്ന് ഇറങ്ങാറ്. ബസ് സ്റ്റോപ്പ് വരെ ഒറ്റയ്ക്കാണോ പോകാറ്? ചില ദിവസങ്ങളിൽ നന്നേ ഇരുട്ടാണെങ്കിലോ മഴയുള്ള ദിവസങ്ങളിലോ ഞാനും കൂടെ പോവാറുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ നേരം പുലർന്നു വരുന്ന സമയമല്ലേ, അവൾ ഒറ്റയ്ക്ക് തന്നെയാണ് പോകാറ്. പാടത്ത് പണിക്ക് പോകുന്ന പെണ്ണുങ്ങളും മറ്റും ആ സമയം ആ വഴിയിൽ കൂടെ പോകുന്നത് കൊണ്ട് കൂട്ടിനുമാരും പോകേണ്ടി വരാറില്ലായിരുന്നു. അലീനയുടെ അച്ഛൻ പൈലി അത് പറഞ്ഞു നിർത്തിയതും മുറ്റത്ത് നിന്ന ഒരു പ്രായമായ സ്ത്രീ പറഞ്ഞു, ഞങ്ങളെന്ന് പണിക്ക് പോകുന്ന സമയത്ത് കുഞ്ഞിനെ കാണാറുണ്ട് സാറേ. കുഞ്ഞ് ഞങ്ങളോട് വിശേഷം ചോദിച്ചും ചിരിച്ചൊക്കെയാണ് ആശുപത്രിയിലേക്ക് പോവാറ്. പക്ഷെ അന്നത്തെ ദിവസം... അത് പറഞ്ഞ് അവർ നിർത്തിയതും പോള് ചോദിച്ചു, അന്നത്തെ ദിവസം നിങ്ങൾ അവളെ കണ്ടില്ലേ? അയ്യോ, അതിന് അന്നാരും പണിക്ക് പോവില്ലല്ലോ സാറേ. അതെന്താ ആരും പോവാതിരുന്നേ? അത് ആയമ്പാറക്കാവിലെ വേല ഉത്സവമായതുകൊണ്ട് അന്നാരും ജോലിക്ക് പോയില്ല. നാട്ടുകാർ ഒന്നടങ്കം കാവിലായിരിക്കും. അന്ന് പണിക്ക് പോയിരുന്നെങ്കിൽ ഞങ്ങളാരെങ്കിലും അവളെ കാണുമായിരുന്നു. അപ്പോൾ അന്ന് നാട്ടുകാരിലാരും അലീന ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്നത് കണ്ടിട്ടില്ല അല്ലേ? ഉറപ്പല്ലേ? ഇല്ല സാറേ. ഈ നാടിന്റെ പ്രധാന ആഘോഷമാണ് കാവിലെ വേലോത്സവം. ഈ നാട്ടിലെ ഒട്ടുമിക്കവരും അന്ന് ലീവായിരിക്കും. പിന്നെ അലീന കുഞ്ഞ് നേഴ്സല്ലേ, അതുകൊണ്ട് അവൾ ലീവ് എടുത്ത് കാണില്ല. മുറ്റത്തു കൂടി നിന്ന നാട്ടുകാരിൽ ഒരാൾ അത് പറഞ്ഞു. അയാളത് പറഞ്ഞു നിർത്തിയതും പോൾ അയാളെ നോക്കി. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് സുരേഷ് എന്നാ സാറേ. ശരി, എന്നിട്ട് നിങ്ങളുടെ കാവിലെ വേലോത്സവം കഴിഞ്ഞോ? 3 ദിവസമാണ് സാറേ വേലോത്സവം. ആചാരവും അനുഷ്ഠാനവും കഴിഞ്ഞത് കുഞ്ഞിനെ കാണാതായതിന്റെ അന്നാണ്. അന്നായിരുന്നു ഉത്സവ സമാപനം. അന്ന് വൈകുന്നേരത്തോടെ ഉത്സവം സമാപിച്ചു. ശരി, നിങ്ങളാരും ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കണമെന്നില്ല. പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള എല്ലാ ശ്രമവും ഞങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് ആപത്തൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. പോള് കൂടി നിന്നവരോട് പറഞ്ഞ ശേഷം വീണ്ടും അലീനയുടെ അപ്പന് നേർക്ക് തിരിഞ്ഞു. അന്ന് കാലത്തിറങ്ങാൻ നേരം വല്ലതും പറഞ്ഞിരുന്നോ അവള്? ഇല്ല സാറേ. ഇവിടെ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് തലേദിവസം 1-2 സുഹൃത്തുക്കളെ കണ്ട് വൈകിയാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് രാവിലെ മോള് പോവാൻ നേരം ഞാൻ ഉറക്കക്ഷീണം കൊണ്ട് കിടക്കുമായിരുന്നു. യാത്ര ചോദിച്ചിട്ട് അവളങ്ങ് ഇറങ്ങിപ്പോയി. ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കൂ. മറ്റെന്തെങ്കിലും അപ്പനോടോ അമ്മച്ചിയോടോ അവള് പറഞ്ഞിരുന്നോ? എന്നും യാത്ര പറഞ്ഞിട്ടാണോ അലീന ഹോസ്പിറ്റലിലേക്ക് പോകാറ്? എന്നും യാത്ര പറയുന്ന പതിവൊന്നും അവൾക്കില്ല. പക്ഷെ അന്ന് വാതിക്കൽ വന്ന് അച്ഛാ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് അവള് പോയി. പക്ഷേ ആ ഇറങ്ങിപ്പോക്ക് ഇങ്ങനെയാവുമെന്ന് കർത്താവിനാണ് ഞാൻ കരുതിയില്ല സാറേ. എന്റെ മോളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരണം. ഞങ്ങൾക്ക് അവള് മാത്രമേ ഉള്ളൂ. ആ അപ്പൻ വിതുമ്പിക്കരഞ്ഞതോടെ പോള് ചോദ്യം ചോദിക്കൽ നിർത്തി അദ്ദേഹത്തിന്റെ തോളിൽ തന്റെ കൈവച്ച് ആശ്വസിപ്പിച്ചു. സാറേ, അവൾ ഇറങ്ങാൻ നേരം ഒരു കാര്യം പറഞ്ഞിരുന്നു. അലീനയുടെ അച്ഛൻ തോളത്തിരുന്ന് തോർത്തുകൊണ്ട് കണ്ണു തുടച്ച് പെട്ടെന്ന് ഓർത്തുകൊണ്ട് പോളിനെ നോക്കി പറഞ്ഞു. എന്തായിരുന്നു അത്?
കവലയിലെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള കാശും പാലിന്റെ പൈസയും എല്ലാം മേശപ്പുറത്ത് വച്ചിട്ടുണ്ടെന്നും പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പൈസ അതിൽ നിന്ന് എടുത്തോളൂ, പൈസ കുറച്ച് കൂടുതൽ പേഴ്സിൽ വച്ചിട്ടുണ്ട് എന്നവൾ പറയുന്നത് ഞാൻ കേട്ടു. അവൾ അമ്മയോട് അകത്തു നിന്ന് അത് പറഞ്ഞുകൊണ്ടാണ് മുറ്റത്തോട്ട് ഇറങ്ങിയത് തന്നെ. ഇങ്ങനെയൊരു യാത്ര പറച്ചിൽ എന്നോടും ഇവളോടും വേണ്ടായിരുന്നു. പൈലി അത് പറഞ്ഞു നിർത്തിയതും പോളും ജോസഫും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. തെല്ലു സമയം കണ്ണുകൾ അടച്ചപ്പോൾ പൈലിയെ നോക്കി. എനിക്ക് അലീനയുടെ കിടപ്പുമുറി ഒന്ന് കാണണം, പോള് പറഞ്ഞു. കാണാതായ കൊച്ചിനെ പരതേണ്ടത് അവളുടെ കിടപ്പുമുറിയിലല്ല സാറേ. പുറത്തുപോയി അന്വേഷിച്ചാൽ വല്ല തുമ്പും കിട്ടും, പൈലിക്ക് സമീപം നിന്ന ഒരു അയൽവാസി പറഞ്ഞു. അയാളുടെ പറച്ചിൽ കേട്ടപ്പോൾ ഒരു നോട്ടം നോക്കിയ ശേഷം അലീനയുടെ മുറിയിലേക്ക് കയറി. അടുക്കും ചിട്ടയുമുള്ള മുറി, നിരവധി പുസ്തകങ്ങൾ, കുറെ ചെറുതും വലുതുമായ ടെഡി ബെയറുകൾ, കുറച്ച് ഗിഫ്റ്റുകൾ, ഒന്ന് രണ്ട് ഗ്രീറ്റിംഗ്സ് കാർഡുകൾ. പോൾ, ഒരുപാട് ഗിഫ്റ്റ് കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ ആര് കൊടുത്തതാവും? അലീനയുടെ പിറന്നാൾ ഈ അടുത്തെപ്പോഴാണ് കഴിഞ്ഞത്, അതാണ് ഇത്രയധികം ഗിഫ്റ്റുകൾ. അതെങ്ങനെ പോളിന് മനസ്സിലായി? കണ്ടാലറിയില്ലേ, ഈ ഗിഫ്റ്റുകളൊക്കെ പുതിയതാണ്, വാങ്ങിച്ചിട്ട് അധികമൊന്നും ആയിട്ടില്ല. മാത്രമല്ല സാർ ആ ജനാലയിൽ കൂടെ പറമ്പിലേക്ക് നോക്കിക്കേ, ഇത് പൊതിഞ്ഞുകൊണ്ടുവന്ന കവറും വർണ്ണക്കടലാസും റിബണും അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. ജോസഫ് ജനാലയിൽ കൂടെ പുറത്തേക്ക് നോക്കി. ശരിയാണല്ലോ, അലീനയുടെ പിറന്നാൾ കഴിഞ്ഞിട്ട് അധിക ദിവസമായില്ല എന്ന പോളിന്റെ പ്രസ്താവന ശരിയാണ്. പോളാള് കൊള്ളാലോ. അയാൾ പോളിനെ നോക്കി ഒന്ന് ചിരിച്ചു. അടുക്കും ചിട്ടിയോടും കൂടി ആ മുറിയിൽ വെച്ച പുസ്തകങ്ങൾ ജോസഫ് മറിച്ചു നോക്കിക്കൊണ്ട് തുടർന്നു. ഈ കുട്ടി ഒരുപാട് വായിക്കുമല്ലേ, ഒട്ടനവധി പുസ്തകങ്ങളുടെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. ജോസഫ് സാറേ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ഒരുപാട് വായിക്കുന്ന എല്ലാവരോടും, അതിപ്പോൾ ഹോസ്പിറ്റലിലായാലും നാട്ടുകാരോടായാലും വീട്ടുകാരോടായാലും നന്നായി സംസാരിക്കുന്ന, സ്നേഹത്തോട് പെരുമാറുന്ന ഒരു നല്ല കുട്ടി, വീട്ടുകാരെയും നാട്ടുകാരെയും മറന്ന സുഹൃത്തുക്കളോട് പോലും ഒരു വാക്കും പറയാതെ മറ്റൊരാളോടൊപ്പം ഒളിച്ചോടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പൊടുന്നനെയുള്ള പോളിന്റെ ചോദ്യം കേട്ട് ജോസഫ് ഒരു നിമിഷം മൗനം പാലിച്ചു. സാധ്യത കുറവാണ്. ആ സാധ്യതകൾ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാം, അല്ലേ പോളെ? ഒളിച്ചോടുകയൊക്കെ ചെയ്യും, ഇന്നത്തെ കാലമല്ലേ. പക്ഷേ അലീനയുടെ കേസിൽ അതിനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാം. പിന്നെ മറ്റൊന്ന്, അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിനോടകം തന്നെ വിവരം കിട്ടിയേനെ. ഒന്നുമില്ലേലും കാണാതായിട്ട് 2 ദിവസമായല്ലോ. പോൾ, ഒന്നുകൂടി നമുക്ക് ഡേവിഡ് കോശിയുടെ മേൽ പിരിമുറുക്കിയാലോ? സാർ അത് ഇതുവരെ വിട്ടില്ലേ? അയാളൊന്നും അല്ലടോ. അങ്ങ് നഗരത്തിലെ പ്രധാന ഭാഗത്തു നിന്ന് ഇത്രയും ദൂരം താണ്ടി ഈ ഗ്രാമത്തിലെത്തി. അലീന എന്ന സ്റ്റാഫ് നഴ്സിനെ ഇല്ലാതാക്കാൻ മാത്രം അയാൾക്ക് അത്ര വലിയ വൈരാഗ്യമൊന്നും ഈ പെൺകുട്ടിയോട് ഉണ്ടാവുകയില്ല. ഡേവിഡ് കോശിയുടെ ബന്ധുവിന്റെ ഭാര്യയെ തല്ലി പരിക്കേൽപ്പിച്ച കേസൊക്കെ അലീന എന്ന സ്റ്റാഫ് നഴ്സ് പോലീസിൽ റിപ്പോർട്ട് ചെയ്താലും ഡേവിഡ് കോശി എന്ന ബിസിനസ് സാമ്രാട്ടിന് ആ കേസ് ഒരു ഈച്ച പോലും അറിയാതെ ഒതുക്കി തീർക്കാവുന്നതേ ഉള്ളൂ. തലപോണ കേസൊന്നും അല്ലല്ലോ എന്ന് അയാൾ ചിന്തിച്ചു കാണും. അധികം പോയാൽ ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും, അത്ര തന്നെ. പിന്നെ ഗുണ്ടകളെ വിട്ടൊന്ന് അലീനയെ സമ്മതിപ്പിച്ച് നോക്കാമെന്ന് അയാൾ കരുതി കാണും. പക്ഷേ അവൾ അതിന് സമ്മതിക്കാതെ വന്നപ്പോൾ അയാൾ പിന്നെ പോലീസിൽ തന്നെ നേരിട്ട് സഹായം തേടാനുള്ള വഴി നോക്കിയിട്ടുണ്ടാവും. അല്ലാതെ ഈ ഒരു കാരണവും പറഞ്ഞ് അയാളെ പോലെയുള്ള ഒരാൾ സമയവും പാഴാക്കി അലീന എന്നൊരു നഴ്സിനെ ആക്രമിക്കാനൊന്നും നിൽക്കില്ല, എനിക്കുറപ്പാണ്. പക്ഷേ മറ്റൊന്ന് ഉറപ്പിക്കാം, അവൾക്ക് ഇതിനോടകം മറ്റെന്തോ സംഭവിച്ചിരിക്കുന്നു. നമുക്കായി ഒരു തെളിവ് എവിടെയെങ്കിലും ബാക്കിയായി കിടക്കുന്നുണ്ടാവും. ജോസഫ്, താങ്കൾ സമാധാനപ്പെടൂ. പോളിന്റെ ശക്തിയുക്തമായ ഒരു ക്രിമിനോളജിസ്റ്റിന്റെ വാക്കുകൾ ജോസഫ് അടക്കിന് വിശ്വസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇന്നോളം അയാൾ പറഞ്ഞ കാര്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ നടന്നിട്ടുണ്ട്. എല്ലാം കേട്ടുനിന്ന ശേഷം ജോസഫ് അടക്കൻ ദീർഘനിശ്വാസം വിട്ടു. കുറെ നേരം കൂടി മുറി പരിശോധിച്ച ശേഷം പോള് പുറത്തേക്കിറങ്ങി. പിന്നാലെ ജോസഫ്, നമുക്കിപ്പോൾ തൽക്കാലം പോകാം. നാളെ രാവിലെ ഒന്നുകൂടി ഇവിടേക്ക് വരണം. കൂടെ ഫോറൻസിക് വിദഗ്ധരും പോലീസും ഡോഗും എല്ലാം വേണം. പോൾ, പക്ഷേ ഇവിടെ... ജോസഫ് സാറേ, കാലത്ത് ജോലിക്കെന്ന് പറഞ്ഞ് വീട്ടുവിട്ടിറങ്ങിയ അലീനയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയാൻ പറ്റിയ സ്ഥലം ഇവിടം തന്നെയാണ്, ആയമ്പാറ കാവ്. പോളിന്റെ ചില സമയങ്ങളിലെ അപ്രതീക്ഷിത തീരുമാനങ്ങൾ ജോസഫിനെ പലപ്പോഴും പല കേസുകളിലും ഞെട്ടിച്ചിരുന്നു. ആ കേസുകളിൽ വിജയം കണ്ടിട്ടുമുണ്ട്. വഴിയരികിൽ നിർത്തിയിട്ട വാഹനത്തിനടുത്തേക്ക് നടന്നു പോകുന്ന വേളയിൽ പോള് വീണ്ടും ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നു നിന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അതേസമയം നാട്ടുകാരിൽ 1-2 പേരും 2 ചെറുപ്പക്കാരും ബസ് സ്റ്റോപ്പിൽ അവരെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. സാറേ, ഈ ചെറുപ്പക്കാർക്ക് എന്തോ ഒരു സംശയം. അത് പറഞ്ഞത് സുരേഷ് എന്ന അലീനയുടെ നാട്ടുകാരനായിരുന്നു. അവരെ പോലീസിന് മുന്നിലേക്ക് തള്ളിവിട്ട് സുരേഷ് അവിടെ നിന്നു. എന്താടോ? ജോസഫ് ആ 2 ചെറുപ്പക്കാരോടുമായി ചോദിച്ചു. കൂട്ടത്തിലെ ഒരു പയ്യൻ മൈക്കിളിനെ നോക്കി പറഞ്ഞു. സാറേ, എന്റെ പേര് നീരവ്. ആ പാടത്തിനക്കരെ കാണുന്നതാണ് എന്റെ വീട്.
കഴിഞ്ഞ ദിവസം രാവിലെ കാവിലേക്ക് പോകാൻ വേണ്ടി ഞാൻ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പാടത്തിനക്കരെയുള്ള വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ ഇക്കരെ പാടത്തുകൂടെ പിങ്ക് വയലറ്റ് കളർ പോലെ സാരി ഉടുത്ത് ഒരാൾ ധൃതിയിൽ നടന്നു പോകുന്നത് ഞാൻ ദൂരത്തു നിന്ന് കണ്ടിരുന്നു. അത് അലീന ചേച്ചി തന്നെയായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. വൈകിട്ട് ചേച്ചിയെ കാണാതായി എന്നറിഞ്ഞപ്പോൾ ഞാൻ വീട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ അലീന ചേച്ചി അന്ന് ധരിച്ചിരുന്ന വസ്ത്രം പിങ്ക് നിറത്തിലുള്ളൊരു സാരിയാണെന്ന് അറിയാനും കഴിഞ്ഞു. ശരി, അതുകൊണ്ട് അതിവിടെ പറയാനുള്ള കാരണം? സാറേ, ഈ പരന്നു കിടക്കുന്ന പാടം കഴിഞ്ഞ് തോടിന് കുറുകിയുള്ള മരപ്പാലത്തിൽ കയറുന്നതുവരെ ഞാൻ അവരെ കണ്ടിരുന്നു. പിന്നെ മരത്തിന്റെ തങ്ങി നിൽക്കുന്ന ചോലകൾ കാരണം കാണാൻ കഴിയില്ല. ഞാൻ വലിയച്ഛന്റെ വീട്ടിൽ നിന്നും ബൈക്കെടുത്ത് കൂട്ടുകാർ സ്ഥിരം കാത്തിരിക്കാറുള്ള തേജസ്വിനിക്കടവ് പാലത്തിലോട്ട് പോയി. പിന്നെ എന്തുണ്ടായി? പിന്നെ കൂടെയുള്ള ഒരു കൂട്ടുകാരനെ കാത്തുകൊണ്ട് പാലത്തിനടുത്തുള്ള ബസ് ഷെൽട്ടറിൽ നിൽക്കുമ്പോഴാണ് ഒരു വാൻ അതിവേഗത്തിൽ റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോയത്. അങ്ങനെ എത്രയോ വണ്ടികൾ റോഡിൽ കൂടെ അമിത വേഗത്തിൽ പോവാറുണ്ട്. പിന്നെ എന്താ ഇവിടെ അത് എടുത്തു പറയാൻ കാരണം? അതല്ല സാറേ, ആ വണ്ടിയുടെ സൈഡിലും പിറകിലും ഗ്ലാസ് ന്യൂസ് പേപ്പർ കൊണ്ട് മുഴുവൻ ഒട്ടിച്ചു മറച്ചിരുന്നു. കൂടാതെ അതിനുള്ളിൽ കുറെ ആൾക്കാരുടെ ബഹളവും കേട്ടിരുന്നു. തേജസ്വിനി പുഴയുടെ പാലത്തിനടുത്തെത്തിയപ്പോൾ വാൻ ഒന്ന് ഒതുക്കുകയും വണ്ടിയിൽ നിന്നും ഒരാൾ പുഴയിലേക്ക് മദ്യക്കുപ്പികളും കുറെ പൊതിയും വലിച്ചെറിയുന്നത് ഞങ്ങൾ കണ്ടു. ഡോറ് തുറന്ന് സാധനം വലിച്ചെറിഞ്ഞത് ബുള്ളറ്റ് ദത്തനായിരുന്നു സാറേ. ബുള്ളറ്റ് ദത്തൻ? എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ആ പേര്. എന്നിട്ട് പിന്നീട് എന്തുണ്ടായി? ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കി, വിരൽ ചൂണ്ടി ഒന്ന് ഭയപ്പെടുത്താൻ നോക്കി. പിന്നെ ഡോറടച്ച് വണ്ടി വീണ്ടും സ്പീഡിൽ അകന്നുപോയി. അതിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ പോലെ തോന്നിയിരുന്നു സാറേ. അതാണ് ഞങ്ങൾ ഈ സംശയം പറയാൻ കാരണം. അലീന ചേച്ചി പാടത്തുകൂടെ നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അവർ നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കണം. ഞാൻ മാങ്കടവ് പാലത്തിലെത്തിയപ്പോഴാണ് ബുള്ളറ്റ് ദത്തന്റെ വാൻ ചീറിപ്പാഞ്ഞു പോയത്. അലീന ചേച്ചി ബസ് കാത്തുനിന്ന ആയമ്പാറക്കാവ് ബസ് സ്റ്റോപ്പ് പാസ് ചെയ്തിട്ടാണല്ലോ ദത്തന്റെ വണ്ടി വന്നത്. അങ്ങനെയെല്ലാം വെച്ച് കൂട്ടി വായിക്കുമ്പോൾ അവർ അലീന ചേച്ചി വാനിൽ ബലമായി പിടിച്ചു കയറ്റിയിട്ടുണ്ടാവുമോ എന്നൊരു സംശയം. നീരവ് പറഞ്ഞു നിർത്തി. ശരിക്കും ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടിരുന്നോ? കേട്ടതുപോലെ തോന്നി സാറേ. പിന്നെ പേപ്പർ കൊണ്ട് ഗ്ലാസ്സൊക്കെ മറച്ചതുകൂടി നോക്കുമ്പോൾ പിന്നെ ഒന്നിനും മടിക്കാത്തൊരു പിശാശാണ് ബുള്ളറ്റ് ദത്തൻ. നീരവ് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ ബുള്ളറ്റ് ദത്തനാണ് അലീനയുടെ തിരോധാനത്തിന് പിറകിലെങ്കിൽ ഒന്നുകൂടി വന്നെല്ലാം പറയേണ്ടി വരും. ഞാൻ വരാം സാറേ. അലീന ചേച്ചിയെ കണ്ടെത്താൻ സാറിനൊപ്പം ഞാൻ മാത്രമല്ല, ഈ ആയമ്പാറക്കാവ് മുഴുവനും ഉണ്ട്. നീരവ് പറഞ്ഞു നിർത്തിയതും ബുള്ളറ്റ് ദത്തൻ. ജോസഫ് സാറേ, ആരാണ് അയാൾ? പോൾ. ഇവൻ പറഞ്ഞ ദത്തൻ കുറച്ചുനാൾ അകത്തായിരുന്നു. ഇപ്പോൾ പുറത്തിറങ്ങി 1.5 വർഷമായി. നിരവധി കേസുകളിലെ പ്രതിയാണ് ഈ ദത്തൻ. കൊട്ടേഷൻ, പീഡനം, പിടിച്ചുപറി, അങ്ങനെ കുറെ കേസുകൾ മുമ്പ് ആയമ്പാറ പോലീസ് സ്റ്റേഷനിലും തൊട്ടടുത്ത കുന്നത്തൂർപ്പാടി പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരുന്നു. ഈ അടുത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലമായി പീഡിപ്പിച്ച കേസിൽ വിചാരണ നേരിട്ടിരുന്നു. തെളിവുകളുടെ അഭാവം കാരണം ദത്തൻ ആ കേസുമായി ബന്ധമില്ല എന്ന് കോടതി ഒടുക്കം സാക്ഷ്യപ്പെടുത്തി. അതിന്റെ പേരിൽ കുറച്ചുകാലം അണ്ടർഗ്രൗണ്ടിലായിരുന്നു. ഇപ്പോൾ പുറത്തിറങ്ങിയതാണ്. സത്യത്തിൽ ഈ കേസിൽ ശരിക്കും അയാൾക്ക് പങ്കുണ്ടായിരുന്നു. അറിയില്ല പോൾ. യഥാർത്ഥ പ്രതികളെ കോടതി ശിക്ഷിച്ചു. പ്രായപൂർത്തിയാകാത്ത ഒരുത്തനടക്കം ആകെ 4 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവാൻ ഉപയോഗിച്ച വണ്ടി ദത്തന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. അതാണ് അയാളെയും പ്രതി ചേർത്തത്. എന്നാൽ എങ്ങനെയോ അയാൾ ആ കേസിൽ നിന്നും നൈസായിട്ട് അങ്ങ് ഊരിപ്പോന്നു. അതിന് കൂടുതൽ വിശദാംശങ്ങൾ എനിക്കറിയില്ല പോൾ. ജോസഫ് സാർ, ഇന്ന് തന്നെ ബുള്ളറ്റ് ദത്തനെ പൊക്കണം. അയാൾ ഇവിടെ എന്തിനു വന്നുവെന്നും അന്വേഷിക്കണം, പോള് പറഞ്ഞു. ആ പയ്യൻ പറഞ്ഞതനുസരിച്ച് അലീന വീട്ടിൽ നിന്നിറങ്ങി ഒടുക്കം ബസ് സ്റ്റോപ്പിലെത്തി എന്ന് ബോധ്യായി. ആ പ്രഭാതത്തിൽ റോഡിൽ വെച്ച് ബസ് കാത്തുനിന്ന് അവൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നമുക്കിനി അന്വേഷിക്കേണ്ടത്. അപ്പോഴേക്കും SI ശരണിന്റെ ഫോൺ കോൾ ജോസഫിനെ തേടിയെത്തിയിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ VK ബിൽഡേഴ്സിന്റെ ഉടമ ഡേവിഡ് കോശിക്കോ അയാളുടെ കൂട്ടാളികൾക്കോ അലീനയുടെ തിരോധാനവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അതിനോടകം ബോധ്യപ്പെട്ടു. വെറുമൊരു തെളിവിന്റെ കാരണത്തിൽ ഡേവിഡിന്റെ അടുത്തേക്ക് നേരിട്ട് പോവാൻ തുനിഞ്ഞ തന്റെ പൊട്ടബുദ്ധി ജോസഫ് മനസ്സിൽ സ്വയം പറഞ്ഞു. അതും കൂടി ആയപ്പോൾ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അലീനയുടെ തിരോധാനത്തിന് പിന്നിൽ ബുള്ളറ്റ് ദത്തനും കൂട്ടുകാരുമാകുമെന്ന് ജോസഫ് ഉറപ്പിച്ചു. ശേഷം അലീനയെ കണ്ടെത്താൻ വേണ്ടി അന്ന് രാത്രി നഗരത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും വിളിച്ച് നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കാൻ ജോസഫ് നിർദ്ദേശം കൊടുത്തു. സത്യം പറയാലോ, കേരള പോലീസ് സൂപ്പറാണ് എന്നതിന്റെ ഉത്തമ തെളിവായിരുന്നു ബുള്ളറ്റ് ദത്തിനെ അന്വേഷിച്ചുള്ള പോലീസ് ശ്രമത്തിന് രാത്രിയോടെ റിസൾട്ട് കിട്ടിയത്. ദത്തനെയും കൂട്ടാളികളെയും രാത്രി 10:30 അയാളുടെ വാടക വീട്ടിൽ നിന്നും പോലീസ് പൊക്കി. കൂട്ടത്തിൽ അന്ന് അവർ സഞ്ചരിച്ച വാഹനവും കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിൽ എത്തിച്ച ബുള്ളറ്റ് ദത്തനെയും കൂട്ടാളികളെയും DVSP ജോസഫ് വടക്കനും സംഘവും മാറി മാറി ചോദ്യം ചെയ്യാൻ തുടങ്ങി.
അതേസമയം പോൾ അയാളുടെ വസതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കേസിന്റെ വിശദാംശങ്ങൾ തലങ്ങും വിലങ്ങും പരിശോധിച്ചു. അയാൾ നേരത്തെ കിടന്നുറങ്ങുകയും ചെയ്തു. അലീനയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെ പോളിന്റെ തല വല്ലാതെ പെരുക്കാൻ തുടങ്ങി. എല്ലാ ഭാരങ്ങളെക്കാളും നല്ല ക്ഷീണം അയാളുടെ മുഖത്ത് പ്രതിഫലിച്ചിരുന്നു. അത് കാരണം പെട്ടെന്ന് മയങ്ങിപ്പോയ അയാളുടെ ഫോണിൽ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ പൊടുന്നനെ ഒരു കോള് വന്നു. മേശപ്പുറത്ത് വെച്ച ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഞെട്ടിയുണർന്ന അയാൾ ലൈറ്റ് ഓൺ ചെയ്ത് സമയം നോക്കി. സമയം രാത്രി 1:30 കഴിഞ്ഞിരിക്കുന്നു. പോള് ഫോണെടുത്ത് ചെവിയോട് അടുപ്പിച്ചു. ഹലോ എന്ന് പറയാൻ ഒരുങ്ങവേ പുറത്ത് ഒരു കോളിംഗ് ബെല്ല് കേട്ടു. ആരാണ് ഈ സമയത്ത്? പോള് മനസ്സിൽ ഓർത്തുകൊണ്ട് ഫോണിൽ ഹലോ. കോളിംഗ് ബെല്ല് അമർത്തിയതെന്നറിയാൻ ധൃതിപ്പെട്ടപ്പോൾ റൂമിൽ നിന്ന് ഹാളിലേക്ക് ഇറങ്ങിയതും പൊടുന്നനെ കറണ്ടുപോയി. ഹലോ ഹലോ പോൾ. പോള് കോൾ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പുറത്ത് നിന്നും ആരോ സംസാരിക്കുന്നു. അയാൾ ഫോൺ ചെവിയോട് അടുപ്പിച്ചു വെച്ചു. ഹലോ, ആരാണ്? പോൾ, ഇത് ഞാനാണ്, ജോസഫ്. ആ, ജോസഫ് സാറോ, എന്താ ഈ അസമയത്ത്? ഏതാ ഈ നമ്പർ? ജോസഫ്, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യേ. പോൾ അതും പറഞ്ഞ് ഫോൺ പോക്കറ്റിലിട്ട ശേഷം സെറ്റിക്കടുത്ത് വെച്ച ടോർച്ചെടുത്ത് അയാൾ പതുക്കെ വാതിനരികിൽ വന്ന് നിന്ന് ജനാലയുടെ കർട്ടൻ മാറ്റി നോക്കി. പുറത്ത് ചെറിയ ഇറനിലാവുണ്ട്. പക്ഷേ ആരെയും കാണുന്നില്ല താനും. ആരാവും കോളിംഗ് ബെല്ലടിച്ചത്? തനിക്കത് തോന്നിയതാണോ? പോൾ ഓരോന്ന് ചിന്തിച്ച് പതിയെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയ ശേഷം ടോർച്ചടിച്ചത് വീടിന്റെ മീറ്റർ ബോക്സിലോട്ടാണ്. ഒരു കാറ്റുമഴയുമില്ലാതെ പൊടുന്നനെ കറണ്ട് പോയതിൽ അയാളിൽ സംശയം ജനിച്ചു. ആരെങ്കിലും വന്ന് മനഃപൂർവ്വം ചെയ്തതാണെന്ന് പോൾ അടിയുറച്ച് സംശയിച്ചു. മീറ്റർ ബോക്സിനടുത്ത് ചെന്ന് നോക്കിയപ്പോൾ സംശയം സത്യമായിരുന്നു. ഫ്യൂസ് ആരോ ഊരിമാറ്റി ബോക്സിന് മേലെ വെച്ചിരിക്കുന്നു. ഒട്ടും അമാദിക്കാതെ അയാൾ ഫ്യൂസ് എടുത്തിട്ട് ലൈറ്റ് ഓൺ ചെയ്തു. ബൂട്ട് ധരിച്ച ഏതോ ഒരാൾ വീട്ടിൽ വന്നിരിക്കുന്നു. മഴ ചെറുതായി പെയ്തിരുന്നതുകൊണ്ട് കോളിംഗ് ബെല്ലിന് താഴെ തറയിൽ ബൂട്ട് പ്രിന്റ് കാണാം. അതായിരുന്നു ഒരാൾ തന്റെ വീട്ടിൽ അർദ്ധരാത്രി വന്നുവെന്ന് പോൾ ഉറപ്പിക്കാൻ കാരണം. എല്ലാം കഴിഞ്ഞ് ഹോളിലേക്ക് കയറുമ്പോഴേക്കും ജോസഫിന്റെ ഫോൺ കോൾ കട്ടായി കഴിഞ്ഞിരുന്നു. കീശയിൽ നിന്നും പോൾ ഫോൺ എടുത്ത് ജോസഫ് വിളിച്ച നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാൻ തുടങ്ങി. ജോസഫ് സാർ, പറയൂ, എന്തിനായിരുന്നു ഈ അർദ്ധരാത്രി വിളിച്ചേ? താനെന്താണ് പാതിരാത്രി ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഒരുമാതിരി? ജോസഫ് സാർ, തന്റെ കോള് വന്നപ്പോൾ അതേസമയം ആരോ വീട്ടിലെ കോളിംഗ് ബെല്ലടിച്ചു. ഞാൻ ലൈറ്റ് ഓൺ ചെയ്ത് പുറത്തേക്ക് പോകാൻ ഒരുങ്ങവേ പൊടുന്നനെ കറണ്ടുപോയി. സെറ്റിക്കടുത്ത് വെച്ച് ടോർച്ചെടുത്ത് പുറത്തിറങ്ങിയപ്പോൾ ആരോ ഫ്യൂസ് ഊരി മാറ്റി ബോക്സിന് മുകളിൽ വെച്ചിരിക്കുന്നു. ഓ, എന്നിട്ട് ആളെ കണ്ടില്ലേ? ഇല്ല, അപ്പോഴേക്കും അയാൾ പോയി. പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബൂട്ട് പ്രിന്റ് നോക്കി വീടിന്റെ ഗേറ്റിനരികിൽ വരെ നടന്നെടുത്തു. മഴ പെയ്ത് നനവുള്ള മണ്ണിൽ ബൈക്കിന്റെ ടയർ കയറിയ പാടുകൾ പോള് കണ്ടു. ഗേറ്റിനു പുറത്ത് ഒരു ബൈക്ക് വന്ന് നിർത്തിയതിന്റെ സകല ലക്ഷണവും ഞൊടിയിടയിൽ അയാൾ മനസ്സിലാക്കി. ബൈക്കിൽ വന്ന ആരോ ആണ് വീട്ടിലേക്ക് വന്നത്. പോളും മനസ്സിലോർത്തു. ജോസഫ്, കാര്യം പറയൂ. പോളെ, വണ്ടിയെടുത്ത് പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരൂ. ബുള്ളറ്റ് ദത്തിനെയും കൂട്ടിനെയും പിടിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോള് പെട്ടെന്ന് വാ, ശേഷം ബാക്കി നേരിട്ട് പറയാം. ഓ, അവരെ ഇത്ര പെട്ടെന്ന് കിട്ടിയോ? ഗ്രേറ്റ് ജോസഫ് സാർ. കേരള പോലീസ് സൂപ്പറാണ്. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് അങ്ങെത്താം. ഒട്ടും സമയം കളയാതെ അയാൾ വീട് പൂട്ടി കാറെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. അപ്പോഴും പോളിന്റെ ചിന്ത അർദ്ധരാത്രി കഴിഞ്ഞ് നേരത്തെ വീട്ടിൽ വന്ന അജ്ഞാതനെക്കുറിച്ച് തന്നെയായിരുന്നു. ബുള്ളറ്റ് ദത്തിനും കൂട്ടിനും അകത്തായ സ്ഥിതിക്ക് ആരായിരിക്കും വീട്ടിൽ വന്നത്? തന്റെ കണക്കുകൂട്ടലുകൾ പിഴക്കുകയാണോ? അലീന, അവൾ എവിടെയാണ്? 1000 ചോദ്യശരങ്ങൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ പോളിന്റെ തലയിലൂടെ കടന്നുപോയി. സെക്കൻഡുകൾ മിനിറ്റുകൾക്ക് വഴിമാറും തോറും അമിത ഉത്കണ്ഠ കൊണ്ടോ പോളിന്റെ കാറിന്റെ വേഗത കൂടിക്കൂടി വന്നു. ഓരോന്നോർത്തും സ്വയം പറഞ്ഞ് അയാളുടെ കാർ ഒടുക്കം ആയമ്പാറ സ്റ്റേഷനിലെ മുന്നിലെത്തി. ജോസഫ് സാറേ, അവരെല്ലാവരെയും കിട്ടിയോ? കാറിൽ നിന്നിറങ്ങി ജോസഫിന് നേരെ തിരിഞ്ഞ് പോളി ചോദിച്ചു. എല്ലാവരും കിട്ടി, പക്ഷേ... എന്താണൊരു പക്ഷേ? അത് അലീനിയവർ? ജോസഫ് സാർ, കാര്യം തുറന്നു പറ. താനിങ്ങ് കയറി വാ, ഞാൻ പറയാം. നെഞ്ചിനകത്ത് ഉരുണ്ടു കയറിയ ഭാരം വലിച്ചുകൊണ്ട് പോൾ പോലീസ് സ്റ്റേഷന്റെ പടിക്കെട്ട് കയറി. പോൾ, തലങ്ങും വിലങ്ങും ഞങ്ങൾ മാറി മാറി ഇവരെ ചോദ്യം ചെയ്തു. അലീനയുടെ തിരോധാനത്തിന് പിറകിൽ ഇവന്മാർ അല്ല എന്നാ പറയുന്നേ. എന്താ ഇനിയിപ്പോ ചെയ്യാ? അലീനയെക്കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടുമോയെന്ന് പ്രതീക്ഷിച്ചിട്ട്... ഛേ, നീ ഒന്ന് ചോദിച്ചു നോക്ക്. ഇനി അവന്മാർ കള്ളമാണോ പറയുന്നതെന്ന് അറിയില്ലല്ലോ. താൻ വിചാരിച്ച 1 മിനിറ്റ് കൊണ്ടെല്ലാം സെറ്റാകും, ജോസഫ് പറഞ്ഞു. ജോസഫിന്റെ പറച്ചിലിന് മറുപടി കൊടുക്കാതെ പോൾ സെല്ലിനകത്തേക്ക് കയറി. ശേഷം സെല്ലിന്റെ മൂലയിൽ കുനിഞ്ഞിരുന്ന ബുള്ളറ്റ് ദത്തനെ ഒന്ന് നോക്കി. ആ പയ്യൻ പറഞ്ഞതുപോലെ തന്നെ കാഴ്ചയിൽ തടിച്ചു കൊഴുത്ത മനുഷ്യൻ, കാമവെറിയോടെയുള്ള ചുവന്ന കണ്ണുകൾ. പോള് പതുക്കെ ദത്തന്റെ അടുത്ത് പോയി കുനിഞ്ഞിരുന്നു.
ബുള്ളറ്റ് ദത്തൻ അല്ലേ? അതെ. ശരി, ചോദിക്കുന്നതിന് പതറാതെ സത്യസന്ധമായ ഉത്തരം നൽകിയാൽ നിങ്ങൾ കുറ്റക്കാർ അല്ലെങ്കിൽ നേരം പുലരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീട്ടിലെത്താം. എന്തു പറയുന്നു? പോൾ അത് പറഞ്ഞു നിർത്തിയതും കുനിഞ്ഞിരുന്ന ദത്തൻ തലയുയർത്തി അയാളെ നോക്കി. പോള് കയ്യിലെ ഫയലിൽ നിന്ന് വിനീതയുടെ ഫോട്ടോ എടുത്ത് അവർക്ക് നേരെ കാണിച്ചു. ശേഷം ഈ പെൺകുട്ടി എവിടെ എന്ന ചോദ്യവും പാസാക്കി. എന്റെ പൊന്നു സാറേ, ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിപ്പോ ഇങ്ങനെയുള്ള ഒരു കേസിലും പോകാറില്ല സാറേ. പെണ്ണു കേസൊക്കെ പണ്ടേ വിട്ടു. ഓക്കെ, വിശ്വസിച്ചു. ദത്തൻ, നിങ്ങൾ കഴിഞ്ഞ ദിവസം എന്തിനാണ് ആയമ്പാറ കാവിലെത്തിയേ? കാവിലെ വേലോത്സവത്തിന് വന്നതായിരുന്നു ഞങ്ങള്. വേല കണ്ട് തലേ ദിവസം പുലരും വരെ ഉത്സവപ്പറമ്പിലിരുന്ന് ചീട്ട് കളിച്ചു. എന്നിട്ട് പുലരാറായപ്പോ ആണ് കളി നിർത്തിയേ. എന്നിട്ട് പിന്നെ നിങ്ങൾ എങ്ങോട്ട് പോയി? ആയമ്പാറ കാവിലൂടെ രാവിലെ 6 മണിയോടടുത്ത സമയത്ത് നിങ്ങളുടെ വാൻ അതിവേഗത്തിൽ ചീറിപ്പാഞ്ഞു പോയതിന് ദൃക്സാക്ഷികളുണ്ട്. വണ്ടിയുടെ ഗ്ലാസ് മുഴുവൻ ന്യൂസ് പേപ്പർ കൊണ്ട് മറച്ചത് എന്തിനാണ്? ആരായിരുന്നു ആ വണ്ടിയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്? അതാരുമില്ല സാറേ. ഞങ്ങൾ മദ്യപിച്ചുകൊണ്ടായിരുന്നു യാത്ര ചെയ്തേ. പുതിയ നിയമങ്ങളല്ലേ. ഞങ്ങൾ മദ്യപിച്ച് ലെക്ക് കെട്ടത് ആരും കാണാതിരിക്കാൻ ന്യൂസ് പേപ്പർ കൊണ്ട് മറച്ചത്. ദത്താ, കള്ളം പറഞ്ഞാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നീ സ്വപ്നത്തിൽ കരുതണ്ട. ഓടിക്കൊണ്ടിരുന്ന വണ്ടി തേജസ്വിനി പാലത്തിന്റെ അടുത്ത് നിർത്തിയതിനും മദ്യക്കുപ്പി പുഴയിലോട്ട് വലിച്ചെറിഞ്ഞതിനും പോരാത്തതിന് അകത്തുനിന്നും ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടതിനും ദൃക്സാക്ഷികളുണ്ട്. അതുകൊണ്ട് പൊന്നുമോൻ ദത്തൻ പറ. പോളിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ദത്തന് ആ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കാൻ വയ്യാത്ത പരിതസ്ഥിതിയിലായി. പറയാം സാറേ. ചീട്ടുകളി നിർത്തി പുലർച്ചെ 4:45 വണ്ടിയെടുത്ത് ഞങ്ങൾ ചെമ്പ്രാന കുന്നിലേക്ക് പോയി. കുന്നിന്റെ മുകളിൽ ചാരായം വാറ്റുന്ന വിലാസിനിയുടെ അടുത്തേക്കാ പോയേ. ഏത് വിലാസിനി? പടക്കം വിലാസിനിയോ? ജോസഫ് അടുത്ത് വന്ന് പതുക്കെ ചോദിച്ചു. എടാ ചേട്ടേ, ഇതാണോ നീ കുറച്ചു മുന്നേ നന്നായെന്ന് പറഞ്ഞേ? പടക്കം വിലാസിനി കാശ് കൊടുത്താൽ ചാരായം മാത്രമല്ല ഒരു രാത്രി കൂടെ കിടന്നു കൊടുക്കുമെന്ന് ഈ നാട്ടിലെ മിക്ക ആൾക്കാർക്കറിയാം. ഒരു പുണ്യാളൻ. ഛേ സാറേ, 7 കുപ്പിയും വാങ്ങി കാര്യവും കഴിഞ്ഞ് അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരാണ് അവൾ പറഞ്ഞത് ടൗണിലേക്ക് അവളും ഉണ്ടെന്ന്. വണ്ടിയിൽ കയറിയ യുവന്മാർ രാവിലെ തന്നെ കുപ്പി പൊട്ടിച്ച് അകത്താക്കുകയും ചെയ്തു. പോരാത്തതിനെ കുറച്ച് മരുന്നുണ്ടായിരുന്നു സാറേ. അപ്പോൾ സമയം 5:30 കഴിഞ്ഞ് നേരം പുലർന്നിരുന്നു. പോരാത്തതിന് റോഡിലൊക്കെ ആൾക്കാർ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഇവളെയും കൊണ്ട് പോകുന്നത് ആരും കാണാതിരിക്കാനാണ് ന്യൂസ് പേപ്പർ കൊണ്ട് ഗ്ലാസ് മറച്ചേ. വണ്ടിയിലുണ്ടായിരുന്നത് വിലാസിനിയായിരുന്നു സാറേ, സത്യം. അപ്പോൾ നിങ്ങൾ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല അല്ലേ? ഇല്ല സാറേ. ഞങ്ങളെ പിടിച്ചുകൊണ്ട് വന്ന പാടെ ആ സാറ് പറഞ്ഞു ബസ് കാത്തുനിന്ന പെൺകുട്ടിയെ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ. എന്റെ സാറേ, ഞങ്ങൾ വിലാസിനിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് ബസ് പോയിരുന്നു. സത്യമായിട്ടും പോയിരുന്നു. ആ പെൺകുട്ടി ബസ്സിൽ കയറിപ്പോയി കാണും. ബസ്സിൽ കയറിപ്പോയ പെൺകുട്ടിയെ ഞങ്ങൾ എങ്ങനെ കാണാനാണ്? ആ കവലയിൽ അങ്ങനെ ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടിട്ടില്ല സാറേ. ഞങ്ങളുടെ വണ്ടി ബസ് സ്റ്റോപ്പ് പാസ് ചെയ്യും മുന്നേ അവൾ ആ ബസ്സിൽ കയറിപ്പോയിട്ടുണ്ടാവും. ഞാനായിരുന്നു വാൻ ഓടിച്ചിരുന്നത്. ആ കവലയിലെത്തിയപ്പോൾ ചുറ്റുപാട് നോക്കിയിരുന്നു. അവിടെ ആരെയും കണ്ടിട്ടില്ല, ഉറപ്പ്. ദത്തന്റെ കൂട്ടത്തിലെ മറ്റൊരുത്തൻ അത് പറഞ്ഞതോടെ പോള് സെല്ലിൽ നിന്നും പുറത്തേക്കിറങ്ങി. പോളിന്റെ പുറത്തേക്കുള്ള വരവും കാത്തിരിക്കുകയായിരുന്നു ജോസഫ്. ജോസഫ് പോളിനോട് പറഞ്ഞു. പോൾ, ദത്തന്റെ സഹോദരിയുടെ മകളുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം. ആയമ്പാറക്കാവിൽ നിന്നും ദത്തനും കൂട്ടരും നേരെ പോയത് ചേരമംഗലം എന്ന സ്ഥലത്തെ അയാളുടെ പെങ്ങളുടെ വീട്ടിലേക്കാണ് കല്യാണത്തിൽ പങ്കെടുക്കാൻ. കല്യാണത്തിന്റെ വീഡിയോയും മറ്റും അയാൾ ഞങ്ങളെ കാണിച്ചു. കൂടാതെ അന്നത്തെ ദിവസം ദത്തന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ ചേരമംഗലം ടവറിൽ തന്നെയായിരുന്നു. ഞാനത് കൺഫേം ചെയ്തിട്ടുണ്ട്. നിരാശ കലർന്ന സ്വരത്തിൽ പോളൊന്നു മൂളി. ഇനി എന്ത് ചെയ്യുമ്പോൾ? ആകെ കുഴഞ്ഞു മഴഞ്ഞു കിടക്കുവാണല്ലോ. തലയിലാണെങ്കിൽ വല്ലാത്ത പെരുപ്പ്. ഇവന്മാരുടെ മൊഴിയെടുത്ത ശേഷം പറഞ്ഞയച്ചേക്ക്. പോലീസ് ഡോഗ് ഫോറൻസിക് ടീം എല്ലാവരോടും കൃത്യസമയം രാവിലെ 9:30 ആയമ്പാറക്കാവിലെത്താൻ പറയണം. ജോസഫ്, നമുക്ക് രാവിലെ അവിടേക്ക് പുറപ്പെടണം. എന്തോ മനസ്സിൽ ഉറപ്പിച്ച ശേഷം പോള് പറഞ്ഞു. ജോസഫ്, മറ്റൊരു കാര്യം ചോദിക്കട്ടെ? എന്താ പോൾ, എന്തിനാ ഇത്ര മുഖവുര? അലീന എന്ന സ്റ്റാഫ് നഴ്സിനെ കാണാതായിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടും ആ ഹോസ്പിറ്റലിലെ കൂടെ ജോലി ചെയ്യുന്ന നഴ്സുമാരോ ഡോക്ടേഴ്സോ മാനേജ്മെന്റോ ആരെങ്കിലും ഈ അന്വേഷണത്തെക്കുറിച്ചോ മറ്റോ അലീനയുടെ വീടുമായി ബന്ധപ്പെട്ടിരുന്നോ? ഹോസ്പിറ്റലിൽ നിന്ന് മാനേജ്മെന്റ് IG ഓഫീസിലേക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ കൂട്ടുകാരികളായ മറ്റു നഴ്സുമാർ കാണാതായതിന്റെ അടുത്ത ദിവസം അവളുടെ വീട്ടിൽ വന്നതായും അറിയാൻ കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ അത്രയേറെ ആത്മാർത്ഥതയോടെ എല്ലാവരോടും നല്ല സഹകരണത്തോടെ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നല്ലോ അലീന. അവർക്കൊക്കെ അവരുടെ തിരോധാനത്തിൽ നല്ല വിഷമവും ഉണ്ട്. പോൾ, അവൾക്ക് ഒരു അപകടവും പറ്റാതെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയട്ടെ എന്നാണ് അവരുടെയൊക്കെ പ്രാർത്ഥന. കൂടെ എൻ്റെയും പ്രാർത്ഥന. ശരി, ഞാൻ ഇറങ്ങുന്നു. രാവിലെ കാണാം.
മനസ്സിൽ നിറയെ നിരാശയുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ പോൾ അത്രയും പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. അടുത്ത ദിവസം രാവിലെ പോളും ജോസഫും ആയമ്പാറ കാവിലേക്കെത്തി. മഴ തോർന്ന പ്രഭാതം, പുലരിയെ തൊട്ടുണർത്തുന്ന കിളികളുടെ കളകളാരവം, കലങ്ങി മറിഞ്ഞൊഴുകുന്ന തോട്, അടുത്ത മഴയുടെ വരവറിയിച്ചുകൊണ്ട് ഒരു തണുത്തീറൻ കാറ്റ് അയാളെ തഴുകി എങ്ങോട്ടോ കടന്നു പോയിക്കൊണ്ടിരുന്നു. ബസ് സ്റ്റോപ്പിനരികിൽ വണ്ടി നിർത്തി പോൾ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. നാട്ടുകാരിൽ ചിലർ കൊച്ചു വർത്താനം പറഞ്ഞ് റോഡിലൂടെ ധൃതിയിൽ നടന്നു പോകുന്നത് പോൾ കണ്ടു. പാടത്ത് പെണ്ണുങ്ങൾ പണി തുടങ്ങിയിട്ട് മണിക്കൂർ 2 കഴിഞ്ഞിരുന്നു. അതിരാവിലെ പണി തുടങ്ങിയതാവും, പോൾ മനസ്സിലോർത്തു. എല്ലാവരും ഇത്ര ധൃതിയിൽ എങ്ങോട്ടേക്കാണ്? കിതച്ചുകൊണ്ട് വേഗത്തിൽ നടന്നു പോകുന്നവരോട് കുശലം പോലെ ജോസഫ് ചോദിച്ചു. ഓ, 8:45 സഹ്യാദ്രി ബസ് ഇല്ല സാറേ. ഇനി അടുത്ത ബസ് 9:45 നടന്നടുത്ത കവലയിലെത്തിയാൽ ജീപ്പ് കാണും, അതായി ഇത്ര ധൃതി. എന്നാ ഞാൻ പോയിക്കോട്ടെ സാറേ. ശരി. സിഗരറ്റ് പുക വലിച്ചൂതുന്ന വേളയിൽ പോള് പെട്ടെന്ന് ജോസഫിനെ നേരെ തിരിഞ്ഞു നോക്കി. എന്താ പോൾ? ജോസഫ് സാറേ, ആയമ്പാറക്കാവ് പോലെയുള്ള നഗരത്തിന്റെ കപടതയില്ലാത്ത ഈ കൊച്ചു ഗ്രാമത്തിലോട്ട് അധികം ബസ്സുകൾ കാണില്ല അല്ലേ? 30 മിനിറ്റ് കൂടുമ്പോൾ ആയിരിക്കും ഓരോ ബസ് വരുന്നതും തിരിച്ചു പോകുന്നതും. അങ്ങനെയാണെങ്കിൽ പോയാൽ 3-4 ബസ്സുകൾ മാത്രമേ കാണൂ അല്ലേ? അതെ, അത്ര ബസ് മാത്രമേ ഈ റൂട്ടിലുള്ളൂ. 5 ബസ്സുകൾ. അതിൽ ഒരു ബസ്സില്ലെങ്കിൽ നാട്ടുകാർ ഇതുപോലെ അടുത്ത കവലയിലേക്ക് നടക്കേണ്ടി വരും. എന്താ പോൾ അങ്ങനെ ചോദിച്ചേ? 6 മണിക്കുള്ള കുടജാദ്രി എന്ന ഫസ്റ്റ് ബസ്സിൽ എന്നും സ്ഥിരമായി ഹോസ്പിറ്റലിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്ന പെൺകുട്ടിയാണ് അലീന. അങ്ങനെയുള്ള ഒരു സ്ഥിരം യാത്രക്കാരിയെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും പരിചയം കാണുമല്ലോ. രാവിലെ അധികം യാത്രക്കാരില്ലാത്തത് കൊണ്ട് തന്നെ എന്തായാലും അവർ അവളെ ശ്രദ്ധിച്ചു കാണാനും വഴിയുണ്ട്. അവർക്ക് അവളെ അറിയാൻ കഴിയും. ഓ, ഞാനത് ഇത്രയും സമയമായിട്ട് ഓർത്തില്ല പോൾ. താൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും അവൾ അന്നത്തെ ദിവസം ബസ്സിൽ കയറിയിരുന്നോ ഇല്ലയോ എന്ന് ബസ്സിലെ ജീവനക്കാർക്ക് അറിയാൻ കഴിയും. ബസ് വരാനുള്ള സമയം ഏതാണ്ടായി. നമുക്ക് നേരിട്ട് അന്വേഷിക്കാം. അന്ന് അലീന വീട്ടിൽ നിന്നും അപ്പനമ്മമാരോട് യാത്ര പറഞ്ഞിറങ്ങിയ ശേഷം ഈ സ്റ്റോപ്പിൽ നിന്നും ബസ് കയറിയിരുന്നോ എന്ന് നമുക്കറിയണം. അതറിഞ്ഞ ശേഷം ബാക്കി. കുറച്ച് സമയത്തിന് ശേഷം കൂടുതൽ പോലീസ് ഫോഴ്സും പോലീസ് ഡോഗും ഫോറൻസിക് ടീമും ആയമ്പാറ കാവിലേക്ക് തിരിച്ചു. നിറയെ പോലീസുകാരെയും പോലീസ് ഡോഗ് സ്ക്വാഡുകളെയും കണ്ടതോടെ നാട്ടുകാരൊക്കെ കവലയിൽ തടിച്ചുകൂടാൻ തുടങ്ങി. ജോസഫ് കയ്യിലെ വാച്ചിലേക്ക് നോക്കി. 11:15. ബസ് വരുന്നതും കാത്ത് അയാൾ അക്ഷമനായി നിന്നു. അതേസമയം ചുറ്റും തടിച്ചുകൂടി നിന്ന മുഖങ്ങളെ വീക്ഷിക്കുകയായിരുന്നു പോൾ. ഏലത്തൂർ ജംഗ്ഷനും കഴിഞ്ഞ് കുടജാദ്രി ബസ് വരുന്നത് ദൂരത്ത് നിന്ന് വരുന്നത് കണ്ടപ്പോഴാണ് ജോസഫിന് സമാധാനായത്. ബസ് അവിടേക്ക് വന്നതോടുകൂടി ജോസഫ് ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറോടും കണ്ടക്ടറോടും പുറത്തേക്ക് ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടു. കാര്യമെന്താണെന്നറിയാതെ തെല്ല് ഭയത്തോടെയാണ് അവർ പുറത്തേക്കിറങ്ങിയത്. ബസ്സിലെ മറ്റ് സ്ഥിരം യാത്രക്കാർ മുഴുവൻ ഒരു നിമിഷം അമ്പരന്നുപോയി. പുറത്തിറങ്ങിയവരോട് ജോസഫ് കാര്യങ്ങൾ വിശദീകരിച്ചു. സാറേ, ഞങ്ങൾ ഈ നാട്ടുകാരാണ്. അലീനയെ നമുക്കറിയാം. അലീന എൻ്റെ ചേട്ടൻ്റെ കൂടെ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ്. എന്നും ഞങ്ങളുടെ ബസ്സിലാണ് യാത്ര ചെയ്യുന്നതും തിരിക്കുന്നതും. പക്ഷേ... എന്താണ് ഒരു പക്ഷേ? സാറേ, അലീനയെ കാണാതാവുന്നതിൻ്റെ അന്നാണല്ലോ കാവിലെ വേലോത്സവം. ഉത്സവത്തിന്റെ തലേന്ന് ഞങ്ങൾ രണ്ടാളും ലീവ് എടുത്തു. അന്ന് പുതിയ ഡ്രൈവറും കണ്ടക്ടറായിരുന്നു ഈ ബസ്സിലുണ്ടായിരുന്നേ. അവർ ഈ നാട്ടുകാരാണോ? അല്ല സാറേ, അവർ തീയർക്കടവുള്ളതാണ്. അവരിവിടേക്ക് വിളിപ്പിക്കാം സാർ. ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും അറിയാമെങ്കിലോ? ശരി, പെട്ടെന്ന് വിളിപ്പിക്കേ. എത്രയും പെട്ടെന്ന് അവരോട് 2 പേരോടും കവലയിലെത്താൻ പറ. നിങ്ങൾ യാത്രക്കാരെ മുഷിപ്പിക്കാതെ ഇറക്കിയിട്ട് പെട്ടെന്ന് വരൂ. അറിയാലോ, അലീനയെ കാണാതായിട്ട് ദിവസങ്ങളായി. അപ്പോഴും പോളെന്തോ അഗാധമായ ചിന്തയിൽ തന്നെയായിരുന്നു. പോള് തടിച്ചുകൂടി നിന്ന നാട്ടുകാരിലേക്ക് വീണ്ടും കണ്ണോടിച്ചു. 2 തവണ മാത്രമേ ആ നാട്ടിൽ വന്നിരുന്നുള്ളെങ്കിലും കുറെ പരിചിത മുഖങ്ങൾ, സ്നേഹമുള്ള നാട്ടുകാർ. അലീന ഫേസ്ബുക്കിൽ എഴുതാറുള്ളതുപോലെ നന്മ നിറഞ്ഞ ചില വലിയ ചെറിയ മനുഷ്യർ. പോളിനെ നോക്കി ചെറുപ്പക്കാർ ചിരിക്കുന്നു. പ്രായമുള്ളവർ നമസ്കാരം പറയുന്നു. അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം അന്നത്തെ ദിവസം ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറും കണ്ടക്ടറും കവലയിലേക്ക് എത്തിച്ചേർന്നു. ജോസഫ് അവരെ മാറ്റി നിർത്തി കാര്യങ്ങൾ ചോദിച്ചറിയാൻ തുടങ്ങി. ഒന്നിലും ഇടപെടാതെ പോൾ ദൂരത്ത് നിന്ന് അത് വീക്ഷിക്കുക മാത്രമേ ചെയ്തുള്ളൂ. പോൾ, അലീന അന്നേ ദിവസം ഈ ബസ്സിൽ കയറിയിട്ടില്ല. അത് കേട്ടതും ഞെട്ടിത്തെറിച്ചപ്പോൾ അവരുടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നെടുത്തു. ഉറപ്പാണോ കയറിയിട്ടില്ലാന്ന്? ഇല്ല സാർ, കയറിയിട്ടില്ല, ഉറപ്പാണ്. കാവിലെ വേലോത്സവം ആയതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഫസ്റ്റ് ട്രിപ്പ് കളക്ഷൻ വളരെ കുറവായിരുന്നു. ഈ നാട്ടിൽ നിന്നും ആരും ജോലിക്കോ മറ്റുള്ള ആവശ്യങ്ങൾക്കോ അന്നേ ദിവസം നഗരത്തിലേക്ക് പോകില്ലല്ലോ. മേലെ സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുക്കുമ്പോൾ 2 പേര് മാത്രമായിരുന്നു കയറിയിരുന്നത്. ബസ് പുറപ്പെട്ടപ്പോൾ ഇതിനു മുൻപത്തെ സ്റ്റോപ്പിൽ നിന്നും ഈ സ്റ്റോപ്പിൽ നിന്നും ആരും കയറിയിട്ടില്ല. അത് ഉറപ്പാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്.
വേരം നടക്കുന്ന കാവിനടുത്ത് എത്തിയപ്പോഴാണ് കുറച്ചുപേരെ കിട്ടിയത് തന്നെ. ശരി ശരി, നിങ്ങളെ അവിശ്വസിക്കേണ്ട കാര്യം എനിക്കില്ല. മൊഴി കൊടുത്ത ശേഷം നിങ്ങൾക്ക് പോകാം. അത്രയും പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ തോട്ടിൻകരയിലൂടെ ആ വലിയ ചെറിയ മരപ്പാലത്തിനടുത്തേക്ക് നടന്നു. ജോസഫും കൂടെയുള്ള ഫോഴ്സും അയാളെ അനുഗമിച്ചു. ജോസഫ് സാർ, അലീന അന്ന് വീട്ടിൽ നിന്നിറങ്ങി എന്നുള്ളത് സത്യമാണ്. ഈ കാണുന്ന പാടം മുതൽ ഈ മരപ്പാലം കയറുന്നത് വരെ അലീനയെ ആ പയ്യൻ കണ്ടിരുന്നു എന്നും പറയുന്നു. എന്നാൽ അലീന ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ഈ പാലത്തിനും ബസ് സ്റ്റോപ്പിനും ഇടയിൽ അവൾക്കെന്തോ അരുതാത്തത് സംഭവിച്ചിരിക്കുന്നു. അത് കേട്ടതും തലയിലൊരു വെള്ളിടി വെട്ടിയ പോലെ ജോസഫും കൂടെയുള്ള പോലീസുകാരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. പോള് പറഞ്ഞതിന്റെ ധ്വന്യാർത്ഥമെന്നോണം ജോസഫ് ചുറ്റുപാടും ഒന്ന് വീക്ഷിക്കാൻ തുടങ്ങി. ഏക്കറോളം വിശാലമായി നീണ്ടു നിവർന്ന് കിടക്കുന്ന പറമ്പ് നിറയെ തെങ്ങിൻ തോപ്പുകളും മരക്കൂട്ടങ്ങളും. തോട്ടിൻകരയോട് ചേർന്നുള്ള വലിയ പറമ്പിൽ അടുത്തടുത്തല്ലാത്ത രീതിയിൽ ഇടവിട്ട് കിടക്കുന്ന ചെറിയ ചെറിയ വീടുകൾ, നിറയെ വാഴകൾ, കാടുപിടിച്ച് കിടക്കുന്ന പച്ചപ്പുല്ലുകൾ, പകല് പോലും ഇരുട്ടൊഴിഞ്ഞു മാറാത്ത ഒരു പറമ്പ്, ശക്തിയായി കലങ്ങി മറിഞ്ഞ് കുത്തിയൊലിച്ചൊഴുകുന്ന പുഴ. അങ്ങനെ ഒരു സ്ഥലത്തുകൂടി ഒരു പെൺകുട്ടി പോകുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ, ആരെങ്കിലും ആക്രമിച്ചാലോ, തട്ടിക്കൊണ്ടുപോയാലോ ഒരു ഈച്ച പോലും അറിയില്ല. പോരാത്തതിന് അന്ന് പാടത്ത് പണിക്കാരും ഇല്ലായിരുന്നു. ഒരുപക്ഷെ കലങ്ങി മറിഞ്ഞ് ഗതിമാറിയൊഴുകുന്ന തോട്ടിലേക്കെങ്ങാനും കാലുവഴുതി വീണെങ്കിലോ? ഒന്നുറക്കെ നിലവിളിച്ചാൽ പോലും ആരും കേൾക്കില്ല, അറിയില്ല. ഇതൊക്കെ ഓർത്ത് ജോസഫ് തോട്ടിനരികിലേക്ക് പതുക്കെ നടന്നു. കാലുതെറ്റി തോട്ടിൽ വീണ് എങ്ങോട്ടെങ്കിലും ഒലിച്ചു പോയിരിക്കുമോ എന്ന സംശയത്തിൽ അയാൾ തോട്ടിനരികിലൂടെ നടന്നപ്പോൾ നാട്ടുകാരിൽ ചിലർ പറഞ്ഞു, സാറേ, അലീന കൊച്ച് തോട്ടിൽ വീണ് അപകടം സംഭവിക്കില്ല. നന്നായി നീന്താനറിയുന്ന കൊച്ചാണ്. കുഞ്ഞുനാളിൽ ഞങ്ങൾ കണ്ടതാണ്. അവൾ ഈ തോടും തേജസ്വിനി പുഴയും നീന്തി കടന്നവളാണ്. ഒഴുക്കിൽ നീന്തുന്ന കൊച്ചാണ് സാറേ. അതോട് തോട്ടിൽ വീണ് അപകടം പറ്റില്ല, ഉറപ്പ്, മറ്റൊരാൾ പറഞ്ഞു. ആ സാധ്യതയും ഇല്ലാതായതോടെ ജോസഫ് വീണ്ടും പോളിന്റെ അടുത്തേക്ക് നടന്നു വന്നു. ജോസഫ് സാർ, ഈ നാട്ടുകാരെ ദൂരത്ത് മാറ്റി നിർത്തണം. ഈ പാലത്തിനും ആ ബസ് സ്റ്റോപ്പിനും ഇടയിൽ അവൾക്കെന്തോ സംഭവിച്ചിരിക്കുന്നു എന്നെനിക്ക് ഇതിനോടൊപ്പം ഉറപ്പായി കഴിഞ്ഞു. അതെന്താണെന്ന് പറയണമെങ്കിൽ എനിക്കിവിടെ മുഴുവൻ സെർച്ച് ചെയ്യണം. നാട്ടുകാർ പറയുന്നത് കാര്യമാക്കണ്ട. ഈ തോടും ആ പാടവും എല്ലാം എല്ലാം സെർച്ച് ചെയ്യണം. ഒടുക്കം അലീനയുടെ തിരോധാനത്തിന്റെ കാരണം നമുക്ക് കിട്ടും, പോള് പറഞ്ഞു. പോളിന്റെ ആ വാദത്തോട് നാട്ടുകാർക്കും പോലീസ് ഫോഴ്സിലെ ചിലർക്കും ഫോറൻസിക് ടീമിനും എതിർ അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. സർ, ഞാൻ കാവ്യ, ഫോറൻസിക് ടീമിലുള്ളതാണ്. യെസ്, പറയൂ, എന്താണ്? ജോസഫ് കാവ്യയോട് ചോദിച്ചു. പോൾ സാർ പറയുന്നതിൽ ഒരു ലോജിക്കുമില്ല. അലീന ബസ്സിൽ കയറിയിട്ടില്ലെന്നല്ലേ ഉള്ളൂ. ബസ് വരുന്നതിനു മുമ്പ് വേറെന്തെങ്കിലും വണ്ടി വന്നിരുന്നുവെങ്കിൽ അതിൽ കയറിപ്പോക്കൂടെ? പരിചയത്തിലുള്ള ആരുടെയെങ്കിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ മറ്റോ? ഒരു തെളിവുമില്ലാതെ ഞങ്ങളെ വിളിച്ചു വരുത്തി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നിടത്ത് പരിശോധിക്കുക എന്ന് പറയുന്നതിൽ എന്തർത്ഥാണ് സാർ ഉള്ളത്? നാട്ടുകാർ കട്ടായം പറയുന്നു തോട്ടിൽ വീണ് അവൾക്ക് അപകടം പറ്റില്ല എന്ന്. ഈ നാട്ടിൽ വെച്ച് അവൾക്കൊരു അപകടവും സംഭവിച്ചിട്ടില്ല എന്ന് അവർ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ അന്വേഷണം വേറെ വഴിക്ക് നടത്തിക്കൂടെ? ഓരോ സമയം കഴിയുന്തോറും ഒരു പെൺകുട്ടിയുടെ ജീവനാണ് അപകടത്തിലാകുന്നത്. ഒന്നുമില്ലേലും ഞാനും അലീനയെ പോലെ ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്, മറ്റൊന്നും തോന്നരുത്. ശരി ശരി, നിങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാവും. നമുക്ക് വേണ്ടത് ചെയ്യാം. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഞങ്ങൾക്ക് ഇത് മാത്രമല്ല, വേറെയും കേസുകളുണ്ട് സാർ. മാത്രമല്ല, ഒരാളുടെ ബാലിശമായ ചിന്തകൾക്കും കുറെ സൈക്കോളജിക്കൽ ട്രിക്സിനും അടിസ്ഥാനമാക്കിയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? പോലീസിന് സ്വന്തമായി അന്വേഷിക്കാൻ ഒരു മാർഗരേഖ ഉണ്ടാവില്ലേ? അതല്ലേ ഇവിടെ അലീനയുടെ തിരോധാനം അന്വേഷിക്കാൻ പ്രാവർത്തികമാക്കേണ്ടത്? കാവ്യ പോളിനെ ഒന്ന് പുച്ഛത്തോടെ നോക്കി ജോസഫിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. തനിക്ക് നേരെയാണ് എല്ലാ അസ്ത്രങ്ങളും എന്നുറപ്പായപ്പോൾ കാവ്യയുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് പറഞ്ഞു, മാസങ്ങളായി, വർഷങ്ങളായി എന്നും സ്ഥിരമായി ഒരേ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അലീന. അവൾ എന്നും ഹോസ്പിറ്റലിൽ പോകുന്നതും തിരിച്ചു വീട്ടിലോട്ട് വരുന്നതും ഒരേ ബസ്സിൽ തന്നെ. എത്രയോ വണ്ടികൾ ഇതിനു മുമ്പും പോയിട്ടുണ്ടാവും. അവൾ അങ്ങനെ മറ്റൊരു വണ്ടിയിലോ ഒന്നും കയറാറില്ല എന്നാണ് വീട്ടുകാരും നാട്ടുകാരും ഒന്നടങ്കം പറഞ്ഞത്. ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്ന് കരുതി അവൾ പരിചയമുള്ള വണ്ടിയെ കാത്തിരുന്നു എന്നിരിക്കട്ടെ. പിന്നെ അന്ന് ഈ നാട്ടിൽ വേലോത്സവമാണ്. തലേ ദിവസം ഉത്സവത്തിന് പോയി നാടകവും കലാപരിപാടിയും ഒക്കെ കഴിഞ്ഞ് വളരെ വൈകിയാണ് നാട്ടുകാരിൽ സ്ത്രീകളും കുട്ടികളും അടക്കം അമ്പലത്തിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചെത്തിയത് തന്നെ. പിറ്റേ ദിവസം ഒട്ടുമിക്കവരും ലീവാണ്. പൊതുവെ രാവിലെ വാഹനങ്ങൾ കുറവാണ്. അത്രയും രാവിലെ 6 മണിക്ക് നഗരത്തിലേക്കൊന്നും ആരും പോയി കാണില്ല, പ്രത്യേകിച്ച് അന്നത്തെ ദിവസം. അങ്ങനെ ഇരിക്കുമ്പോൾ അലീന ആരുടെ കൂടെ ഏത് വണ്ടിയിൽ പോയി എന്നാണ് നിങ്ങൾ പറയുന്നത്? പോളിന്റെ കൂരമ്പ് പോലെയുള്ള വാക്കുകൾ കേട്ട് കാവ്യൊന്നും മിണ്ടിയില്ല. തന്റെ സീനിയറായ തന്നേക്കാൾ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളെ കാരണമറിയാതെ കുറ്റം പറഞ്ഞതിൽ കാവ്യയ്ക്ക് സ്വയം ലജ്ജ തോന്നി.
പോളിന്റെ അഭിപ്രായം ശരിയാണെന്ന് നാട്ടുകാർ ചിലർ വിശ്വസിച്ചു. ഒടുക്കം പോലീസ് ഡോഗും മറ്റുള്ള ഫോഴ്സും തിരച്ചിൽ ആരംഭിച്ചു. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുന്നതുവരെ സെർച്ചിങ് തുടരണം. സെർച്ചിങ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പോൾ, സെർച്ചിങ് നിർത്ത്, ജോസഫ് വിളിച്ചു പറഞ്ഞത് കേട്ട് പോൾ അയാളുടെ അടുത്തേക്ക് ഓടി. എന്താ ജോസഫ് സാർ? പോൾ, നിങ്ങളുടെ വീട്ടിൽ ഇന്നലെ അർദ്ധരാത്രി വന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ട് പോയ ആളെ കണ്ടെത്തി. ആരാണ് അയാൾ? പോൾ, അലീന ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ HR ആണ് കക്ഷി. പേര് റെയ്ജൻ. CCTV ഫുട്ടേജിന്റെ സഹായത്തിലാണ് ആളെ തിരിച്ചറിഞ്ഞത് തന്നെ. ഇനിയൊന്നും പേടിക്കണ്ട, അലീന അയാളുടെ കൂടെ തന്നെ കാണും. ഇപ്പോൾ എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? ആത്മഹർഷത്തിൽ ജോസഫ് മതിമറന്ന് പറഞ്ഞു. അലീനയെ പോലെ ഒരു കുട്ടി അയാളുടെ കൂടെ ഒളിച്ചോടിയോ? ഏയ്, ഒരു വഴിയുമില്ല, ഒരിക്കലുമില്ല. പിന്നെ അയാളുടെ വീട് മലപ്പുറത്തല്ലേ? അയാൾ മലപ്പുറത്ത് നിന്നും അതിരാവിലെ ഇവിടെ എത്തി അലീനയെ കൂട്ടിക്കൊണ്ടു പോകുമോ? എല്ലാം ഒന്ന് ദഹിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. എന്നാലും അയാൾ തന്റെ വീട്ടിൽ അർദ്ധരാത്രി വന്നത് എന്തിനായിരിക്കും? ഓരോന്നാലോചിച്ച് പോളാകെ കൺഫ്യൂഷനിലായി. ഫോറൻസിക് ടീം പരിശോധന നിർത്തിയെങ്കിലും പോലീസ് ഫോഴ്സിലെ 1-2 പോലീസുകാർ സെർച്ചിങ് അപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു. സാറേ, ജോസഫ് സാറേ, ദാ ഇവിടെ ഒരു പെൺകുട്ടിയുടെ ചെരുപ്പ്. കൂട്ടത്തിലെ ഒരു പോലീസുകാരൻ വിളിച്ചു പറഞ്ഞതോടെ ജോസഫും പോളും നാട്ടുകാരും കൂടെയുള്ള പോലീസും ഫോറൻസിക് ടീമും എല്ലാം അങ്ങോട്ടേക്ക് ഓടിയെടുത്തു. നാട്ടുകാരിൽ ചിലർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉച്ചത്തിൽ പറയുന്നത് കേട്ടു. എടാ, അത് ബംഗാളികൾ താമസിക്കുന്ന വീടല്ലേ? അവിടെ സ്ത്രീകളാരുമില്ലല്ലോ. ബംഗാളികൾ താമസിക്കുന്ന വീടിന്റെ പറമ്പിൽ നിന്നാണ് ആ ചെരുപ്പ് കിട്ടിയത്. ചെരുപ്പ് അലീനയുടെ ചേച്ചിയെ കാണിച്ചപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, അയ്യോ, ഇത് അവളുടെ ചെരുപ്പ് തന്നെയാ. അയ്യോ, എൻ്റെ മാതാവേ, എൻ്റെ മോള്. നിലത്ത് വീണ് അലറിക്കരഞ്ഞ അവളെ നാട്ടുകാരും ബന്ധുക്കളും പിടിച്ചെഴുന്നേൽപ്പിച്ച് അടുത്തുള്ള വീട്ടിൽ കൊണ്ടു ചെന്നിരുത്തി. സാറേ, അവന്മാരാണ് ആ നാറി ബംഗാളികൾ. അവരെ നമുക്ക് വിട്ടുതാ സാറേ. അലീന കൊച്ചിന് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങളവന്മാരെ കൊണ്ട് പറയിപ്പിക്കാം. നാട്ടുകാർ രോഷാകുലരായി. അവന്മാർ ആ കൊച്ചിനെ കൊന്നുകളഞ്ഞു സാറേ. കൂടി നിന്നവർ അടക്കം പറയാൻ തുടങ്ങി. അലീനയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയാൻ വർദ്ധിച്ച ആവേശത്തോടെ ഉഷാദേവി ഡയറിയുടെ അടുത്ത താളു മറിച്ചു. പക്ഷേ ഡയറിയുടെ അടുത്ത പേജ് തീർത്തും ശൂന്യമായിരുന്നു. അയ്യോ, ഇതെന്തു പറ്റി എന്നോർത്ത് ഉഷ ഡയറി തിരിച്ചു മറിച്ചു നോക്കി. തുടർന്നുള്ള എല്ലാ താളുകളും ശൂന്യമായിരുന്നു. എന്തോ അത് കണ്ട് ഉഷ വല്ലാത്ത മാനസികാവസ്ഥയിലായി. സത്യത്തിൽ നിരഞ്ജൻ എഴുതി പൂർത്തിയാക്കിയില്ലായിരുന്നു. അതെഴുതുന്നിടയിലാണ് നീട്ടിവെച്ച സ്റ്റഡി ടൂർ വന്നതും അവൻ പോയതും. ഡയറി മേശവലപ്പിനകത്ത് വെച്ച് പൂട്ടിയ ശേഷം കട്ടിലിൽ വലിച്ചു വാരിയിട്ട വസ്ത്രങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അലീനയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെ കലുഷിതമായ മനസ്സുമായി ഉഷ ഹാളിലേക്ക് നടന്നു. കിടന്നിട്ടും അവർക്ക് ഉറക്കം വന്നില്ല. വെറുമൊരു കഥയാണെങ്കിൽ കൂടി ഉഷയ്ക്ക് അലീനയെ അടുത്തറിഞ്ഞപ്പോൾ അവൾ തനിക്ക് മകളെ പോലെയായി. അവൾ റീജന്റെ കൂടെ ആരോടും ഒരു വാക്കുപോലും പറയാതെ ഒളിച്ചോടിപ്പോയതാണോ? അതോ പെരുമ്പാവൂരിലെ ജിഷയുടെ കേസ് പോലെ അലീനയെയും ആ ബംഗാളികൾ? ഓരോന്നാലോചിച്ച് ഉഷ പതുക്കെ കണ്ണുകൾ അടച്ചു. തുടർന്നുള്ള 3 ദിവസവും ഉഷയുടെ ചിന്തകളിൽ അലീനയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതായിരുന്നു. സ്റ്റഡി ടൂറും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് മടങ്ങിവരുന്ന നിരഞ്ജനെ അക്ഷമയോടെ കാത്തു നിൽക്കുമായിരുന്നു ഉഷ. പിന്നീട് കാലത്തെഴുന്നേറ്റ് തുളസിത്തറയ്ക്കടുത്തായി മുറ്റമടിക്കുമ്പോൾ അപ്പോഴാണ് ബാഗും തൂക്കി പടിപ്പുര കടന്ന് നിറപുഞ്ചിരിയുമായി നിരഞ്ജൻ വരുന്നത് ഉഷ കണ്ടത്. 4 ദിവസമായി അവനെ കാണാത്തതിലുപരി അലീനയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയാനാണ് ഉഷ വെമ്പൽ പൂണ്ടത്. പക്ഷെ വന്നപാടെ അവനോട് കഥയുടെ കാര്യം ചോദിച്ചാൽ അവന് ദേഷ്യം വരും എന്നുറപ്പുള്ളതുകൊണ്ട് തന്നെ ഉഷ അവനോട് നേരെ ചെന്ന് കുളിക്കാൻ പറഞ്ഞു. കണ്ടില്ലേ ചെറുക്കൻ്റെ തലമുടി, ചകിരി പിടിച്ച് ചെമ്പിച്ച്. എത്ര നല്ല കറുത്ത മുടിയായിരുന്നു നീരു നിന്റെ. വെള്ളം മാറി കുളിച്ചാൽ ഇങ്ങനെയും ആയിപ്പോവൂ. എൻ്റെ പൊന്നമ്മേ, ഞാനിവിടെ വന്ന് കയറിയില്ല, അപ്പോഴേക്കും തുടങ്ങി. നീ ആ കാച്ചി എണ്ണ തേച്ച് കുളിക്കാൻ നോക്ക്, എന്നിട്ടും മതി കഴിപ്പും കിടപ്പും ഒക്കെ. ഉഷ അങ്ങനെയാണ്, തനി നാട്ടുംപുറത്തുകാരി. നിരഞ്ജൻ കുളിക്കാൻ കയറിയത് കണ്ട് അവന് കഴിക്കാനുള്ള ചായ ഉണ്ടാക്കാനായി ഉഷ അടുക്കളയിലേക്ക് പോയി. കുളി കഴിഞ്ഞ് തലയിലെ ഇറൻ പോലും ഉണങ്ങാതെ വേഷം മാറാതെ മുറിയിലെത്തിയ നിരഞ്ജൻ ആദ്യം അന്വേഷിച്ചത് തന്റെ മേശവലിപ്പിന്റെ താക്കോലായിരുന്നു. അമ്മേ, എന്റെ മേശവലിപ്പിന്റെ താക്കോൽ എവിടെയാ? അടുക്കളയിൽ നിന്ന് ഉഷ അത് കേട്ട് ഒന്ന് ചിരിച്ചു. നീരു, അത് നിന്റെ കിടക്കയിലെ തലയിണയ്ക്കടിയിലുണ്ട്, എടുത്തോ. ഉഷയുടെ മറുപടി കിട്ടിയതും അരയിൽ ചുറ്റിയ നനുത്ത തോർത്തോടെ അവൻ വെപ്രാളപ്പെട്ട് മേശവലിപ്പ് തുറന്ന് ആ ഡയറി കയ്യിലെടുത്തു. അത് കണ്ടപ്പോഴാണ് അവന് ശ്വാസം നേരെ വീണത്. ശേഷം തോർത്തുമാറി കാവ്യമുണ്ട് ചുറ്റിയ ശേഷം അവൻ ആ ഡയറിയുമായി കട്ടിലിരുന്നു. ചായയുമായി വാതിൽക്കലെത്തിയ ഉഷയുടെ നിഴലനക്കം കണ്ട നിരഞ്ജൻ
പെട്ടെന്ന് ഡയറി മടക്കി വെച്ച് വലിപ്പിൽ തന്നെ വെച്ചു. ശേഷം ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ രാമനാരായണ എന്ന മട്ടിലൊരു ഇരുത്തം കൂടി കണ്ടപ്പോൾ ഉഷയിൽ അടക്കി വെച്ച ചിരി പുറത്തു ചാടി. നീരു, ഇതാ ചായ. അമ്മ എന്തിനാ ചിരിക്കുന്നേ? അച്ഛനും ആ കാന്താരിച്ചക്കനും എവിടെ പോയി? നിന്റെ സരയി ചേച്ചിനെ കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. അച്ഛനും തിരുവും അവിടെ പോയേക്കാം. എന്നിട്ടെന്താ അമ്മ പോകാത്തെ? ഒരു മംഗളകർമ്മം നടക്കുന്നതല്ലേ. എനിക്ക് വകയിലെ ബന്ധു മരിച്ചോണ്ട് പുലക്കുളി മാറിയിട്ടില്ല. നീ മറന്നാ ഞാൻ പറഞ്ഞത്? മറന്നില്ല. എന്നാ നീ ചായ കുടിക്കാൻ നോക്ക്. നിരഞ്ജൻ പതുക്കെ ചായ ഊതി കുടിക്കുന്നതും നോക്കി ഉഷ അവനിൽ അരികിലായി കട്ടിലിരുന്നു. അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇടൊന്നും മിനിഞ്ഞാന്നിറങ്ങിപ്പോയ അമ്മയുടെ മോൻ തന്നെയാ, ഒരു മാറ്റവും ഇല്ല. ഒന്ന് പോടാ, കളിയാക്കാതെ. എന്തോ ഉണ്ട്, പറ അമ്മേ. അമ്മയ്ക്കെന്താ എന്നോടെന്തോ ചോദിക്കാനുള്ളത് പോലെ? അത് ശരിയാ നീ പറഞ്ഞേ. ഞാനൊരു കാര്യം ചോദിച്ചാ നീ എന്നോട് സത്യം പറയോ? ഇതെന്ത് ചോദ്യാപ്പാ? അമ്മയോട് അറിയാനായ കാലം തൊട്ട് ഞാൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടുണ്ടോ? അതില്ല, എന്നാലും ഒരെന്നാലും ഇല്ല. അമ്മ കാര്യം പറ. ആയമ്പാറക്കാവിലാൽ എനിക്ക് എന്താ സംഭവിച്ചേ? ഉഷയുടെ നാവിൽ നിന്നും അത് കേട്ടതും നിരഞ്ജൻ തീർത്തും ഞെട്ടിപ്പോയി. അമ്മ താൻ എഴുതിയ ഡയറിയിലെ കഥ ഇതിനോടകം വായിച്ചത് നിരഞ്ജന് മനസ്സിലായി. ഉഷയുടെ ചോദ്യം കേട്ടിട്ട് അവൻ അതിന് മറുപടി കൊടുത്തില്ല എന്ന് മാത്രമല്ല, തലകുനിച്ചു നിന്നു. നീരു, പറ, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? എന്നും പറഞ്ഞ് അവൻ മേശവലിപ്പ് തുറന്ന് ആ ഡയറി കയ്യിലെടുത്ത് അതിന്റെ താളുകളെ തഴുകാൻ തുടങ്ങി. എനിക്കറിയാം നിനക്കെന്നോട് ദേഷ്യാണെന്ന്. നീ പറഞ്ഞിട്ടും ഞാനിത് തുറന്നതിന്റെ പേരിൽ. ഏയ്, അങ്ങനെയൊന്നും ഇല്ലപ്പാ. അമ്മയും അപ്പയും അറിയാത്ത ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. അമ്മ വായിച്ചു നിർത്തിയെടുത്ത് നിന്ന് ഞാൻ കഥ പറഞ്ഞു തുടങ്ങാം. അന്ന് സാറേ, അവന്മാരാണ് ആ 4 ബംഗാളികൾ. അവരെ നമുക്ക് വിട്ടുതാ സാറേ. അലീന കൊച്ചിന് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അവന്മാരെ കൊണ്ട് പറയിപ്പിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ് നാട്ടുകാർ രോഷാകുലരാകാൻ തുടങ്ങി. അതുകൂടിയായപ്പോൾ പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലം വിശദമായി പരിശോധിക്കാൻ തുടങ്ങി. ബംഗാളികളെ കൈവെക്കാൻ കൂട്ടത്തോടെ തുനിഞ്ഞ് നാട്ടുകാരെ തടഞ്ഞു നിർത്താൻ പോലീസിന് വളരെയേറെ കഷ്ടപ്പെടേണ്ടി വന്നു. അലീനയുടെ ഒരു ചെരുപ്പ് മാത്രം കിട്ടിയതുകൊണ്ട് ബംഗാളികളെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ കഴിയില്ല. ഒരുപക്ഷേ കേസ് അന്വേഷണം തിരിച്ചുവിടാൻ ആരെങ്കിലും മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണോ എന്ന് പോൾ സംശയിച്ചു. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കൂടുതൽ തെളിവുകൾ ആവശ്യമാണ്. ഒട്ടും സമയം കളയാതെ പോലീസ് വീടിനകത്ത് കയറി പരിശോധിക്കാൻ തുടങ്ങി. മുറി നിറയെ അങ്ങിങ്ങായി സിഗരറ്റ് പാക്കറ്റുകളും കാലിയും പാതിയുമായ മദ്യക്കുപ്പികളും ലഹരി മരുന്നുകളും ആ വീടിനകത്ത് കാണാൻ അവർക്ക് കഴിഞ്ഞു. അലീനയുടേത് എന്ന് തോന്നിക്കുന്ന ഒരു വസ്തുക്കളും അവർക്ക് അതിനകത്ത് നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തെളിവ് നശിപ്പിച്ചതാകാം എന്നൂഹിച്ച് പോലീസ് ബംഗാളികളെ ഓരോരുത്തരെയായി അകത്ത് വെച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതേസമയം മറ്റുള്ള പോലീസും പോളും ചേർന്ന് വീടിന് ചുറ്റുപാടും അന്വേഷിക്കാനും തുടങ്ങി. വീടിന് ചുറ്റും നിറയെ വാഴകളും കാടുപിടിച്ചു കിടക്കുന്ന പച്ചപ്പുല്ലുകളും കൊണ്ട് നിറഞ്ഞിരുന്നു. പകൽ പോലും ഇരുട്ടൊഴിഞ്ഞു മാറാത്ത ഒരു പറമ്പ് തന്നെ. ഒരു ശ്മശാനമുഖതയുടെ സാമീപ്യം പോൾ തൊട്ടറിഞ്ഞു. അലീന ജീവനോടെ എവിടെയെങ്കിലും കാണും എന്ന് ഉറപ്പിലായിരുന്നു അപ്പോഴും പോൾ എന്ന ഉദ്യോഗസ്ഥൻ. വീടിന്റെ പുറകുവശത്തു കൂടി ശക്തിയായി കലങ്ങി മറിഞ്ഞ് ഗതി മാറിയൊഴുകുന്ന പുഴ. അങ്ങനെ ഒരു സ്ഥലത്തെത്തിപ്പെട്ടാൽ, അല്ലെങ്കിൽ ബലമായി എത്തിച്ചാൽ, ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ, ആരെങ്കിലും ആക്രമിച്ചാലോ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. അങ്ങനെ ഓരോന്നാലോചിച്ച് ചുറ്റും നോക്കിയപ്പോഴാണ് ബംഗാളികളുടെ വീട്ടിൽ നിന്നും അല്പം മാറി ഒരു ചെറിയ കുളം പോലെ എന്തോന്ന് പോളിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പതുക്കെ അയാൾ ആ പച്ചപ്പുല്ലിലൂടെ കുളത്തിനടുത്തേക്ക് നടന്നെടുത്തു. ഉപയോഗശൂന്യമായി ചെളി നിറഞ്ഞ ചതുപ്പ് പോലെ ഒരു കുളം. ആ കുളം കണ്ടപ്പോഴേക്കും പോളിന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ കുമിഞ്ഞുകൂടാൻ തുടങ്ങി. അപ്പോഴാണ് നേരത്തെ കിട്ടിയ അലീനയുടെ ചെരുപ്പിന്റെ മറ്റൊരു ജോഡി അയാൾക്ക് കുളത്തിനരികിലായുള്ള ഒരു തെങ്ങിന്റെ ചുവട്ടിൽ നിന്നും കിട്ടിയത്. അത് കിട്ടിയതും ജോസഫ് സാറേ, പോൾ ജോസഫിനെ വിളിച്ചു. പോളിന്റെ വിളി കേട്ടതും പോലീസും ഫോറൻസിക് ടീമും ആ ചതുപ്പിനരികിലോട്ട് പാഞ്ഞെത്തി. ജോസഫ് സാറേ, ഇതാ അലീനയുടെ മറ്റേ ചെരുപ്പ്. ഈ കുളത്തിലൊന്ന് സെർച്ച് ചെയ്യാൻ ഫയർഫോഴ്സിനെ വിളിക്കണം. ഒരു ചെരുപ്പ് ബംഗാളികൾ മാത്രം താമസിക്കുന്ന വീടിന്റെ മുറ്റത്ത് നിന്നാണ് കിട്ടിയതെങ്കിൽ മറ്റൊന്ന് കിട്ടിയത് ഇവിടെ കുളത്തിന്റെ അടുത്തുള്ള തെങ്ങിൻ ചുവട്ടിൽ നിന്നാണ്. ഇതിലൊന്ന് മുങ്ങി തപ്പണം, ഇമ്മീഡിയറ്റ്ലി. പോൾ അത് പറഞ്ഞതോടെ ജോസഫിന്റെ മുഖം പെട്ടെന്ന് വിഷാദത്തിലായി. ഒരുപക്ഷെ അയാൾ മനസ്സിൽ ചിന്തിച്ചു കാണില്ല അലീനയ്ക്ക് അങ്ങനെ ഒരു ദുർവിധി സംഭവിച്ചു കാണുമോ എന്ന്. ഉപയോഗശൂന്യമായ കുളത്തിനടുത്ത് നിന്ന പോലീസുകാരെയും ഫോറൻസിക് ഉദ്യോഗസ്ഥരെയും കണ്ട നാട്ടുകാരിൽ ചിലർ അവിടേക്ക് കാര്യമറിയാൻ പാഞ്ഞെടുത്തു. അല്പസമയത്തിന് ശേഷം സ്ഥലത്തെത്തിയ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ശ്രമത്തിനൊടുവിൽ ആ ചെളി നിറഞ്ഞ കുളത്തിൽ നിന്നും
ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തി പുറത്തെടുത്തു. ചാക്കിന്റെ കെട്ടഴിച്ചു നോക്കിയപ്പോഴാണ് അത് കാണാതായ അലീനയാണെന്ന് മനസ്സിലായത്. ആ കാഴ്ച ആ നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി. എവിടെയും ജീവനോടെ അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ചുറ്റും കൂടിയ പലരുടെയും പ്രതീക്ഷയായിരുന്നു അതോടെ ഇല്ലാതായത്. പത്രങ്ങളിലും ടിവിയിലും മാത്രം കേൾക്കുന്ന അത്തരമൊരു വാർത്ത ആ ഗ്രാമത്തിൽ തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് സംഭവിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ നാട് ഒന്നാകെ ഞെട്ടിത്തെരിച്ചുപോയി എന്നതായിരുന്നു സത്യം. ചാക്കഴിച്ച് പുറത്തെടുത്ത മൃതശരീരം കുറച്ചഴുകിക്കഴിഞ്ഞിരുന്നു. നഗ്നമായ രീതിയിലായിരുന്നു ബോഡി കണ്ടെടുത്തത്. ഒരു നൂലിഴ വസ്ത്രം പോലുമില്ലാത്ത അവളുടെ ശരീരത്തിൽ ഒട്ടനവധി മുറിവുകൾ ഏറെയുണ്ടായിരുന്നു. തലയ്ക്ക് പിറകിലും ചെവിഭാഗത്തും മാരകമായ രീതിയിൽ പരിക്കുകൾ പ്രാഥമിക ദൃഷ്ടിയിൽ പോള് കണ്ടു. കല്ലുകൊണ്ടോ മറ്റോ തലയിൽ അതിശക്തമായി ഒന്നിലേറെ തവണ അടിച്ചിട്ടുണ്ട്. ചുണ്ട് കടിച്ചോ മറ്റോ മുറിഞ്ഞിരിക്കുന്നു. കാവ്യ നയിച്ച ഫോറൻസിക് ടീം അവിടെ വെച്ച് തന്നെ ഓട്ടോപ്സി നടത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ശാസ്ത്രീയമായ രീതിയിലെ അവരുടെ പരിശോധനകൾ തുടരുന്ന അതേ വേളയിൽ ബംഗാളികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ആ സമയം അവരെ അവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ നാട്ടുകാർ അവരെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമായിരുന്നു. കാരണം ഒരു നാടിനെ ഒന്നാകി ഉലച്ച ദാരുണഹത്യ നേരിട്ടറിഞ്ഞതിൽ നാട്ടുകാർ അത്രയേറെ രോഷാകുലരായിരുന്നു. ഫോറൻസിക് ടീമിന്റെ പരിശോധന ഏതാണ്ട് പൂർത്തിയായപ്പോൾ കാവ്യ പോളിനെ ദയനീയമായി ഒന്ന് നോക്കി. കാവ്യയുടെ നോട്ടത്തിൽ എന്തോ പന്തികേട് മണത്തപ്പോൾ ചോദിച്ചു, എന്താണ്? സർ, അലീന അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ തവണ. ഒരുപാട് സമയം വേദന സഹിച്ചും ക്രൂരമായാണ് അവളെ പീഡിപ്പിച്ചത്. ശരീരത്തിൽ മുറിവുകളില്ലാത്ത ഭാഗങ്ങൾ ഇല്ല എന്ന് വേണം പറയാൻ. ആന്തരികാവയവങ്ങളിൽ, എന്തിന് ജനനേന്ദ്രിയത്തിൽ വരെ കമ്പിപ്പാര പോലെ എന്തോ കുത്തിയിറക്കി വേദനിപ്പിച്ച രീതിയിലുള്ള അതിദാരുണമായ മുറിവുകൾ കാണാം. സിഗരറ്റ് കുറ്റിക്കൊണ്ട് മാരടത്തിലും ആന്തരിക അവയവത്തിലും പൊള്ളലേൽപ്പിച്ചിട്ടുണ്ട്. അതിശക്തമായി തലക്കടിച്ച് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. തലയ്ക്കടിച്ച് ബോധം കെടുത്തിയ ശേഷമാവാം പ്രതി അലീനയെ പീഡിപ്പിച്ചത്. അവരുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴുത്തിൽ ഒരു കറുത്ത പാട് കാണുന്നു. കേബിളിന്റെ പോലുള്ള എന്തോ വയറുകൊണ്ട് കഴുത്തിൽ കുരുക്കിയാണ് പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയത്. ബാക്കി കാര്യങ്ങൾ റിപ്പോർട്ട് പറയും, കാവ്യ പറഞ്ഞു. പോൾ, ബംഗാളികൾ തന്നെയാവും ഈ കുറ്റകൃത്യം നടത്തിയത്. ആരുമില്ലാത്ത സമയം നോക്കി വലിയൊരു പദ്ധതി ഒരുക്കിയിട്ടാകാം അവളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചതും പിന്നെ കൊന്നതും, ജോസഫ് പറഞ്ഞു. ജോസഫ് സാർ, ആ ഹോസ്പിറ്റലിൽ HR എന്റെ വീട്ടിൽ വന്നത് എന്തിനാണെന്ന് അന്വേഷിച്ചില്ലേ? SI ശരണും സംഘവും രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. മിക്കവാറും ചോദ്യം ചെയ്തു കഴിഞ്ഞു കാണും. ചോദിച്ച പാടെ അയാൾ സത്യം പറഞ്ഞെന്ന് വരില്ല. ശരണിനോട് അയാളെ വണ്ടിയിൽ കയറ്റി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറയൂ. പോളിന്റെ നിർദ്ദേശപ്രകാരം ജോസഫ് SI ശരണിനെ വിളിച്ച് ഹോസ്പിറ്റൽ HR ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. പോള് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ആ തോട്ടിൻകരയിലും പാടത്തും പാലത്തും വഴിയിലുമെല്ലാം ആയിരങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നു. ആരാണ് ഈ മഹാപാപം അലീനയോട് ചെയ്തതാണെന്ന് അറിയാതെ പരസ്പരം ആരുടെയൊക്കെയോ പേരുകൾ പറയുന്നു. അലീനയുടെ ചേച്ചി ഏതോ ഒരു സ്ത്രീയുടെ മടിയിൽ കിടന്ന് വാവിട്ട് കരയുന്നു. വീട്ടിൽ അച്ഛനെ അറിയിച്ചുവെങ്കിലും അലീനയുടെ അമ്മയെ ഇതുവരെ ഒന്നും അറിയിച്ചില്ല. അവർ ഇപ്പോഴും മകൾ ഇന്ന് അല്ലെങ്കിൽ നാളെ വരും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. അങ്ങനെ മകളെ കാത്തിരിക്കുന്ന ആ പെറ്റമ്മയോട് നിങ്ങളുടെ മകൾ ഇനി ഒരിക്കലും തിരിച്ച് ഈ പടി കയറില്ല എന്ന് തുറന്നു പറയാൻ ആർക്കും നാവ് പൊന്തിയില്ല. പോൾ സാറേ, ഹോസ്പിറ്റൽ HR കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. ശരി, ഞാൻ വരാം. പോലീസ് വാഹനത്തിൽ വെച്ച് തന്നെ ജോസഫും പോളും അയാളോട് കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങി. റേഞ്ചൻ എന്നല്ലേ പേര്? അതെ സാറേ. കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത്, അതും അർദ്ധരാത്രി കഴിഞ്ഞ്? അത് സാറിനോടൊരു കാര്യം തുറന്നു പറയാൻ വേണ്ടിയായിരുന്നു. പാതിരാത്രി വന്നിട്ടാണോടോ കാര്യം പറയുന്നത്? വന്നതോ പോട്ടെ, എന്നിട്ട് ഒന്നും പറയാതെ ഫ്യൂസ് ഊരി വെച്ച് താൻ എങ്ങോട്ടാണോടോ കുങ്ങിയേ? ജോസഫ് അല്പം രോഷത്തോടെ അയാളോട് സംസാരിച്ചു. ഏയ് ജോസഫ് സാർ, മിണ്ടാതിരിക്കും, ഞാൻ ചോദിക്കാം. ശരി, എന്നിട്ട് താൻ എന്താണ് വന്ന കാര്യം പറയാതെ അങ്ങ് പോയി കളഞ്ഞേ? അത് സാറേ, എന്തു വരട്ടെ എന്ന് കരുതിയാ ഞാൻ സാറിന്റെ ഗേറ്റ് കടന്നു വന്നതും കോളിംഗ് ബെല്ല് അമർത്തിയതും. പെട്ടെന്ന് പിന്നെ എന്റെ ജോലി നഷ്ടപ്പെടുന്നത് ഓർത്തപ്പോൾ പറയാൻ നിന്നില്ല, ഞാൻ പോയി. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ സാറ് ലൈറ്റിട്ട് പുറത്തേക്ക് വരാൻ നിൽക്കുന്നത് ഞാൻ ജനലിൽ കൂടി നോക്കിയപ്പോൾ കണ്ടിരുന്നു. ഞാൻ ബൈക്കെടുത്ത് പോകുന്നത് സാർ എന്തായാലും കാണുമെന്ന് കരുതിയാണ് ഞാൻ ഫ്യൂസ് ഊരി വെച്ച് പോയത്. ഇതാ സത്യത്തിൽ സംഭവിച്ചത് സാർ. പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് പോയതാണ്, അല്ലാതെ വേറൊന്നും അല്ല സാർ. ഓക്കെ റിലാക്സ് റിലാക്സ് റീജൻ. എന്തായിരുന്നു ആ പറയാൻ വന്ന കാര്യം? സാർ, അത് ധൈര്യമായിട്ട് പറഞ്ഞു. റേഞ്ചിന്റെ ജോലി നഷ്ടപ്പെടുകയൊന്നുമില്ല, ഞാൻ ഉറപ്പുവരാം. അലീനയെ കാണാതാവുന്നതിന് 2 ആഴ്ച മുമ്പ് ഹോസ്പിറ്റലിൽ ഒരു സംഭവം ഉണ്ടായി.
അവൾ എന്നോട് മാത്രമാണ് ഇത് തുറന്നു പറഞ്ഞത്. കാരണം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഹോസ്പിറ്റലിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ വേണുഗോപാൽ സാർ ഒരു കോഴി സ്വഭാവമുള്ള കൂട്ടത്തിലാണ്. നഴ്സുമാരോടും മറ്റുള്ള ജീവനക്കാരോടും എന്തിന് ചില പേഷ്യൻസിനോട് പോലും വളരെ മോശമായി പെരുമാറിയെക്കുറിച്ച് വാർത്തകൾ ഇടയ്ക്ക് കേട്ടിരുന്നു. പുള്ളിയുടെ മകളും അതേ ഹോസ്പിറ്റലിൽ ഡോക്ടറാണ്. അതൊന്നും അയാൾ കാര്യമാക്കിയില്ല. എന്നാലും കിളവന് മറ്റേ സ്വഭാവമാണ് സാർ. എന്നിട്ടെന്താ ഉണ്ടായേ? പുള്ളിയുടെ ആഗ്രഹങ്ങൾക്ക് ഹോസ്പിറ്റലിലെ പലരും ഇതിനോടകം നിന്നു കൊടുത്തിട്ടുണ്ട്. അബലയായ നഴ്സുമാർക്ക് നേരെ കാര്യം നടക്കാൻ അയാൾ പല ഓഫറുകളും വെച്ച് നീട്ടാറുമുണ്ട്. അങ്ങനെ ഒരു ദിവസം അലീനയോട് വേണുസാറ് ചോദിച്ചു, അലീനയ്ക്ക് US പോവാൻ ആഗ്രഹമുണ്ടോ എന്ന്. വിസയും മറ്റു കാര്യങ്ങളൊക്കെ പുള്ളി തരപ്പെടുത്തി കൊടുക്കാമെന്നും പറഞ്ഞു. അവൾക്ക് ആ വാർത്ത പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ് നൽകിയത്. വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം മറികടക്കാൻ ചേച്ചിക്ക് കൊടുക്കാനുള്ള സ്ത്രീധന തുക ബാക്കി കൊടുക്കാൻ അപ്പന്റെ തുടർ ചികിത്സയ്ക്കുള്ള പണത്തിനും പുറത്തുപോയി ജോലി ചെയ്യണമെന്നത് അവളുടെ വലിയ ആഗ്രഹമായിരുന്നു. ഒടുക്കം പാസ്പോർട്ടിനും മറ്റുള്ള കാര്യങ്ങൾക്കുമായി ഡോക്ടർ വേണു അവളോട് വരാൻ പറഞ്ഞു. 2 ആഴ്ച മുമ്പ് ഒരു വെള്ളിയാഴ്ച. എനിക്കന്ന് ഡ്യൂട്ടിയുണ്ട്. ഡോക്ടർ വേണു സാർ വൈകുന്നേരം 4 മണിക്ക് മുമ്പ് എന്നും വീട്ടിൽ പോകുന്നതാണ്. അന്ന് പക്ഷേ പുള്ളിയെ കാണാൻ 1-2 പേർ വന്നിരുന്നു. മുറിയിലിരുന്ന് വലിയ ചർച്ചയിലായിരുന്നു. ആ സമയം അലീന വളരെ സന്തോഷത്തിൽ അവരുടെ മുറിയിലേക്ക് എന്തൊക്കെയോ ഫയലുമായി തിടുക്കപ്പെട്ടു പോകുന്നത് ഞാൻ കണ്ടു. പോയപ്പോഴുള്ള ആ വിടർന്ന ചിരിയോടെ അല്ലായിരുന്നു അവൾ തിരിച്ചു വന്നത്. പിന്നെ എന്താ ഉണ്ടായേ? തെളിച്ചു പറ. അവളാകി പരിഭ്രമിച്ച് വിഷമിച്ച് കണ്ണൊക്കെ തുടച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നേ. ആരും കാണാതെ അവളെ മാറ്റി നിർത്തി ഞാൻ ചോദിച്ചു. അവൾ എന്നോട് പറഞ്ഞത്, ഞാൻ മുറിയിൽ കയറിയതും ആ മുറിയിൽ ഉണ്ടായിരുന്നവരെ വേണു സാർ എനിക്ക് പരിചയപ്പെടുത്തി. അവരാണ് തന്നെ US കൊണ്ടുപോകുന്ന കമ്പനിയുടെ മാനേജർ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയത്. അതും പറഞ്ഞ് അതിലൊരാൾ പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചു. പരിഭ്രമിച്ച് ഞാൻ കൈവലിച്ചു. അപ്പോഴാണ് എനിക്ക് വേണു ഡോക്ടറുടെ മനസ്സിലിരിപ്പും മനസ്സിലായത്. എനിക്ക് വിദേശത്ത് പോകണ്ടെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. പക്ഷേ വേണു സാർ പറഞ്ഞത് ഒരു കുഴപ്പമില്ല, വരുന്ന ഞായറാഴ്ച പാസ്പോർട്ട് മറ്റുമായി എൻ്റെ വീട്ടിൽ വന്നാൽ മതിയെന്നും 1 ആഴ്ച കൊണ്ട് വിസ ശരിയാക്കി തരും ഇവർ എന്നും പറഞ്ഞു. മറ്റുള്ളവരുടെ കൂടെ കിടന്നു കൊടുത്ത് ജോലി നേടി വിദേശത്ത് പോയി ആ കാശ് കൊണ്ട് എൻ്റെ വീട്ടിൽ അന്നം വാങ്ങണ്ട. എനിക്കിതിന് താല്പര്യമില്ല. ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നവർ ഉണ്ടാവും. അക്കൂട്ടത്തിൽ അലീനയെ പെടുത്തരുത്. സാർ അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്ക്. എന്നെ അതിന് കിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു. ഇതാണ് സാർ ഉണ്ടായത്. ഇതാ അവൾ എന്നോട് പറഞ്ഞത്. ഓക്കെ, ഈ ഒരു കാരണത്തിൽ പുള്ളിയെ നിങ്ങൾക്ക് സംശയമുണ്ടാകാൻ ഇനിയും എന്തോ ഉണ്ടല്ലോ, അതുകൂടെ പറയൂ. സാറ് പറഞ്ഞത് തീർത്തും ശരിയാണ്. അവൾ ആ ഓഫർ നിരസിച്ച് ഇറങ്ങിപ്പോന്നതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് കരുതിയ ഞാനായിരുന്നു വിഡ്ഢി. കാരണം പിന്നീട് പ്രശ്നങ്ങൾ ഒന്നുമില്ലാതിരുന്നെങ്കിലും അലീനയെ കാണാതാവുന്നതിന് 2 ദിവസം മുമ്പ് ഒരു രാത്രി വേണു സാർ നന്നായി മദ്യപിച്ച് എൻ്റെ ഫോണിൽ വിളിച്ചു. വിനീതയുടെ വീട് എവിടെയാണെന്നും അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാനും പറഞ്ഞു. ആദ്യമൊന്നും ഞാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കി. അവൾക്ക് ഒരു വിവാഹാലോചന ആണെന്നുമൊക്കെ പറഞ്ഞ് പുള്ളി അഡ്രസ്സ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. നിവർത്തികേട് കൊണ്ട് കൊടുത്തുപോയി എന്നതാകും സത്യം. പക്ഷേ പുള്ളി ശരിയെന്ന് പറഞ്ഞു. എന്നാൽ പുള്ളി ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മറുതലയ്ക്കൽ മദ്യസൽക്കാരത്തിന്റെ ബഹളായിരുന്നു. ആ ബഹളത്തിൽ ഞാൻ കേട്ടത് ഇതായിരുന്നു, സാർ. താനും നടങ്ങ്, നമുക്ക് ഒപ്പിക്കാടോ. താൻ ആക്രാന്തം കൊണ്ട് ചാകണ്ട. എത്രയെണ്ണതിനെ തനിക്ക് കിട്ടി, എന്നിട്ടും ഫ്രഷ് തന്നെ വേണം, കൊതിയൻ. താനൊന്ന് സമാധാനപ്പെടും, നമുക്ക് വഴിയുണ്ടാക്കാം. ഇത് മാത്രമല്ല സാറേ, അലീനയുടെ ഫോണിൽ ഡോക്ടർ വേണു അശ്ലീല മെസ്സേജ് അയച്ചിട്ട് അവൾ എനിക്കത് കാണിച്ചു തന്നിരുന്നു. മേലിൽ ഇത് ആവർത്തിച്ചാൽ മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യുമെന്ന് അവൾ അയാളെ താക്കീത് ചെയ്തിരുന്നു സാറേ. ശരി, നമുക്ക് നോക്കാം. റേഞ്ചൻ, ഇനി എന്തെങ്കിലും? ഇല്ല സാറേ, ഇത്രമാത്രം. റേഞ്ചൻ നെടുവീർപ്പിട്ടു. ശേഷം ജോസഫ് പോളിനോട് ചോദിച്ചു, നമുക്ക് ആ ലോലിതൻ ഡോക്ടറെ അങ്ങ് പൊക്കിയാലോ? അത് വേണ്ട, നമുക്ക് ഡോക്ടറോട് ചോദിക്കാം, വരട്ടെ. ഈ റേഞ്ചിന് ഇത്ര നേരം ഒരു രോഷാകുലനായി സംസാരിച്ചപ്പോൾ തനിക്ക് എന്തെങ്കിലും തോന്നിയോ? ഇല്ല. എന്താ പോൾ? അയാൾ പറഞ്ഞതുപോലെയൊക്കെ നടന്നിരിക്കാം, നടന്നു. എന്നാൽ അയാളുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് റേഞ്ചന് അലീനയോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നിരിക്കണം. അലീനയുടെ മരണം അയാളെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. മാത്രമല്ല, അലീനയോട് മോശമായി പെരുമാറിയ ഡോക്ടർ വേണുവിനോടുള്ള അടങ്ങാത്ത ദേഷ്യമാണ് കുറേ കാര്യങ്ങൾ അയാൾ കുറച്ച് പൊടിപ്പും തൊങ്ങലുമൊക്കെ ചേർത്ത് നമ്മളോട് തുറന്നു പറഞ്ഞത്. എന്തായാലും അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ജോസഫ് സാറും കൂടെ പോകണം. ബംഗാളികളെ കൂടാതെ ഡോക്ടറെയും ചോദ്യം ചെയ്യണം. ഇവിടെ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടിയുള്ളൂ. അത് എനിക്ക് മാനേജ് ചെയ്യാവുന്നതേയുള്ളൂ. ജോസഫ് പോകാൻ ഒരുങ്ങവേ ഒരിക്കൽ കൂടി പോലീസും സംഘവും ആ പരിസരം മുഴുവൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അലീനയുടെ ബാഗും വസ്ത്രവും മറ്റും ആ പരിസരത്ത് നിന്ന് കിട്ടുമോയെന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു ആ സെർച്ച് നടത്തിയത്. കൂടാതെ ഫോറൻസിക് ടീമും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. സാധാരണ കേസുകളിൽ ബോഡി കണ്ടെടുത്ത് പരിസരം മുഴുവൻ ഫോറൻസിക് വിഭാഗക്കാർ നിരീക്ഷിക്കാറുണ്ട്.
എന്നാൽ പോളിന് ഒരു പ്രത്യേക ശൈലിയുണ്ട്. എന്തെന്നാൽ സംഭവം നടന്ന പ്ലോട്ടിൽ നിന്നും കുറച്ചു ദൂരം വരെ നടന്ന് അയാൾ നിരീക്ഷിക്കും. അങ്ങനെ നടക്കുന്ന വേളയിലാണ് ആ കുളത്തിന് കുറച്ചകലെ ഒരു ടർപ്പായ കൊണ്ട് വിറക് കൂട്ടിവെച്ചത് അവിചാരിതമായി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വിറക് കൂട്ടിവെച്ചതിന് താഴെയായി ഒരു പൊട്ടിയ കരിങ്കല്ല് കണ്ടു. അയാൾ അതെടുത്തു നോക്കി പരിശോധിച്ചു. അതിൽ രക്തക്കറ കണ്ടതോടെ ഫോറൻസിക് ടീമിനെ പരിശോധിക്കാൻ കൊടുത്തു. ശേഷം അയാൾ വീണ്ടും പരതാൻ തുടങ്ങി. യെസ് സർ, സാറ് സംശയിച്ചതുപോലെ അലീനയുടെ തലയ്ക്കടിച്ചത് ഈ കല്ലുകൊണ്ടാണ്. അതുറപ്പായതോടെ ആ പൊട്ടിയ കല്ലിന്റെ ബാക്കിയുള്ള ഭാഗം എവിടെയാണെന്നതായിരുന്നു അയാളുടെ അടുത്ത അന്വേഷണം. പോൾ ചുറ്റുപാടും നിരീക്ഷിച്ച ശേഷം കുറച്ചുകൂടി അയാൾ മുന്നോട്ട് നടന്നു. ഫോറൻസിക് ടീം അയാളെ അനുഗമിച്ചു. കുറച്ചകലെ ഒരു വരമ്പിനരികിൽ പച്ചപ്പുല്ല് ആരോ ചവിട്ടി മെതിച്ചതുപോലെ കാണാനിടയായി. മറ്റെവിടെയുമില്ലാതെ ആ സ്ഥലത്ത് മാത്രം അത്തരത്തിൽ കണ്ടതോടെ പോളിനുടലെടുത്ത സംശയം ഇരട്ടിച്ചു. ജോസഫ് സാറേ, ഒരു മിനിറ്റ്, നിങ്ങൾ പോകാൻ വരട്ടെ, ഇവിടെ കുറച്ച് സംശയങ്ങൾ നിലനിൽക്കുന്നു. എന്താണ് പോൾ? അലീനയുടെ തലക്കടിച്ച കല്ല് ആ കാണുന്ന പറമ്പിലെ വിറകുകൂനിയിൽ നിന്നും കണ്ടെടുത്തു. കൂടാതെ ഇവിടെ ഈ പച്ചപ്പുല്ലിൽ ആരോ ചവിട്ടി മെതിച്ചതുപോലെയും കാണുന്നു. ഇതാരും നടന്നു പോകുന്ന വഴിയൊന്നുമല്ല. അത് ഒറ്റനോട്ടത്തിൽ താങ്കൾക്ക് മനസ്സിലാകുമല്ലോ. പക്ഷേ എന്നാൽ ഇതിലൂടെ നടന്നാൽ ആ ദൂരത്ത് കാണുന്ന വീട്ടിലെത്താം. വാ, നമുക്ക് ആ വീട് വരെ ഒന്ന് നടന്നു നോക്കാം, പോള് പറഞ്ഞു. ഈ കേസ് അന്വേഷണം തുടങ്ങിയതു മുതൽ പോള് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിരുന്നു. അതുകൊണ്ട് രണ്ടാമതൊന്നും ആലോചിക്കാതെ ജോസഫ് അയാളെ അനുഗമിച്ചു. പോളിന്റെ ആ ഒരു ചിന്തയും പരാജയപ്പെട്ടില്ല. കാരണം അയാൾ എന്ത് മനസ്സിൽ കണ്ടുവോ അത് തന്നെയായിരുന്നു പിന്നീട് അവിടെ നടന്നത്. തലയ്ക്കടിച്ച പൊട്ടിയ കരിങ്കല്ല് ആ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള അന്വേഷണം ചെന്ന് അവസാനിച്ചത് ആ പറമ്പിനപ്പുറത്തുള്ള ഒരു വീട്ടിലായിരുന്നു. ആ വീടിന്റെ ചുവരിനോട് ചേർന്ന് കുറച്ച് കരിങ്കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. അതിൽ ഒരു വലിയ കല്ലിന്റെ ചെറിയൊരു ഭാഗം കാണാതായപ്പോൾ പോള് കയ്യിലുണ്ടായിരുന്ന പൊട്ടിയ കല്ല് അവിടെ വെച്ച് ചേർത്ത് നോക്കി. അത് ശരിയായിരുന്നു. അപ്പോഴേക്കും അയാൾ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. ജോസഫ് സാറേ, ഈ വീട്ടിൽ ആൾതാമസമില്ലേ? ഇത് എന്റെ വീടാണ് സാറേ. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് മാന്യനായ ഒരാൾ ഒരു പുഞ്ചിരിയോടെ പോളിന്റെ അടുത്ത് വന്ന് പറഞ്ഞു. പോളിന് അയാളുടെ മുഖം നല്ല പരിചയമുണ്ടായിരുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആ നാട്ടിൽ വന്ന പോളിനെയും ജോസഫിനെയും ഒരുപാട് സഹായിച്ച വ്യക്തിയായിരുന്നു അയാൾ. ബുള്ളറ്റ് ദത്തന്റെ കാര്യം പറയാൻ വന്ന നീരവിന്റെ കൂടെ അയാളും ഉണ്ടായിരുന്നു. കൂടാതെ അലീനയുടെ വീട്ടിൽ അവളുടെ അച്ഛനെയും അമ്മയും സമാധാനിപ്പിക്കാൻ അയാൾ വീട്ടുകാരനെ പോലെ ഉണ്ടായിരുന്നു. പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഞൊടിയിടയിൽ ഓർത്തെടുത്തു. ആ, നിങ്ങളുടെ വീടായിരുന്നു ഇത്. എന്തായിരുന്നു പേര് പറഞ്ഞത്? ഞാൻ മറന്നു. സുരേഷ് എന്നാണ് സാറേ എൻ്റെ പേര്. നമ്മൾ കഴിഞ്ഞ ദിവസം വരെ കവലയിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്, ഓർക്കുന്നില്ലേ? ആ, യെസ് യെസ്, ഓർമ്മയുണ്ട്. സുരേഷ് മാത്രമാണോ ഈ വീട്ടിൽ താമസം? അല്ല സാറേ, അച്ഛനും അമ്മയും ഉണ്ട്. പിന്നെ ഭാര്യ ഗർഭിണിയാണ്, അവളുടെ വീട്ടിലാണ്. അച്ഛനും അമ്മയും എവിടെ പോയി? അവർ ഉത്സവം കഴിഞ്ഞ ദിവസം വൈകുന്നേരം ചിറ്റപ്പന്റെ വീട്ടിൽ പോയതാണ്. ചിറ്റപ്പന്റെ സപ്തതിയാണ് നാളെ. അത് കഴിഞ്ഞ് അവർ മടങ്ങി വരൂ. അപ്പോൾ സുരേഷ് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? ഏയ്, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ലോറി ഡ്രൈവറാണ് സാറേ. ഉത്സവത്തിന്റെ അന്ന് രാവിലെ തൃശ്ശൂരേക്ക് വണ്ടിയും കൊണ്ട് പണിക്ക് പോയ ഞാൻ ഇന്നലെയാണ് ഇവിടെ എത്തുന്നത്. എത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞേ. വല്ലാത്തൊരു കഷ്ടമായി പോയി സാർ. അലീന കൊച്ച് ആലോചിക്കാൻ കൂടി വയ്യ. അപ്പോൾ ഈ വീട്ടിൽ സുരേഷോ മറ്റാരും ഇല്ലായിരുന്നു അല്ലേ? അതെ സാറേ, ഞാനത് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുമായിരുന്നു. പോളും ജോസഫും ചേർന്ന് ആ വീട്ടു പരിസരം പൂർണ്ണമായും നിരീക്ഷിക്കാൻ തുടങ്ങി. പൂട്ടിയുടെ വീടായതുകൊണ്ട് അവർ അതിനകത്ത് കയറാൻ മുതിർന്നില്ല. പോൾ, കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഒരുപക്ഷെ ഈ വീട്ടിൽ ആരുമില്ല എന്ന് തിരിച്ചറിഞ്ഞ പ്രതി അലീനയെ കടന്നുപിടിച്ച് ആ പറമ്പ് വഴി വലിച്ചിഴച്ചുകൊണ്ട് വന്നിരിക്കാം. ഈ വീട്ടുമുറ്റത്തെത്തിയപ്പോൾ കരിങ്കല്ല് കൊണ്ട് തലക്കടിച്ച് ബോധം കെടുത്തിയ ശേഷം ആ കല്ല് വലിച്ചെറിഞ്ഞപ്പോൾ വിറക് കൂട്ടി വെച്ചതിനിടയിൽ പോയി വീണിരിക്കാം. പിന്നെ ഈ വീടിന്റെ വിറക് പുരയിൽ വെച്ചോ ഉമ്മറത്ത് വെച്ചോ പീഡിപ്പിച്ച ശേഷം കയറുമുറുക്കി കൊന്നിരിക്കാം അല്ലേ? ഈ വീടിന്റെ മുൻവശത്ത് മറ്റു വീടുകളൊന്നുമില്ല. നിലവിളിച്ചാൽ പോലും ഒരു പട്ടി പോലും അറിയില്ല. ജോസഫ് സാർ പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷെ ആര്? അന്നത്തെ ദിവസം ഈ വീട്ടിൽ ആരുമില്ല എന്ന് ആകെ അറിയുന്നത് ആ ബംഗാളികൾക്ക് മാത്രമാണ്. പുറത്തുനിന്ന് ഒരാൾ വരാൻ ചാൻസുമില്ല, അതുറപ്പ്. പോളിന്റെ ആ ഒരു നിഗമനത്തിൽ അന്വേഷണം കൂടുതൽ ബംഗാളികളിലേക്ക് തന്നെ നീങ്ങാൻ തുടങ്ങി. കാരണം ആ പറമ്പിൽ സുരേഷിന്റെ വീടും ബംഗാളികളുടെ വീടും മാത്രമാണ് ഉണ്ടായിരുന്നത്. സുരേഷിന്റെ വീട്ടിൽ ആരുമില്ലാത്ത കാര്യം തൊട്ടടുത്ത് താമസിക്കുന്ന ബംഗാളികൾക്ക് മാത്രമേ അറിയാൻ കഴിയൂ. ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോവുകയായിരുന്ന അലീനയെ പുറകിലൂടെ ചെന്ന് ഒന്നോ രണ്ടോ പേർ കൈയും കാലും കൂട്ടിപ്പിടിച്ച് വാ പൊത്തി സുരേഷിന്റെ വീട്ടിൽ കൊണ്ടു ചെന്ന് എത്തിച്ചിരിക്കാം.
അവിടെ വെച്ച് കല്ലുകൊണ്ട് ശക്തമായി തലക്കടിച്ച് ബോധം കെടുത്തിയ ശേഷം സംഘം ചേർന്നോ ഓരോരുത്തരുമായോ മാറി മാറി പീഡിപ്പിച്ചിരിക്കാം. ഒടുക്കം കഴുത്തിൽ കയറുമുറുക്കി കൊന്ന് ആരുമറിയാതെ ചാക്കിൽ കെട്ടി കുളത്തിൽ കൊണ്ട് താഴ്ത്തിയിരിക്കാം. പോൾ അത് പറഞ്ഞു നിർത്തിയപ്പോഴാണ് കാവ്യ തിടുക്കപ്പെട്ട് വന്ന് പോളിനോട് പോസ്റ്റ്മോർട്ടത്തിലെ ഫൈനൽ ഒപ്പീനിയൻ പറഞ്ഞത്. സർ, പെൺകുട്ടിയുടെ ബോഡിയിൽ ആൽക്കഹോളിക് കണ്ടന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. കൂടാതെ ഒരാൾ മാത്രമാണ് പീഡിപ്പിച്ചത്. ഒന്നിൽ കൂടുതൽ പേരില്ല. അതായത് ഒരു ഗ്യാങ് റേപ്പ് നടന്നിട്ടില്ല. ശാസ്ത്രീയമായ പരിശോധനയും ഫിംഗർ പ്രിന്റും നോക്കിയിട്ടാണ് കാവ്യ അങ്ങനെ ഒരു നിഗമനത്തിൽ ഒടുക്കം എത്തിച്ചേർന്നത്. അതോടെ ബംഗാളികളോ ഡോക്ടർ വേണുവോ അല്ല യഥാർത്ഥ പ്രതികളെന്ന് പോലീസിന് ബോധ്യമായി. ഇതുവരെ കേസിൽ വരാത്ത, അല്ലെങ്കിൽ കേസ് വഴിതിരിച്ചുവിടാൻ ബുദ്ധിപൂർവ്വം കളിച്ച അദൃശ്യനായ ആരോ ഒരാളാണ് പ്രതി. പോലീസ് സംശയിക്കുന്ന ഒരാൾക്കും കേസുമായി ഒരു ബന്ധവുമില്ല എന്ന് തെളിഞ്ഞതോടെ പോലീസിന് അത് വലിയൊരു തലവേദനയായി മാറി. ചൂടാറും മുന്നേ അതൊരു സെൻസേഷൻ ന്യൂസ് ആയതോടെ ഏതെങ്കിലും ഒരു ബംഗാളിയുടെയോ തമിഴന്റെയോ തലയിൽ കെട്ടിവെച്ച് കേസ് ക്ലോസ് ചെയ്യാനും പറ്റാത്ത അവസ്ഥയിലുമായി പോലീസ്. കൂടെയുള്ളവരെ പോലും സംശയിക്കണമെന്നാണ് പോളിന്റെ ചിന്തയിൽ. കഴിഞ്ഞുപോയ കാര്യങ്ങൾ എല്ലാം കൂട്ടി വായിച്ചപ്പോൾ പോളിന്റെ ചിന്ത അതുകൊണ്ട് തന്നെ അവസാനമായി സുരേഷിന്റെ നേർക്ക് നീങ്ങി. അന്ന് ഉത്സവമായ ദിവസം തൃശൂർക്ക് ജോലിക്ക് പോയ അയാളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ എവിടെയായിരുന്നെന്ന് സെർച്ച് ചെയ്യാൻ പോൾ സൈബർ സെല്ലിലെ തന്റെ സുഹൃത്ത് രാകേഷിനെ ഫോണിൽ വിളിച്ച ശേഷം സുരേഷിന്റെ നമ്പർ അയാൾക്ക് കൈമാറി. കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ പോളിനെ തേടി രാകേഷിന്റെ കോളെത്തി. ഹലോ പോൾ, രാകേഷാണ്. അന്നത്തെ ദിവസം സുരേഷ് എന്ന വ്യക്തിയുടെ നമ്പർ ആയമ്പാറ കാവ് ടവർ ലൊക്കേഷൻ പരിധി തന്നെ ഉണ്ടായിരുന്നു. തൃശൂർക്ക് പോയിട്ട് കണ്ണൂർ ജില്ല പോലും അയാൾ വിട്ടു പോയിട്ടില്ല. അത് കേട്ടതും പോളിന്റെ മുഖത്ത് ചെറിയ പുഞ്ചിരി വിടർന്നു. താങ്ക് യു രാകേഷ്. കോള് കട്ടായതോടെ പോള് സുരേഷിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും നാട്ടുകാരോടൊപ്പം വിഷമത്തിൽ പങ്കുചേർന്ന് ദൂരെ മാറി നിൽക്കുന്ന സുരേഷിനെയാണ് പോള് കണ്ടത്. ഈ ഒരു തെളിവ് കൊണ്ട് അയാളെ ചോദ്യം ചെയ്താൽ മൊബൈൽ വീട്ടിൽ വെച്ച് പോയതാണെന്ന് പറഞ്ഞ് തടിയൂരും. അത് പാടില്ല, പോള് മനസ്സിൽ പറഞ്ഞു. അടുത്തൊരു സുപ്രധാന തെളിവ് അലീനയുടെ കഴുത്തിലും കാതിലുമുള്ള സ്വർണത്തിന്റെയാണ്. മാലയും കമ്മലും വളയും ബോഡിയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല, പീഡിപ്പിച്ചു കൊന്നതിന് ശേഷം പ്രതി കമ്മല് പിടിച്ചു പറിച്ചാണ് ഊരിയെടുത്തത് എന്നതിന് തെളിവുണ്ട്. കാരണം അലീനയുടെ ചെവി മുറിഞ്ഞിരുന്നു. അവളെ കൊന്ന് സ്വർണം മോഷ്ടിച്ച പ്രതി തൊട്ടടുത്ത ദിവസം തന്നെ അത് കൊണ്ടുപോയി വിൽക്കും. അടുത്തുള്ള ടൗണിൽ വിൽക്കില്ലെങ്കിലും ആയമ്പാറ കാവിനും ചേരമംഗലത്തിനും അപ്പുറത്തുള്ള മറ്റൊരു വലിയ ടൗണിൽ വിറ്റിരിക്കാം എന്ന് പോൾ ഊഹിച്ചു. നന്നായി മദ്യപിക്കുന്ന സുരേഷ് തൊട്ടടുത്ത ടൗണിലെ ബാറിൽ നിന്നും കുടിച്ചതിന്റെ ബില്ല് അയാളുടെ വീട്ടുമുറ്റത്ത് നിന്നും കിട്ടിയതോടെ പോൾ സ്വർണത്തിന്റെ അന്വേഷണം ആ സ്ഥലത്തേക്ക് തിരിച്ചു. ആയമ്പാറ കാവിലും ചേരമംഗലത്തും ഇഷ്ടംപോലെ കള്ളും മദ്യവും ചാരായവും കിട്ടുമെന്നറിയാമായിരുന്നിട്ടും സുരേഷ് അടുത്തുള്ള വലിയ ടൗണിൽ പോയി മദ്യപിച്ചത് പോളിൽ വീണ്ടും സംശയത്തിന്റെ അലയടികൾ ഉണർത്തി. ആ ടൗണിൽ തന്നെയുള്ള ഏതോ ഒരു ജ്വല്ലറിയിൽ സുരേഷ് സ്വർണം വിറ്റിരിക്കും. ആ കാശുകൊണ്ട് അവിടെയുള്ള വലിയ ബാറിൽ കയറി മദ്യപിച്ചിരിക്കാമെന്ന് പോൾ ഊഹിച്ചു. തുടർന്ന് ടൗണിലെ ചെറുതും വലുതുമായ എല്ലാ ജ്വല്ലറിയിലും പോലീസ് അന്വേഷണം നടത്തി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരെങ്കിലും സ്വർണം വിൽക്കാൻ വന്നിട്ടുണ്ടോ എന്നും ആ സ്വർണം കാണിക്കുവാനും പോലീസ് ആവശ്യപ്പെട്ടു. 3-4 ചെറിയ ജ്വല്ലറികളുള്ള ആ ടൗണിലെ ആർട്ട് ഗ്യാലറിയോട് ചേർന്നുള്ള ജ്വല്ലറിയിൽ നിന്നും അലീനയുടെ സ്വർണം പോലീസ് കണ്ടെത്തി. അലീനയെ കാണാതായതിന്റെ തൊട്ടടുത്ത ദിവസം ഉച്ച കഴിഞ്ഞ് ഒരാൾ വിൽക്കാൻ കൊണ്ടു തന്നതാണെന്ന് ജ്വല്ലറിക്കാരൻ തുറന്നു പറഞ്ഞു. കടയിലെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തതോടെ അതിൽ സുരേഷിന്റെ മുഖം പോള് വ്യക്തമായി കണ്ടു. ആ തെളിവ് കൂടി കയ്യിൽ കിട്ടിയതോടെ ജോസഫും പോളും ചേർന്ന് കൂടി നിന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് സുരേഷിന്റെ അടുത്ത് പോയി അയാളെ കൈ പുറകിലേക്ക് പിടിച്ചു. സുരേഷിനെ പിടിച്ചതോടെ നാട്ടുകാരിൽ ഞെട്ടലാണ് ഉണ്ടായത്. കുറച്ച് മദ്യപിക്കുമെങ്കിലും ഒരു അടിപിടി കേസിലോ രാഷ്ട്രീയ പ്രശ്നങ്ങളിലോ ഒന്നും ഉണ്ടാവാത്ത സുരേഷാണ് അലീനയുടെ ഘാതകനെന്ന് നാട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സുരേഷിന്റെ വീട് തുറന്നു നോക്കിയ പോലീസിന് അവളെ കഴുത്തിൽ മുറുക്കിക്കൊന്ന കേബിളിന്റെ വയർ അകത്തു നിന്നും കണ്ടെത്താൻ കഴിഞ്ഞു. പോരാത്തതിന് കുറെ കാലി മദ്യക്കുപ്പികളും കിട്ടി. എന്തൊക്കെ വന്നാലും ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് കരുതിയ സുരേഷ് ഞെട്ടിത്തരിച്ചു നിന്നതല്ലാതെ അയാൾ യാതൊന്നും ഉരിയാടിയില്ല. വീടിനകത്ത് വെച്ച് തന്നെ ഇപ്പോൾ അയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. സുരേഷ്, ഇനി പറ, എങ്ങനെയാണ് കൃത്യം നടത്തിയേ? എങ്ങനെയാണ് താൻ അലീനയെ കൊന്നേ? ആദ്യമൊക്കെ പോലീസിനോട് കൂട്ടാക്കാതെ നിന്ന സുരേഷിന്റെ കവിളത്ത് പോളിന്റെ കൈയുടെ ചൂട് പതിഞ്ഞതോടെ സുരേഷ് സത്യങ്ങൾ പറയാൻ വാ തുറന്നു. സുരേഷ് പോളിനോടും പോലീസുകാരോടും പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ കേട്ടുനിന്ന് അവരെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. തലേദിവസം ഉത്സവ പറമ്പിൽ നിന്നും ചീട്ടുകളിച്ചിറങ്ങിപ്പോയ സുരേഷ് പുലർച്ചെ 5 മണിയോടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഉത്സവ പറമ്പിൽ നിന്നും ബാക്കിയുള്ള മദ്യവും സുഹൃത്ത് തന്ന കുറച്ചു മയക്കുമരുന്നും വെച്ച്
നടന്നു വരുമ്പോഴാണ് അലീന പാടവരമ്പത്ത് കൂടി നടന്നു പോകുന്നത് അയാൾ കണ്ടത്. മിക്ക ദിവസങ്ങളിലും അവളെ കാണുമെങ്കിലും അന്ന് രാവിലെ തന്നെയുള്ള മദ്യത്തിന്റെയും മരുന്നിന്റെയും ലഹരിക്ക് പുറത്ത് അയാളെ തന്നെ ഒരു നിമിഷം മറന്നു. ആ സമയത്ത് ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. പതിവ് പോലെ നടന്ന് പാലം കഴിഞ്ഞ് ഇറങ്ങി വരുവായിരുന്ന അലീന എതിരെ വരുന്ന സുരേഷിനോട് ഒന്ന് ചിരിച്ചുകൊണ്ട് അയാളെ കടന്നുപോയി. അവളെ ഒന്ന് നോക്കി കുറച്ച് മുന്നോട്ട് നടന്ന അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് കുടയെടുക്കാതെ സാരിത്തുമ്പെടുത്ത് തലയിൽ മറച്ചു വെച്ച് നടന്നു പോകുന്ന അലീനയാണ്. സാരിത്തുമ്പ് തലയിലിട്ട സമയത്ത് അലീനയുടെ ശരീരത്തിലെ നഗ്നത അയാളുടെ കണ്ണുകളിൽ കണ്ടു. അയാൾ ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ച ശേഷം ആരുമില്ല എന്ന് മനസ്സിലാക്കിയതോടെ പുറകിലൂടെ ഓടിപ്പോയി അലീനയെ കടന്നുപിടിച്ചു. കടന്നു പിടിക്കലിനൊപ്പം അവളുടെ വാ പൊത്തിപ്പിടിക്കാനും സുരേഷ് മറന്നില്ല. വലിച്ചിഴിച്ച് ബംഗാളിയുടെ വീട്ടുപറമ്പിൽ കൂടെ അയാൾ അവളെയും കൊണ്ടു നടന്നു. ഓർക്കാപ്പുറത്തുള്ള അക്രമമായതുകൊണ്ട് ഒന്ന് നിലവിളിക്കാൻ പോലും ആ പാവത്തിന് കഴിഞ്ഞില്ല. അവിടെ നിന്നുമാണ് അവൾക്ക് ഒരു ചെരുപ്പ് നഷ്ടമാവുന്നത്. അവളെയും കൊണ്ട് പറമ്പിൽ കൂടി നടന്ന അയാളുടെ കൈ തട്ടിമാറ്റിയ ശേഷം ഓടാൻ ശ്രമിച്ച അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് മുഖത്ത് അയാൾ ആഞ്ഞു തല്ലി. അവിടെ നിന്നും അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അത് വിഫലമായി. അത് നടന്ന സ്ഥലമാണ് നേരത്തെ പറമ്പിൽ ഒരിടത്ത് മാത്രം പുല്ല് ചവിട്ടി മെതിച്ചതുപോലെ കണ്ടത്. വീണ്ടും ബലാത്കാരമായി പിടിച്ച് മുറ്റത്തെത്തിച്ച അവൾ കടിച്ചു നിലവിളിച്ചുകൊണ്ട് ഓടാൻ ശ്രമിച്ചു. പക്ഷേ അത് പുറം ലോകം കേൾക്കുന്നതിനു മുമ്പ് മുറ്റത്ത് വെച്ച് കരിങ്കല്ലുകൊണ്ട് അയാൾ അലീനയുടെ തലക്കടിച്ചു. തലയിലെ ശക്തമായ പ്രഹരത്തിൽ അലീനയ്ക്ക് ആകെയുണ്ടായിരുന്ന ബോധവും നഷ്ടമായി. അവൾ വീണത് കണ്ട അയാൾ കരിങ്കല്ല് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴും അവളുടെ ഒരു ചെരുപ്പ് മുറ്റത്ത് കിടന്നിരുന്നു. അവിടെ നിന്ന് വലിച്ചിഴിച്ച് അകത്തേക്ക് കൊണ്ടുപോയി കിടത്തി അബോധാവസ്ഥയിലായ അവളെ ക്രൂരമായി പീഡിപ്പിച്ചു. ഉള്ളിൽ കത്തിക്കയറിയ കാമവും ലഹരിയും കെട്ടടങ്ങിയതോടെ അയാൾ വീടിനു വെളിയിലിറങ്ങി. അപ്പോൾ സമയം ഏതാണ്ട് 9 മണി കഴിഞ്ഞിരുന്നു. ഉത്സവത്തിനൊന്നും പോവണ്ട, വീട്ടിൽ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ രാത്രി വരെ അവിടെ കൂടാമെന്ന് കണ്ട് അയാൾ സുഹൃത്തിനെ വിളിച്ച് മദ്യത്തിന് പറഞ്ഞു. മദ്യവുമായി വന്ന സുഹൃത്ത് ഉത്സവത്തിന് വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ തൃശ്ശൂർക്ക് ജോലിക്ക് പോവാണ്, നാളെ തിരിച്ചു വരുള്ളൂ എന്ന് അയാൾ പറഞ്ഞു. കൂടാതെ മദ്യം ലോറിയിൽ വെക്കാനാണെന്നും പറഞ്ഞു. മദ്യവുമായി അകത്ത് കയറിയ അയാൾ കരിങ്കല്ല് കൊണ്ട് തല്ലി മുറിച്ച അവളുടെ നെറ്റിയിൽ മദ്യം ഒഴിച്ചു. വല്ലാത്ത നീറ്റലോടെ ഉണർന്ന അവളെ അയാൾ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചു. പിന്നെ രാത്രി വരെ ആ പാവം അനുഭവിച്ചത് ഒരു പെണ്ണിനും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. രാവിലെ മുതൽ ഇരുട്ടും വരെ അയാൾ കുതിതീരും വരെ ആ ശരീരം ഭോഗിച്ചു. ഒപ്പം മുറതെറ്റാതെ മദ്യസേവത നടത്താനും ആ കാമവറിയൻ മറന്നില്ല. എല്ലാം കെട്ടടങ്ങിക്കഴിഞ്ഞ് ഒടുവിൽ മതിയായപ്പോൾ കേബിളിന്റെ വയർ കഴുത്തിൽ കുരുക്കി അയാൾ ആ പാവത്തിന്റെ ബാക്കിയുണ്ടായിരുന്ന ജീവനും എടുത്തു. കൂടാതെ അതിന്റെ കഴുത്തിലും കാതിലുമുള്ള സ്വർണവും എടുത്തു. ആ മനുഷ്യക്കോലം കെട്ടിയ സുരേഷ് എന്ന ചെന്നായ. ഒടുക്കം ഇരുട്ടിയപ്പോൾ ബോഡി ചാക്കിൽ കെട്ടി അയാൾ ആരും കാണാതെ കുളത്തിൽ കൊണ്ട് താഴ്ത്തി. തിരിച്ചു വരുമ്പോഴാണ് ചെരുപ്പ് കണ്ടത്. അത് കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞെങ്കിലും അത് കുളത്തിൽ ചെന്നെത്തിയില്ല. എല്ലാത്തിനും കർമ്മസാക്ഷിയായി സാക്ഷാൽ ഭഗവാനുണ്ടെന്ന് പറയുന്നത് അതായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു തെളിവ് അവശേഷിക്കില്ലല്ലോ. ഒന്നും തനിക്കറിയാത്തതുപോലെ, ഒന്നും സംഭവിക്കാത്ത പോലെ അയാൾ അടുത്ത ദിവസം മുതൽ പകൽമാന്യനായി ആ നാട്ടിൽ കറങ്ങി നടന്നു. അവളുടെ വീട്ടിലും പോയി. ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന വിശ്വാസമായിരുന്നു അയാൾക്ക്. പക്ഷേ സത്യം മൂടിവെക്കാൻ ആരായാലും കഴിയില്ലല്ലോ. അത് മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യും. ക്രൂരമായി അലീന എന്ന പാവം പെൺകുട്ടിയെ ഭോഗിച്ച് ഒടുക്കം കഴുത്തിൽ കുരുക്കുമുറുക്കി കൊന്ന സുരേഷിന്റെ കഴുത്തിലെ കുരുക്കുമായി വന്നത് പോളായിരുന്നു. എല്ലാം കാണുന്ന ദൈവം പറഞ്ഞയച്ച ദൈവദൂതനെ പോലെ. സുരേഷിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ തെളിവുകളായത് അലീനയെ കഴുത്തുമുറുക്കി കൊല്ലാൻ ഉപയോഗിച്ച കേബിളിന്റെ വയറായിരുന്നു. കൂടാതെ അലീനയുടെ ബാഗ് കണ്ടെത്തിയത് സുരേഷിന്റെ വീട്ടിലെ തട്ടിൻപുറത്ത് പഴയ സാധനങ്ങളുടെ കൂട്ടത്തിൽ നിന്നായിരുന്നു. അലീനയുടെ സാരിയും മറ്റും കണ്ടെടുത്തത് ആരും നോക്കാത്ത കുറച്ചകലെയുള്ള ഒരു പറമ്പിലെ മരച്ചുവട്ടിൽ കുഴിച്ചിട്ട നിലയിലും. വിചാരണയ്ക്കൊടുവിൽ പരമോന്നത നീതി കോടതി വിധി പറയാൻ തുടങ്ങി. അപൂർവങ്ങളിൽ അപൂർവമായ ആയമ്പാറ പീഡനക്കേസിലെ പ്രതിയായ സുരേഷിനെ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ ഈ കോടതി ഉത്തരവിടുന്നു. തെളിവുകളില്ലാതെ തേഞ്ഞുമാഞ്ഞു പോകേണ്ട ഈ കേസിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് നീതി വാങ്ങിക്കൊടുത്ത ക്രിമിനലോളജിസ്റ്റും ഫോറൻസിക് ഓഫീസറുമായ പോൾ വർഗീസിനെ ഈ കോടതി പ്രത്യേകം അഭിനന്ദിക്കുന്നു. കൂടാതെ കേസ് സത്യസന്ധമായി അന്വേഷിച്ച DYSP ജോസഫിനും മറ്റ് സഹപ്രവർത്തകർക്കും കോടതിയുടെ അഭിനന്ദനങ്ങൾ. കോടതി വിധി കേട്ട് പുറത്തേക്ക് വരികയായിരുന്ന അലീനയുടെ അപ്പൻ പൈലിയും അമ്മച്ചി മേരിയും പോളിന്റെ മുന്നിലേക്ക് ചെന്ന് ഇരു കൈകളും കൂപ്പിത്തൊഴുതു. കരഞ്ഞു കലങ്ങിയ അലീനയുടെ മാതാപിതാക്കളുടെ മുഖം കണ്ടപ്പോൾ പോളിന്റെ കണ്ണും നിറഞ്ഞു. അയാൾ എല്ലാം മറന്നവരെ ചേർത്തു പിടിച്ചു. അലീനയുടെ രക്തക്കറ പുരണ്ട കല്ലും
അതിന്റെ ബാക്കിയുള്ള ഭാഗം നോക്കി സുരേഷ് എന്ന പ്രതിയുടെ വീട്ടിലെത്തിയതും അവിടെ വെച്ച് അയാളെ ചോദ്യം ചെയ്തുവെങ്കിലും കള്ളം പറയാൻ വിദഗ്ധനാണെന്ന് അതോടകം തെളിയിച്ച അയാളുടെ കള്ളം പൊടിച്ചെടുക്കാൻ സാധിച്ചത് മൊബൈൽ ടവർ ലൊക്കേഷനും മുറ്റത്ത് കിടന്ന ബാറിലെ ബില്ലും ആ ടൗണിലെ ജ്വല്ലറി കടയുടെ CCTV ദൃശ്യങ്ങളുമായിരുന്നു. ഒരു നിമിഷം വരെ ബംഗാളികളിലേക്കോ മറ്റു ആൾക്കാരിലേക്കോ പോകുമായിരുന്ന കേസ് തെളിഞ്ഞത് തുടക്കം മുതൽ പോളിന്റെ ക്ഷമയോടെയുള്ള അന്വേഷണത്തിൽ നിന്നും കൃത്യമായ ദിശയിലെ തെളിവുകളുടെ കണ്ടെത്തലിൽ നിന്നും മാത്രമായിരുന്നു. ഒരാളെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാലത്തു കൂടിയാണ് ലോകം അതിവേഗം മുന്നോട്ട് കുതിക്കുന്നത്. അതുവരെ സ്വന്തം നാട്ടുകാരനായ, എന്നും ചിരിക്കുന്ന, കാണുന്ന അവൾ ഏട്ടനെന്ന് വിളിക്കാറുള്ള വ്യക്തിയാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ ഈ ക്രൂരകൃത്യം നടത്തിയത്. 14 ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞ ശേഷം നടന്ന വിചാരണയിൽ ശക്തമായ പഴുതുകളടച്ച് തയ്യാറാക്കിയ FIRന്റെ ബലത്തിൽ പ്രതിക്ക് തക്ക ശിക്ഷയും വാങ്ങിക്കൊടുക്കുവാനും ആയമ്പാറ പോലീസിന് കഴിഞ്ഞു. ശിക്ഷ അനുഭവിച്ച് 1.5 വർഷം കഴിയാറായപ്പോൾ ജയിലിൽ വെച്ചുള്ള മറ്റു തടവ് പുള്ളികളുടെ വാക്കുപോരിൽ സുരേഷ് അതിക്രൂരമായി കൊല്ലപ്പെടുകയും ചെയ്തു. വാളെടുത്തവൻ വാളാലെ എന്ന പഴമൊഴി ഇവിടെ അനർത്ഥമാകുന്നു. അതോടെ മഹത്തായ നീതിപീഠത്തിന്റെ മുന്നിൽ മാത്രമല്ല, ദൈവത്തിന്റെ കോടതിയിലും ഭൂമിയിലെ മാലാഖയായ അലീനയ്ക്കും കുടുംബത്തിനും എന്നേക്കുമായി നീതി കിട്ടി. നിരഞ്ജൻ പറഞ്ഞു നിർത്തി. നിരഞ്ജൻ കഥ പറഞ്ഞു നിർത്തിയതും അത് കേട്ട ഉഷയുടെ കണ്ണു നിറഞ്ഞു. നീരു, നീ എന്നെ കരയിപ്പിച്ചല്ലോ ചക്ക. നിറഞ്ഞ കണ്ണുകൾ സാരി തലപ്പുകൊണ്ട് ഒപ്പി ഉഷ പറഞ്ഞു. അമ്മേ, എന്തായാലും അലീനയ്ക്ക് നീതി കിട്ടിയല്ലോ, പിന്നെ എന്തിനാ അമ്മ കരയണത്? ആത്മസന്തോഷം കൊണ്ട്. നിന്നിലെ എഴുത്തുകാരനെ അറിയാൻ ഈ അമ്മയേറെ വൈകിപ്പോയി മോനെ. പിന്നെ വായിച്ചടുത്തറിഞ്ഞപ്പോ അലീന നമുക്കിടയിലെ ഒരു ജീവനുള്ള കഥാപാത്രമായി എനിക്ക് തോന്നുന്നു. അതെന്താ അങ്ങനെ തോന്നാൻ? എന്തോ എനിക്ക് തോന്നി. എന്തായാലും നീരു, നിന്നെ ഞാൻ സമ്മതിച്ചു. ഡിഗ്രി കഴിയാറായപ്പോഴാണ് നിന്നിലെ ഈ കഴിവ് ഞാൻ അറിഞ്ഞത്. എൻ്റെ അമ്മ സെന്റി അടിക്കാതെ പോയിട്ട് എന്തേലും കഴിക്കാനെടുത്ത് വെക്ക്, എൻ്റെ വയറ് കത്തുന്നു വിശന്നിട്ട്. നീ വാച്ചക്ക. അങ്ങനെ അമ്മയുടെ തോളിൽ കൈയിട്ട് നിരഞ്ജൻ ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു നീങ്ങി. ഉഷ പറഞ്ഞതുപോലെ ഒരുപാട് അലീനമാർ നമുക്കിടയിൽ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. കഥയിൽ സുരേഷിന് കാലം കാത്തുവച്ച വിധി ദാരുണമായ മരണമാണെങ്കിൽ കൂടി യഥാർത്ഥ ജീവിതത്തിലെ സുരേഷ്മാർ പണക്കൊഴുപ്പും പ്രതാപവും കൊണ്ട് നീതിന്യായത്തെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ എല്ലാം കാണുന്ന പരമോന്നത നീതിപീഠമായ ദൈവം അവർക്ക് മാപ്പ് കൊടുക്കില്ല, തീർച്ച. ഡിയർ ഫ്രണ്ട്സ്, ഈ കഥയുടെ അവസാനിച്ചു. കൂടുതൽ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.